ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Aegon ലേണിംഗ്. എടാ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കെമിസ്ട്രിയുടെ മാരത്തോൺ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും നാളെ എക്സാമിന് വരാൻ പോകുന്ന പ്രോബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ തന്നെ ഡിസ്കഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ വെച്ചിട്ടാണ്. ഓക്കെ, റെഡി? സോ മാക്സിമം ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത മക്കളെ, പെട്ടെന്ന് ആയിക്കോട്ടെ. റെഡി. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേരൊന്ന് പറഞ്ഞാ മക്കളെ? ഹൈഡ്രോ കാർബൺസ്. എന്താണ് പേര് പറഞ്ഞേ? ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, യെസ്. എടാ, അപ്പോൾ നമ്മുടെ ഹൈഡ്രോ കാർബൺസിലെ ആദ്യത്തെ ചോദ്യം നോക്കിക്കോ. റെഡിയാണേ? നാളത്തെ എക്സാം പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ് അത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഏതാ എ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച മക്കളെ. എ ക്വസ്റ്റ്യൻ 2CH3Br + 2Na. ആരോന്റെ മുകളിൽ ഡ്രൈ ഈതർ എഴുതിയിട്ടുണ്ട്. ഇവിടെ പ്രോഡക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു പ്രോഡക്റ്റ് എഴുതാനുണ്ട് കേട്ടോ. സോ ഏതാണ്? +2NaBr എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക മക്കളെ? അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റിയാക്ഷന്റെ പേരാണ് വുഡ്സ് റിയാക്ഷൻ. അറിയാത്തോ പേടിക്കേണ്ട. ഒരു പേപ്പർ എടുത്തോ, പെന്നും എടുത്തോ, കയ്യിലെടുത്തോളൂ, ഒന്നുമില്ല. വുഡ്സ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് എഴുതുന്നത് അങ്ങ് സെറ്റാക്കാൻ പോവാണ്. അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. എക്സാമിന് എങ്ങനെ സ്കോർ ചെയ്യാം അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. റെഡിയാണ്? സോ അങ്ങനെയാണ് നോക്കിക്കോളെ. വുഡ്സ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് എഴുതാനാണ് പഠിപ്പിക്കുന്നത്. എന്ത് റിയാക്ഷൻ? വുഡ്സ് റിയാക്ഷൻ. എഴുതി വെച്ചേ, വുഡ്സ് റിയാക്ഷൻ. സോ വുഡ്സ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് എഴുതുന്നത് എങ്ങനെയെന്നുള്ളത് പറയാൻ പോവാണ്. റെഡിയാണ്? അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് 2CH3Br + 2Na. ആരോന്റെ മുകളിൽ ഡ്രൈ ഈതർ എഴുതിയിട്ടുണ്ട്. ഓർഗാനിക് പ്രോഡക്റ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനാ പറഞ്ഞത്. എങ്ങനെയാണ് എഴുതുക? നന്നായിട്ട് നോക്കിക്കോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് CH3Br എന്ന് എഴുതുന്നു. എന്താ എഴുതേണ്ടത്? CH3Br. ഇതല്ലേ തന്നിട്ടുള്ള +2Na എന്ന് എഴുതാ. ആൻഡ് ഒരു CH3Br കൂടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. 2 CH3Br ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ആൽക്കൈൽ ആലൈഡിന്റെ മോളിക്യൂൾസ് ജോയിൻ ചെയ്യുന്ന അടുത്ത CH3Br നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നറിയോ? തിരിച്ച് അറേഞ്ച് ചെയ്യണം. എങ്ങനെ? BrCH3 എന്ന് അറേഞ്ച് ചെയ്യാം. BrCH3 എന്ന് അറേഞ്ച് ചെയ്യാം. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ആദ്യത്തെ CH3Br + 2Na എഴുതി. അടുത്ത CH3Br BrNS3 എന്നുള്ള ഫോം, BrCH3 എന്ന് പറഞ്ഞ ഫോമിലേക്ക് തിരിച്ചെഴുതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്കാ സാറ് പറയാൻ പോകുന്നത്. നിങ്ങളിതാ ഈ ഒരു 2NaBr ഇവിടുന്ന് എടുത്തങ്ങ് കളഞ്ഞേക്ക്. ഒരു 2NaBr എടുത്ത് കളഞ്ഞേക്ക്. റിയാക്ഷൻ നടന്നത് ഏത് മീഡിയത്തിലാണ്? ഡ്രൈ ഈഥർ മീഡിയം. ആര് പുറത്തുപോയി മക്കളെ? 2NaBr പുറത്തുപോയി. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം ഒന്ന് ജോയിൻ ചെയ്തേ. ഈ CH3 കൂടെ ജോയിൻ ചെയ്താൽ മതി. സോ ദ പ്രോഡക്റ്റ് CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. അവന്റെ പേരാണ് ഈഥെയ്ൻ. ഒന്ന് കമന്റ് ചെയ്ത് എന്താ പേര്? ഈഥെയ്ൻ. ക്ലിയർ ആണോ? മീഥൈൽ ബ്രോമൈഡ് വെച്ച് വുഡ്സ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് എഴുതിയ ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണ് ഈഥൈൽ ബ്രോമൈഡ് വെച്ച് നിങ്ങളൊന്ന് പെട്ടെന്ന് ട്രൈ ചെയ്തേ. ഈഥൈൽ ബ്രോമൈഡ്. എന്താ ഈഥൈൽ ബ്രോമൈഡിന്റെ ഫോർമുല? CH3CH2Br 2 ഈഥൈൽ ബ്രോമൈഡ് + 2Na. ആരോന്റെ മുകളിൽ ഡ്രൈ ഈഥർ എന്ന് എഴുതിയിട്ട് ഏതായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞ മക്കളെ? ഏതായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക? യെസ്. എങ്ങനെയാ പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്ക് എന്താ പറയട്ടെ? എങ്ങനെ എഴുതാം? യെസ്, ആദ്യം ഒരു CH3CH2Br എഴുതാം. നിങ്ങൾ എഴുതണം, ചുമ്മാ ഇരിക്കരുത്. പേപ്പറിൽ എഴുതിക്കോ. CH3CH2Br + ഒരു 2Na എന്ന് എഴുതുന്നു. അടുത്ത CH3CH2Br തിരിച്ചെഴുതിക്കോ. എങ്ങനെ എഴുതാം? BrCH2CH3 എന്ന് എഴുതിക്കോളൂ. റെഡിയാ? ആരോന്റെ മുകളിൽ ഡ്രൈ ഇതെല്ലാം കൊടുത്തോ. ഇൻ ബിറ്റ്വീൻ ആരെ കളഞ്ഞോളൂ നിങ്ങൾ? ഈ ഒരു 2NaBr എടുത്തങ്ങ് ഒഴിവാക്കിക്കോ. എന്നിട്ട് ബാക്കി ഭാഗം ജോയിൻ കരോ. ആരൊക്കെ ജോയിൻ ചെയ്യേണ്ടത്? ഈ ഒരു ഈഥൈൽ ഗ്രൂപ്പും കൂടെ ജോയിൻ ചെയ്തേ. ഈ ഒരു ഈഥൈൽ ഗ്രൂപ്പും കൂടെ ജോയിൻ ചെയ്തേ. സോ ദ പ്രോഡക്റ്റ് ആര്? പറയുന്നില്ല, പിള്ളേര് പറയുന്നില്ല. CH3 CH2 CH3. നാം ക്യാ ഹെ? എന്താ പേരെന്താ? പെട്ടെന്ന് പറഞ്ഞോളൂ. ബ്യൂട്ടെയിൻ. എന്തേ? ബ്യൂട്ടെയിൻ. ക്ലിയർ ആണോ? സോ നമ്മൾ പറഞ്ഞത് വുഡ്സ് റിയാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ആൽക്കൈൽ ആലൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ഡ്രൈ ഈഥർ. അപ്പൊ 2 ആൽക്കൈൽ പാർട്ടുകൾ ജോയിൻ ആയിട്ട് വിൽ ഗെറ്റ് എ ഹയർ ആൽക്കൈൽ ആൻഡ് ദാറ്റ് റിയാക്ഷൻ ഇസ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഈ റിയാക്ഷൻ ക്ലിയർ ആണോ മക്കളെ? വുഡ്സ് റിയാക്ഷന്റെ പ്രോബ്ലം വന്ന നാളെ എഴുതിക്കോളൂ അല്ലേ? അപ്പൊ ഇതെന്നെ പഠിച്ചു വെച്ചതാ. ഇതാണ് ചോദിക്കാൻ ഏറ്റവും സാധ്യത. പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ഇതെന്നെ ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. പഠിക്കാതെ പോവണ്ട. റെഡിയാണേ? റെഡി. യെസ്. ഇതുവരെ പഠിക്കാത്ത ആളായാലും ശ്രദ്ധിക്കുക. ഇനിയുള്ള സമയങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പഠിച്ചിട്ട് പോവുക. റെഡി? യെസ്. എടാ, അങ്ങനെയാണ് മക്കളെ. ആ ചോദ്യത്തിൽ തന്നെ മറ്റൊരു റിയാക്ഷനോട് ഇൻക്ലൂഡഡ് ആയിരുന്നു. CH3COONA. ആരോന്റെ മുകളിൽ NaOH bar CaO.
എന്നിട്ട് ബൈ പ്രോഡക്റ്റ് Na2CO3 എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രോഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഡീകാർബോക്സിലേഷൻ യൂസിങ് സോഡ ലൈം. ഏതാ റിയാക്ഷൻ? റിയാക്ഷന്റെ പേര് സാറ് പറയാം. എന്താ പേര്? പറയുന്നില്ല. ഡീകാർബോക്സിലേഷൻ എന്നൊരു പറഞ്ഞേ. എന്താണ് ഡീകാർബോക്സിലേഷൻ യൂസിങ് സോഡ ലൈം? എന്താ സോഡ ലൈം എന്ന് പറഞ്ഞാല് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് സോഡ ലൈം? എന്താ സോഡ ലൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം എ മിക്സ്ചർ ഓഫ് എന്ത്? എ മിക്സ്ചർ ഓഫ് ആരൊക്കെ? NaOH and CaO. മിക്സ്ചർ ഓഫ് NaOH and CaO, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം ഓക്സൈഡ്. ക്ലിയർ അല്ലേ? മിക്സ്ചർ ഓഫ് NaOH and CaO. പ്രോഡക്റ്റ് എഴുതുന്നത് എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. റെഡി? യെസ്. അപ്പോൾ മിക്സ്ചർ ഓഫ് NaOH and CaO എന്നാണ് എഴുതിയിട്ടുള്ള ഡീകാർബോക്സിലേഷൻ എന്താന്ന് പറയാൻ പോവാണ്. റെഡിയാണ്? യെസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്ന മക്കളെ, എന്തായിരുന്നു ചോദ്യത്തിൽ പറഞ്ഞത്? CH3COONA ഡീകാർബോക്സിലേറ്റ് ചെയ്താൽ എന്തായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നല്ലേ എഴുതണ്ട. അപ്പൊ അതാ ശ്രദ്ധിച്ചോ, ഡീകാർബോക്സിലേഷൻ യൂസിങ് സോഡ ലൈം. ഒരു കാർബോക്സിലിക് ആസിഡിന്റെ സോൾട്ടുകളിലാണ് ഇത് അപ്ലൈ ചെയ്യുക. നോക്കിക്കോളൂ, CH3COONA ആണ് നമുക്ക് തന്നത്. ഇയാൾ ആരായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? NaOH and CaO. ആരന്റെ മുകളിൽ CaO എന്ന് എഴുതി. എങ്ങനെ എഴുതി വെച്ചല്ലോ? പ്രോഡക്റ്റ് എഴുതാൻ മക്കളെ ശ്രദ്ധിക്കണേ. ലിങ്ക് മാക്സിമം ഷെയർ ചെയ്തോ മക്കളെ. റെഡിയാ? പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്ക് പറയട്ടാടാ. പ്രോഡക്റ്റ് എഴുതാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇതാ ഇപ്പൊ ഞാൻ ബോക്സിലാക്കിയ ആളെ അങ്ങ് ഒഴിവാക്കിക്കോ. ആരാ അത്? ഇപ്പം ബോക്സിലാക്കിയ ആളിൽ ആരൊക്കെയാ ഉള്ളത്? 2 സോഡിയം ഉണ്ട്, കാർബൺ ഉണ്ട്, 3 ഓക്സിജൻ ഉണ്ട്. ദാറ്റ് ഈസ് Na2CO3. അപ്പൊ ബൈ പ്രോഡക്റ്റ് Na2CO3 ആണ്. ബാക്കി ആരാ? ഏതാ നമ്മുടെ ഓർഗാനിക് പ്രോഡക്റ്റ്? ആ CH3യിലേക്ക് ഈ H അങ്ങ് ചേർത്തേക്ക്. ഈ CH3യിലേക്ക് ഈ H അങ്ങ് ചേർത്തേക്ക്. ആരാ പ്രോഡക്റ്റ്? CH3യിലേക്ക് H ചേർത്താല് ദ പ്രോഡക്റ്റ് CH4. എന്താ പേര്? പറയുന്നില്ല. പേരെന്താ മക്കളെ? പറയുന്നില്ല. എന്താണ്? മീഥെയ്ൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതാണ് ഡീകാർബോക്സിലേഷൻ യൂസിങ് സോഡ ലൈം. അങ്ങനെയാണ്. ഇതാ സാർ ഒറ്റൊന്നുകൂടെ എഴുതാം. നിങ്ങൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്തട മക്കളെ. CH3CH2COONA ഇയാള് സോഡ ലൈമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും പ്രോഡക്റ്റ്? NaOH ആൻഡ് ഏറോന്റെ മുകളിൽ CaO എന്ന് എഴുതിക്കോളൂ. എങ്ങനെ എഴുതാം പ്രോഡക്റ്റ്? പറ. പേപ്പറും പെന്നും മുമ്പിൽ വെച്ചേ എന്നിട്ട് എഴുതിയേ. ഇനി നമ്മൾ കണ്ടുനിന്നോണ്ട് കാര്യമില്ല. എഴുതൂ, പ്രവർത്തിക്കൂ. സമയമായി. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. റെഡിയാ? സോ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ മക്കളെ. ഇത്രയും ഭാഗം എടുത്തം ഒഴിവാക്കിക്കോളൂ. ആരാ ബൈ പ്രോഡക്റ്റ്? ആരാ മക്കളെ? ആരാ ബൈ പ്രോഡക്റ്റ്? 2 സോഡിയവും കാർബണും 3 ഓക്സിജനും ചേർന്നാല് Na2CO3. ബാക്കി ഭാഗം ആരാ? നിങ്ങൾ പറയും. ഈ ഈഥൽ ഗ്രൂപ്പിലേക്ക് ഒരു ഹൈഡ്രജനെ ജോയിൻ കരോ. ഈ ഈഥൽ ഗ്രൂപ്പിലേക്ക് ഒരു ഹൈഡ്രജൻ അങ്ങ് ചേർത്ത് കൊടുക്കടാ. ആരാ പ്രോഡക്റ്റ്? CH3 CH2ലേക്ക് H ചേർന്നാൽ ആരാത്? പറയുന്നില്ല. യെസ്, ഇറ്റ് ഈസ് CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് Na2CO3. ഓക്കെ ആണോ? പേരെന്താ? ഈഥെയ്ൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ആൽക്കൈൻ്റെ പ്രിപ്പറേഷനിൽ 2 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് വുഡ്സ് റിയാക്ഷനും 2 ഡീകാർബോക്സിലേഷൻ യൂസിങ് സോഡ ലൈമും. മിണ്ടുന്നില്ല പിള്ളേർ, പ്രതികരിക്കുന്നില്ല. റെഡിയാണോ? മാക്സിമം നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യണേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, യെസ്. എടാ മക്കളെ, അപ്പൊ നമ്മൾ ആദ്യ ക്വസ്റ്റ്യനിൽ കാണാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചോദ്യങ്ങളിലൂടെ ഈ ചാപ്റ്റർ അങ്ങ് സെറ്റ് ആക്കാൻ പോവാണ്. ഒന്നുമില്ല, ശ്രദ്ധിച്ചോളുക. വെറും 45 മിനിറ്റ് എനിക്ക് തന്നാൽ മതി. ഓക്കെ, യെസ്. എൻ്റെ കൂടെ നിങ്ങൾ എഴുതിയിരിക്കണം. സോ വുഡ്സ് റിയാക്ഷൻ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ഡീകാർബോക്സിലേഷൻ യൂസിങ് സോഡ ലൈം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 3ാമത്തെ ചോദ്യം ഇവിടെ ഉണ്ട്. വാട്ട് ഈസ് ബേയസ് റിയേജന്റ് ആൻഡ് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ വെൻ ബേയസ് റിയേജന്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് എത്തിലീൻ. എത്തിലീൻ എന്ന് പറഞ്ഞാൽ ഈഥീൻ ആണ്. ഈഥീനുമായിട്ട് ബേയസ് റിയേജന്റ് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതാണ് പറഞ്ഞത്? ഈഥീനുമായിട്ട് ബേയസ് റിയേജന്റ് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എഴുതണം. ഒന്നുമില്ല, ശ്രദ്ധിച്ചോളൂ. ബേയസ് റിയേജന്റ് 1 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നേരത്തെ സോഡ ലൈം പറഞ്ഞു, എഴുതി വെച്ച മക്കളെ. മിക്സ്ചർ ഓഫ് NaOH and CaO. അതുപോലെ 1 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സാധനം ബേയസ് റിയേജന്റ്. എഴുതിയ നിങ്ങൾ കയ്യിലുള്ള പേപ്പറിലെ പുസ്തകത്തിൽ എഴുതിയേ. എന്താ ബേയസ് റിയേജന്റ് എന്ന് പറഞ്ഞ? വാട്ട് ഈസ് ബേയസ് റിയേജന്റ്? മോനെ ഹോൾ സ്റ്റാർ പറയൂ. വാട്ട് ഈസ് ബേയസ് റിയേജന്റ്? പറഞ്ഞേ. നീ പോവല്ലടാ, നിന്നേ. ബേയസ് റിയേജന്റ് എന്താന്ന് പറഞ്ഞടാ മോനെ മുത്തേ. ഹോൾ സ്റ്റാർ പറയൂ, റിൻഷ പറയൂ. എന്താ ബേയസ് റിയേജന്റ് എന്ന് പറഞ്ഞാല്? ബേയസ് റിയേജന്റ് കോൾഡ്, ഡയലൂട്ട്,
ആൽക്കലൈൻ KMnO4 അല്ലെ, കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ KMnO4, കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ KMnO4 which is pink in color. ശരിയല്ലേ? ഈ റിയേജന്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബേയേഴ്സ് റിയേജന്റ്. ബേയേഴ്സ് റിയേജന്റ് കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ KMnO4. ക്ലിയർ ആണോ? യെസ്, കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ KMnO4 ആണ് ആരെന്ന് പറയുന്നത് ബേയേഴ്സ് റിയേജന്റ് which is an oxidizing agent. ആൻഡ് ഈ ബേയേഴ്സ് റിയേജന്റ് ഈഥീനിലേക്ക് ചേർക്കുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ഈഥീനിലേക്ക് ഈ റിയേജന്റ് ചേർക്കുമ്പോൾ, ബേയേഴ്സ് റിയേജന്റ് ചേർക്കുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ മക്കളെ ഇത്രയേ ഉള്ളൂ. ദ ബേയേഴ്സ് റിയേജന്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ബേയേഴ്സ് റിയേജന്റ് ചേർക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് 2 OH ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 2 OH ഗ്രൂപ്പ് ആ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഡബിൾ ബ്രേക്ക് ചെയ്യുക, 2 കാർബണിലും ഓരോ OH ഗ്രൂപ്പ് പ്ലേസ് ചെയ്യുക. റിയാക്ഷൻ ഇസ് ഓൾസോ കോൾഡ് ഹൈഡ്രോക്സിലേഷൻ. അപ്പൊ എന്താ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ, ഡബിൾ ബോണ്ടിൽ ഒന്നങ്ങ് പൊട്ടിച്ചോ, ഡബിൾ ബോണ്ടിൽ ഒന്നങ്ങ് ബ്രേക്ക് ചെയ്തോ, എന്നിട്ട് 2 കാർബണിന്റെ മുകളിലും ഓരോ OH അങ്ങ് കൊടുത്തോളൂ, ഉണ്ടായ പ്രോഡക്റ്റിന്റെ പേര് ഈഥൈൻ 1,2 ഡയോൾ ഓർ എത്തിലീൻ ഗ്ലൈക്കോൾ. ഈഥൈൻ 1,2 ഡയോൾ. തൽക്കാലം മക്കൾ ഡയോൾ എഴുതിക്കോളൂ. ഡയോൾ ആരാ പ്രോഡക്റ്റ്? 2 ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നല്ലോ, അതുകൊണ്ട് പേര് ഡയോൾ. ഡയോൾ. ക്ലിയർ ആണ്? അപ്പോ ബേയേഴ്സ് റിയേജന്റ് സെറ്റ് ചെയ്തു, കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ KMnO4 എന്ന് എഴുതുന്നു. ശേഷം ബേയേഴ്സ് റിയേജന്റ് ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ട? ഡബിൾ ബോണ്ടിൽ ഒന്നങ്ങ് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് 2 കാർബണിന്റെ മുകളിൽ ഓരോ വിധ OH അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? റെഡിയാണോ അമ്ന? ഓക്കെ ആണോ? സെറ്റല്ലേ? റെഡിയാണോ എന്ന്? യെസ്. ഓക്കെ, അപ്പൊ അതാണ് ബേയേഴ്സ് റിയേജന്റ്. ആ ചോദ്യം ഇവിടെ കഴിഞ്ഞിരിക്കുവാണ് മക്കളെ. 3 ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൽക്കീന്റെ പ്രോപ്പർട്ടിയിലേക്കും പ്രവേശിച്ചിട്ടുണ്ട്. ആൽക്കൈന്റെ 2 പ്രിപ്പറേഷൻ റിയാക്ഷൻ പറഞ്ഞു, വൂഡ്സ് റിയാക്ഷനും അതുപോലെ ഡീകാർബോക്സിലേഷൻ യൂസിങ് സോഡ ലൈം. റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ചോദ്യം ഇത് വരാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് മക്കളെ. ഇത് ആർക്കും എഴുതാവുന്നേ കേട്ടോ. നിങ്ങൾ ഇതുവരെ എത്ര പഠിച്ചു, എന്തു പഠിച്ചില്ല, ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കിത് വന്നാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ആർക്കും വരയ്ക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വല്ല കാരണവശാലും പഠിക്കാനൊക്കെ ബാക്കി വെച്ചവരാണെങ്കിൽ തളരണ്ട മക്കളെ. നോക്കുക, എന്താ ഇത്? ഡ്രോ ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർ ദ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫോമേഴ്സ് ഓഫ് ഈഥൈൻ. വിച്ച് കൺഫോമർ ഇസ് മോർ സ്റ്റേബിൾ? കൺഫോമേഷൻ എന്ന് പറഞ്ഞാല് കാർബൺ ആറ്റങ്ങൾ സിംഗിൾ ബോണ്ടിലൂടെ കണക്ട് ചെയ്താൽ കാർബൺ ആറ്റംസ് ക്യാൻ അണ്ടർഗോ ഫ്രീ റൊട്ടേഷൻ കാരണം സാധ്യമായ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിന്റെ പേരാ കൺഫോമേഷൻസ്. അതിലേക്കൊന്നും പോകണ്ട, ഇത് വരയ്ക്കാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. എങ്ങനെയാ ഈ ഈഥൈന്റെ കൺഫോമേഴ്സ് വരയ്ക്കുക? ഏതൊക്കെ കൺഫോമേഴ്സാ? ഈഥൈൻ ഇൻഫൈനൈറ്റ് കൺഫോമേഷൻസ് ഉണ്ട്, അതിൽ 2 എക്സ്ട്രീം കൺഫോമേഷൻസ് ആണ് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്. ഇത് വരയ്ക്കാൻ ചോദിക്കും. അതിന്റെ ന്യൂമാൻസ് പ്രൊജക്ഷനെ വരയ്ക്കാൻ പറഞ്ഞ. ഏത് പ്രൊജക്ഷൻ? ന്യൂമാൻസ് പ്രൊജക്ഷൻ. വേറെ ഒന്നുകൂടെ ഉണ്ടല്ലോ, ഏതാത്? സോഹോസ് പ്രൊജക്ഷൻ. ആദ്യം ന്യൂമാൻസ് പ്രൊജക്ഷൻ നോക്കൂ. ന്യൂമാൻസ് പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കുക മക്കളെ? ആരാ ഈഥൈൻ എന്ന് പറഞ്ഞാല്? കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട് അതില്, ഈഥൈനില്. ഇനി ഓരോ കാർബണിന്റെ മുകളിലും എത്ര ഹൈഡ്രോജൻ ആറ്റംസ് ഉണ്ട്? ഓരോ കാർബണിന്റെ മുകളിലും 3 വീതം ഹൈഡ്രോജൻ ആറ്റംസ് ഉണ്ട്. ഇതല്ലേ മക്കളെ ഈഥൈൻ? യെസ്. അപ്പൊ ഈഥൈന്റെ കൺഫോമേഷൻസ് വരയ്ക്കാൻ പോവാ നമ്മൾ. എന്ത് കൺഫോമേഷനാ? എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് ന്യൂമാൻസ് പ്രൊജക്ഷനെ വരയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 2 കാർബൺ ഉണ്ടല്ലോ, ഇത് 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്. 2 കാർബൺ ഉണ്ടല്ലോ, അതിൽ ഒരു കാർബൺ ഇതാ, രണ്ടാമത്തെ കാർബൺ ഇതാ. ഈ കാർബണിന്റെ മുകളിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണിന്റെ മുകളിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. ആദ്യത്തേത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കാർബണിലുള്ള CH ബോണ്ട് കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ നേരെ പിറകിലായിട്ട് ബാക്ക് കാർബണിലുള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വന്നാൽ ദാറ്റ് അറേഞ്ച്മെന്റ് ഇസ് കോൾഡ് എക്ലിപ്സ്ഡ്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ നേരെ സെൻട്രലായിട്ട് പിറകിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അതിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ, ന്യൂമാൻസ് പ്രൊജക്ഷൻ വരയ്ക്കാൻ പോവാ. ആരുടേത്? ഈഥൈന്റെ കൺഫർമേഷൻസ് വരയ്ക്കാൻ പോവാണ്. ഏത്? ന്യൂമാൻസ് പ്രൊജക്ഷൻ. അതിന് നിങ്ങൾ ചെയ്യേണ്ട മക്കളെ ആരായിരുന്നു ഈഥൈൻ? ഒരിക്കൽ കൂടെ ഒന്ന് വരയ്ക്കാം. 2 കാർബൺ ഉണ്ട്, സിംഗിൾ ബോണ്ടിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നു.
യെസ്, റെഡി. ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട് കാർബൺ ഒരു ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. ഫ്രണ്ട് കാർബൺ ഒരു ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ആ കാർബണിന്റെ മുകളിലുള്ള 3 ഹൈഡ്രജൻ CH ബോണ്ടുകൾ വരയ്ക്കും. ഫ്രണ്ട് കാർബണ് ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഫ്രണ്ട് കാർബണ് ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ മുകളിലുള്ള 3 ഹൈഡ്രജനെ ഇതേപോലെ വരയ്ക്കുന്നു. ഇതൊരു കാർബൺ ആണ്, ഇതൊരു കാർബൺ ആണ്. അതിന്റെ മുകളിലുള്ള 3 ഹൈഡ്രജൻ വരച്ചു കഴിഞ്ഞു. റെഡിയല്ലേ? അടുത്തത് ബാക്ക് കാർബണെ നമ്മളൊരു സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. ബാക്ക് കാർബൺ ഒരു സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. റെഡിയാണ്? ബാക്ക് കാർബൺ ഒരു സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ട് ആ ബാക്ക് കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ടല്ലോ, ബാക്ക് കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ടല്ലോ. യെസ്. അപ്പോൾ ഫ്രണ്ട് കാർബണിന്റെ CH ബോണ്ടിന്റെ നേരെ സെൻട്രലായിട്ട് ബാക്ക് കാർബണിലെ CH ബോണ്ട് വരട്ടെ. ആ കൺഫർമേഷന്റെ പേരാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ. ഏത് കൺഫർമേഷൻ? സ്റ്റാഗേർഡ് കൺഫർമേഷൻ. എന്നാ മക്കളെ, ഫ്രണ്ട് കാർബണിന്റെ CH ബോണ്ടിന്റെ നേരെ പിറകില് ബാക്ക് കാർബണിലെ CH ബോണ്ട് വന്നാല് ദാറ്റ് ഈസ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. നോക്കിക്കോളൂ. റെഡിയാ. ഇതാണ് ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർ ദ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻസ് ഓഫ് ഈഥെയ്ൻ. ഒന്നിട്ട് ശ്രദ്ധിച്ചോ. ഈഥെയ്നില് 2 കാർബൺ, ഒരു കാർബൺ ഫ്രണ്ട് കാർബൺ സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്ത് ബാക്ക് കാർബൺ. ഫ്രണ്ട് കാർബണിലെ CH ബോണ്ടുകൾ 3 എണ്ണം ഇതാ, ബാക്ക് കാർബണിലെ CH ബോണ്ടുകൾ 3 എണ്ണം ഇതാ. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നോക്കിയാൽ അത് കാണില്ല, നേരെ പിറകിലായിട്ട് ഒരേ ലൈനിൽ അലൈൻ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് അറേഞ്ച്മെന്റ് ഈസ് എക്ലിപ്സ്ഡ്. അതിന്റെ പേരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കുക. സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഡോട്ട് ഉപയോഗിച്ച് ഫ്രണ്ട് കാർബൺ വരച്ചു, അതിന്റെ മുകളിലുള്ള 3 ഹൈഡ്രജൻ വരച്ചു, ഒരു സർക്കിൾ വരച്ചു. ബാക്ക് കാർബൺ അതിന്റെ മുകളിലുള്ള 3 CH ബോണ്ട്സ് വരച്ചു. ഇതാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. നോക്കിയാൽ കാണാം, ഫ്രണ്ട് കാർബണിന്റെ CH ബോണ്ടിന്റെ സെൻട്രലായിട്ടാണ് ബാക്ക് കാർബണിലെ CH ബോണ്ട് വരുന്നത്. ആ രൂപത്തിലുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ആൻഡ് ഈ സ്റ്റാഗേർഡ് കൺഫർമേഷനിലാണ് ബോണ്ടുകൾ പരമാവധി അകന്നു നിൽക്കുന്നത്. സോ ദിസ് കൺഫർമേഷൻ ആണ് മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ. മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ ചോദിച്ചാൽ സ്റ്റാഗേർഡ് ആൻഡ് ലീസ്റ്റ് സ്റ്റേബിൾ ഇസ് എക്ലിപ്സ്ഡ്. മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ ഏത്? പറയൂ. സ്റ്റാഗേർഡ്. അതുപോലെ ലീസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ ആരാണ്? പറയുന്നില്ല. എക്ലിപ്സ്ഡ്. ഇത് മക്കൾ പഠിച്ചോ? ഇത് വരച്ചോടാ. കിച്ചു പറയൂ മക്കളെ. ഇത് ക്ലിയർ ആണോ? ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്. ഓക്കെ. ഇനി എടാ മക്കളെ, ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രോ ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർ ദ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ. എന്നാൽ അങ്ങനെ തന്നെ ആവണമെന്നില്ല ചോദ്യം. ചിലപ്പോൾ സോഹോസ് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടി പറയും. എങ്ങനെ വരയ്ക്കാം? ഇതാണ് സോഹോസ് പ്രൊജക്ഷൻ. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് സോഹോസ് പ്രൊജക്ഷൻ ഫോർ ദ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ. അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിലേക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനാണ് കാർബൺ ബോണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫ്രണ്ട് കാർബൺ, ഇതാണ് ബാക്ക് കാർബൺ. ഇത് ഫ്രണ്ട് കാർബൺ, ഇത് ബാക്ക് കാർബൺ. ഫ്രണ്ട് കാർബണിന്റെ CH ബോണ്ടിന്റെ നേരെ പിറകിലായിട്ട് ബാക്ക് കാർബണിന്റെ CH ബോണ്ട് വന്നാൽ അതിന്റെ പേരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. എന്നാൽ ഫ്രണ്ട് കാർബണിന്റെ CH ബോണ്ടുകളുടെ നടുക്കായിട്ട് ബാക്ക് കാർബണിന്റെ CH ബോണ്ട് വരുന്നത് ദാറ്റ് ഈസ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇത് ഫ്രണ്ട് കാർബൺ, ഇത് ബാക്ക് കാർബൺ. റെഡിയാ? സോ ഈഥെയ്ന്റെ 2 സ്പേഷ്യൽ അറേഞ്ച്മെന്റുകളുടെ റെപ്രസെന്റേഷൻസ് ഒരു 2 ഡയമെൻഷണൽ പേപ്പറിൽ എങ്ങനെ ചെയ്യാം? അതാണ് പ്രൊജക്ഷൻ ഫോർമുലാസ്. ഏതൊക്കെയാത്? ന്യൂമാൻ പ്രൊജക്ഷൻ ആൻഡ് സോഹോസ് പ്രൊജക്ഷൻ. മക്കൾ ഇത് രണ്ടും പഠിച്ചേക്ക്, ഒന്നും വെക്കണ്ട. റെഡിയാ? വെരി പ്രോബബിൾ ക്വസ്റ്റ്യൻ. നാളെ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് പറയണം. റെഡിയാ? സാധ്യത വളരെ കൂടിയ ചോദ്യമാണ്. ന്യൂമാൻ പ്രൊജക്ഷൻ ആൻഡ് സോഹോസ് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടി ന്യൂമാൻ പ്രൊജക്ഷനോ അല്ലെങ്കിൽ സോഹോസ് പ്രൊജക്ഷനോ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ വരയ്ക്കാൻ ചോദിക്കും. സെറ്റാണോ ഫർഹ? റെഡിയാണോ മോനെ? ഓൾ സ്റ്റാർ റെഡിയാണോ? ഫർഹ മോളെ റെഡിയാണോ? യെസ്. ദാദാ മാർക്കോണിക്കോഫിലേക്ക് വരാൻ പോകുന്നത്. റെഡിയാ? Propene reacts with HBr to form a mixture of 2 products. Identify and write the major and minor product in the mixture. റെഡിയാ? പ്രൊപ്പീൻ. മക്കളെ ശ്രദ്ധിച്ചോണേ. പ്രൊപ്പീൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? ദാ ഒരു പേപ്പർ എടുത്തോളൂ. പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2. ഇയാൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? HBrമായിട്ട് റിയാക്ട് ചെയ്യുന്നു.
HBr റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെയാണ് മക്കളെ അവിടെ രണ്ട് പോസിബിൾ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ശ്രദ്ധിക്കുക, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും, എന്നിട്ട് ഈ കാർബണിന്റെ മുകളിൽ Br ഇവിടെ H വരാം. അതാണ് ഒരു പോസിബിലിറ്റി. അടുത്ത പോസിബിലിറ്റി ഇവിടെ Br ഇവിടെ H വരാം. റെഡിയാ? അപ്പൊ രണ്ട് ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. ഏതൊക്കെയാ അത്? Br മൈനസ് ഇവിടേക്കും H+ ഇവിടേക്കും പോവാം, അല്ലെങ്കിൽ നേരെ തിരിച്ചു പോവാം, Br മൈനസ് ഇങ്ങോട്ടും H+ ഇങ്ങോട്ടും പോവാം. അപ്പൊ ഏതൊക്കെയാ രണ്ട് പോസിബിൾ പ്രോഡക്ട്സ്? നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതിയടാ, നിങ്ങളുടെ മുമ്പിലുള്ള പുസ്തകത്തിൽ എഴുതിയേ. പ്രൊപ്പീൻ വെൻ റിയാക്ട്സ് വിത്ത് HBr. ഏതൊക്കെയാണ് രണ്ട് പോസിബിൾ പ്രോഡക്ട്സ്? അത് എഴുതാനാ പറഞ്ഞത്. എന്നിട്ടാ മേജർ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള മക്കളെ. ഹലോ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? CH3CH ഡബിൾ ബോണ്ടിൽ ഒന്നങ്ങ് പൊട്ടിച്ചോ അല്ലെ, ഡബിൾ ബോണ്ടിൽ ഒന്നങ്ങ് ബ്രേക്ക് ചെയ്തോ. സോ CH2 എഴുതി. ഇനി എന്താ ചെയ്യേണ്ട? ഒരു കാർബണിന്റെ മുകളിൽ Br ചേർത്തു, ഇതിന്റെ മുകളിൽ Br ചേർത്തു, ഇതിന്റെ മുകളിൽ H ചേർത്തു. റെഡിയാ? അപ്പൊ HBr ആഡ്. ഇതാണ് ഒരു പോസിബിൾ പ്രോഡക്റ്റ്. അടുത്ത പോസിബിലിറ്റി എന്താണ്? അടുത്ത പോസിബിലിറ്റി എന്താണ്? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവാം. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് നേരെ തിരിച്ച് H+ Br മൈനസും ആഡ് ചെയ്താലോ? CH3 CH2. ശ്രദ്ധിക്കാം, അടുത്തത് ഇവിടെ H ഇതിൽ Br ആഡ് ചെയ്താൽ സെറ്റാണോ? H+ Br മൈനസും ഈ രൂപത്തിൽ ആഡ് ചെയ്യാം. അപ്പൊ ഏതൊക്കെയാ മക്കളെ രണ്ട് പോസിബിൾ പ്രോഡക്ട്സ്? എന്തൊക്കെയാ? അയാളൊന്ന് കോലം വെച്ച് എഴുതിയ മക്കളെ. എന്താ അയാളൊന്ന് നല്ല രൂപത്തിൽ എഴുതിയാൽ ഇറ്റ് ഈസ് CH3 CHBr അല്ലെ, CH3 CHBr CH3. ഇയാളാരാ? CH3 CH2 CH2Br. പേര് 1 ബ്രോമോ പ്രൊപ്പെയിൻ ആൻഡ് 2 ബ്രോമോ പ്രൊപ്പെയിൻ. 1 bromo propane and 2 bromo propane. When reacts with HBr, the possible products are 2 bromo propane and 1 bromo propane. Propane അല്ല propane. റെഡി ആണോ? ഡബിൾ ബ്രേക്ക് ചെയ്യുന്നു, ഡബിൾ നെക്രോസ് ആയിട്ട് H Br ചേർക്കാൻ രണ്ട് മാർഗമുണ്ട്. ഒന്നാമത്തേല് Br മൈനസും രണ്ടാമത്തേല് H+ ചേർക്കാം, അല്ലെങ്കിൽ ഒന്നാമത്തേതില് H+ രണ്ടാമത്തേല് Br മൈനസും ചേർക്കാം. അപ്പൊ രണ്ട് പ്രോഡക്റ്റ് കിട്ടി നമുക്ക്, 1 bromo propane and 2 bromo propane. ആൻഡ് ഇതിൽ ആരാണ് മേജർ പ്രോഡക്റ്റ്? ചോദ്യം അതുകൊണ്ടായിരുന്നു. ഏതാണ് ഇതിലെ മേജർ പ്രോഡക്റ്റ്? മക്കളെ, ഇവിടെ മേജർ പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂളിന്റെ പേരാണ് മാർക്കോണിക്കോവ്സ് റൂൾ. എഴുതിക്കോളൂ, വെരി വെരി ഇമ്പോർട്ടന്റ്. മാർക്കോണിക്കോവ്സ് റൂൾ എഴുതി വെച്ചേ. എഴുതിയ മക്കളെ, എന്താ മാർക്കോണിക്കോവ്സ് റൂൾ? മാർക്കോണിക്കോവ്സ് റൂൾ പറയുന്നു when an unsymmetrical alkene and unsymmetrical alkene എന്ന് പറഞ്ഞാല് ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ഇരുവശങ്ങളും ഒരുപോലെ അല്ല. ഈ കാർബണിന്റെ ഉള്ളിൽ 2 ഹൈഡ്രജനാ, എന്നാൽ ഈ കാർബണിന്റെ ഉള്ളിൽ 1 ഹൈഡ്രജനും 1 മീഥൈലും ആണ്. സോ ദാറ്റ് ഈസ് an unsymmetrical alkene. when an unsymmetrical alkene, അതുപോലെ അൺസിമെട്രിക്കൽ റിയേജന്റ്, ഇവർ തമ്മിൽ അഡീഷൻ നടക്കുമ്പോൾ എന്താ നമ്മുടെ പോയിന്റ്? when an unsymmetrical reagent adds across an unsymmetrical alkene, the negative part of the reagent joins with carbon containing lesser number of hydrogen atoms. പറയുന്നില്ല എന്താ മാർക്കോണിക്കോസ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് മക്കളെ എഴുതിക്കോളൂ. when an unsymmetrical reagent adds across an unsymmetrical alkene, negative part of the reagent joins with carbon containing lesser number of hydrogen atoms. ഈ ലോ സ്റ്റേറ്റ് ചെയ്യാൻ തന്നെ ചോദിക്കും, പഠിക്കാതിരിക്കല്ലേ. വുഡ്സ് റിയാക്ഷൻ, ഡീകാർബോക്സിലേഷൻ യൂസിങ് സോഡ ലൈം. അടുത്തത് പറഞ്ഞത് കൺഫോർമേഷൻസ് ഓഫ് ഈഥെയ്ൻ, എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്, ന്യൂമാൻ പ്രൊജക്ഷൻ ആൻഡ് സോഹോസ് പ്രൊജക്ഷൻ. ക്ലിയറാ? അടുത്തത് പ്രൊപ്പീനിലേക്ക് HBr ചേർക്കുവാണ്. രണ്ട് പോസിബിൾ പ്രോഡക്ട്സ് 2 bromo propane and 1 bromo propane. ഇവിടെ മേജർ പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ട റൂള് മാർക്കോണിക്കോവ്സ് റൂൾ. എന്താ മാർക്കോണിക്കോവ്സ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്? പറയൂ. when an unsymmetrical reagent adds across an unsymmetrical alkene, negative part of the reagent joins with carbon containing lesser number of hydrogen atoms. റെഡിയാ? അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇതവിടെ ശ്രദ്ധിക്കണേ. HBr ചേർക്കുമ്പോൾ നെഗറ്റീവ് പാർട്ട്, ഏതായാലും നെഗറ്റീവ് പാർട്ട് Br മൈനസ് ആണ് നെഗറ്റീവ് പാർട്ട്. അത് എവിടെ ജോയിൻ ചെയ്യണം? കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റം. നോക്ക്,
ഈ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണിൽ 1 ഹൈഡ്രജനേ ഉള്ളൂ. സോ ഡബിൾ ബോണ്ടഡ് കാർബൺ 2 ഉണ്ടല്ലോ, അതിലേതിലാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടേക്ക് നെഗറ്റീവ് പാർട്ട് ജോയിൻ ചെയ്തോളൂ. ഇതിന്റെ പേരാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ആൻഡ് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ്സ് റൂൾ ആരാണ് മേജർ പ്രോഡക്റ്റ്? 2 ബ്രോമോ പ്രൊപ്പെയിൻ ആണ്. ഇത് മേജറും 1 ബ്രോമോ പ്രൊപ്പെയിൻ മൈനറുമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മോനെ? റെഡ് വാക്കറെ റെഡിയാണോടാ? റെഡിയാണോ? യെസ്. 2 ബ്രോമോ പ്രൊപ്പെയിൻ ആൻഡ് 1 ബ്രോമോ പ്രൊപ്പെയിൻ. ക്ലിയർ അല്ലേ? സോ പ്രൊപ്പീനിലേക്ക് HBr ചേർത്തു. മാർക്കോണിക്കോവ്സ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് മക്കൾ എഴുതിയേ പഠിച്ചിട്ട് പോയാൽ മതി എന്നിട്ടോ. എന്താ സ്റ്റേറ്റ്മെന്റ്? when an unsymmetrical reagent adds across an unsymmetrical alkene, negative part of the reagent joins with carbon containing lesser number of hydrogen atoms. റെഡിയാണോ? ഓക്കെ റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തതിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ കാര്യം ഇവിടെ മക്കളെ ശ്രദ്ധിച്ചോ. HBr അഡീഷൻ നമ്മൾ പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേ പ്രൊപ്പീനിലേക്ക്, അതും കൂടെ പഠിച്ചേക്ക്, പ്രൊപ്പീനിലേക്ക് CH3CH ഡബിൾ ബോണ്ട് CH2 ഇതിലേക്ക് നമ്മൾ HBr ചേർക്കാൻ പോവുകയാണ്. ആരോന്റെ മുകളിൽ പെറോക്സൈഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, മക്കളെ ചിലപ്പം ചോദ്യ പേപ്പറിൽ പെറോക്സൈഡിന് പകരം നിങ്ങൾക്ക് പെറോക്സൈഡിന്റെ ഫോർമുല തന്നെ എഴുതിയിട്ടുണ്ടാവും. C6H5CO twice O2 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഞെട്ടരുത്. അതിന്റെ പേര് ബെൻസോയിൽ പെറോക്സൈഡ്. എന്താ പേര്? പറയുന്നില്ല. എന്താ പേര്? ബെൻസോയിൽ പെറോക്സൈഡ് എന്ന പേരല്ലേ? അപ്പൊ പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് HBr ചേർക്കുന്നതെങ്കിൽ ആരോന്റെ മുകളിൽ പെറോക്സൈഡ് കണ്ടാൽ നിങ്ങൾ HBr അഡീഷൻ മാർക്കോണിക്കോവ്സ് റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പാർട്ട് എവിടെ ജോയിൻ ചെയ്യണം? ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിൽ ജോയിൻ ചെയ്യണം. ദാറ്റ് വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. കാരണം മെക്കാനിസം മാറുന്നതുകൊണ്ടാണ്. അതിനെ പെറോക്സൈഡ് എഫക്ട് അല്ലെങ്കിൽ കെരാഷ് എഫക്ട് എന്ന് പറയും. എന്ത്? പെറോക്സൈഡ് എഫക്ട് ഓർ കെരാഷ് എഫക്ട്. നന്ദന ഈ നോട്ടെല്ലാം കിട്ടും, പേടിക്കേണ്ട. സ്ലൈഡ് എല്ലാം കിട്ടും. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ബെൻസോയിൽ പെറോക്സൈഡിന്റെ പ്രസൻസിൽ പെറോക്സൈഡ് എന്ന ഏറോന്റെ മുകളിൽ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ HBr ആഡ് ചെയ്യേണ്ടത് മാർക്കോണിക്കോവ്സ് റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പൊ ആരാ മേജർ പ്രോഡക്റ്റ്? ആരായിരിക്കും മേജർ പ്രോഡക്റ്റ്? CH3CH2CH2Br 1 ബ്രോമോ പ്രൊപ്പെയിൻ. അടുത്ത പ്രോഡക്റ്റ് ഏതാ? CH3CH2 2 ബ്രോമോ പ്രൊപ്പെയിൻ. നേരത്തെ ഇതായിരുന്നു മേജർ പ്രോഡക്റ്റ്, എന്നാൽ ഇപ്പൊ ഇതാണ് മേജർ പ്രോഡക്റ്റ്. 1 ബ്രോമോ പ്രൊപ്പെയിൻ ആണ് മേജർ, മറ്റേ ആള് മൈനർ പ്രോഡക്റ്റ്. ക്ലിയർ ആണോ ഹരിപ്രസാദ് മോനെ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മേജർ പ്രോഡക്റ്റ് ആൻഡ് മൈനർ പ്രോഡക്റ്റ്. നോട്ട് ചെയ്തല്ലോ. അപ്പൊ HBr അഡീഷൻ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ആണെങ്കിൽ against Markovnikov's rule, that is called a peroxide effect or Karash effect. Peroxide effect എന്ന് അതിനെ പറയാം. ഓക്കെ ആണോ? റെഡി. യെസ്. അടുത്ത ചോദ്യം മക്കളെ ശ്രദ്ധിച്ചോളൂ. which of the following compound does not show cis trans isomerism? മക്കളെ ഈ സിസ് ട്രാൻസ് ഐസോമറിസം കാണാനുള്ള സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കാനുള്ള കണ്ടീഷൻ മക്കളെ നിങ്ങൾ പഠിച്ചോ. ഡബിൾ ബോണ്ടഡ് കാർബൺ ഉണ്ടാവുമല്ലോ. കാർബണിന്റെ വാലൻസി എത്രയാ? കാർബണിന്റെ വാലൻസി 4. അപ്പൊ ഡബിൾ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാർബണിന്റെ മുകളിൽ 2 ബോണ്ടുകളുടെ ബാക്കിയുണ്ടല്ലോ. ആ ബോണ്ടില് അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പുകൾ എന്താവണം പറഞ്ഞേ? ഡിഫറെന്റ് ആവണം. ശ്രദ്ധിക്ക, ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന 2 ഗ്രൂപ്പുകൾ, അതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന 2 ഗ്രൂപ്പുകൾ, അത് രണ്ടും സെയിം ആവാൻ പാടില്ല. ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കണം. അതുപോലെ ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കണം. ഒന്നുകൂടി ശ്രദ്ധിച്ച മക്കളെ. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. സെയിം ആണെങ്കിൽ there is no cis trans isomerism or geometrical isomerism. ഒന്നുകൂടെ, ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെ ഈ കാർബണിന്റെ മുകളിൽ 2 ബോണ്ടുകൾ ബാക്കിയുണ്ടല്ലോ, 2 അറ്റാച്ച്മെന്റ്സ് ഉണ്ടല്ലോ. ഇത് രണ്ടും സെയിം ആയാൽ നോ ജോമെട്രിക്കൽ ഐസോമറിസം. അതുപോലെ ഇത് രണ്ടും സെയിം ആയാലും നോ ജോമെട്രിക്കൽ ഐസോമറിസം. സോ ആറ്റംസ് ഓർ ഗ്രൂപ്സ് അറ്റാച്ച്ഡ് ഓൺ ഈച്ച് ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം ഷുഡ് ബി ഡിഫറെന്റ്. ആറ്റംസ് ഓർ ഗ്രൂപ്സ്
attached on each doubly bonded carbon atom should be different. Ready ആണോ? യെസ്. എന്താ ഇതിന്റെ അർത്ഥം? ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ആരൊക്കെയുള്ള? ഒന്ന് എച്ച് ഒന്ന് സി എല്ലും. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒന്ന് എച്ച് ഒന്ന് സി എല്ലും. അപ്പൊ ഈ കാർബണിന്റെ ഉള്ള ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണ്, ഈ കാർബണിന്റെ ഉള്ള ഗ്രൂപ്പുകളും ഡിഫറെന്റ് ആണ്. സോ ഇറ്റ് ഷോസ് ജോമെട്രിക്കൽ ഐസോമറിസം. റെഡിയാ? അങ്ങനെയാണെങ്കിൽ ആൻസർ അതല്ല, കാണിക്കാത്തത് എന്നാ ചോദിച്ചത്. യെസ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയോ. രണ്ടാമത്തെ ഓപ്ഷനിൽ ഇതാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ, അതിന്റെ മുകളിൽ ഒന്ന് ഹൈഡ്രജനും ഒന്ന് മീഥൈലും ആണ്, ഡിഫറെന്റ്. അതുപോലെ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒന്ന് ഹൈഡ്രജൻ ഒന്ന് മീഥൈലും ആണ്, ദേ ആർ ഡിഫറെന്റ്. സോ അയാളും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. റെഡി? എന്നാൽ അടുത്ത നോക്കണം മക്കളെ. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബൺ, ഇതാണ് കാർബൺ. ഈ കാർബണിൽ ഒന്ന് മീഥൈലും ഒന്ന് ക്ലോറോ ഗ്രൂപ്പും ആണ്, ഡിഫറെന്റ്. ഇവിടെയും ഒന്ന് ക്ലോറോ ഗ്രൂപ്പും ഒന്ന് മീഥൈലും ആണ്, ഡിഫറെന്റ്. റെഡി? അപ്പൊ അയാളും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. അപ്പൊ കാണിക്കാത്തത് ഇതാണ്, ഡി ആണ്. കാരണം അവിടെ ഡബിൾ ബോണ്ടഡ് കാർബണിൽ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വന്നു, ഡബിൾ ബോണ്ടഡ് കാർബണിൽ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വന്നു. സോ ദാറ്റ് ഡസ് നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. റെഡിയാ മക്കളെ? നാളെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, ഡ്രോ ദ സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടിറ്റൂയിൻ. എഴുതിയേ, സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടിറ്റൂയിൻ. ഇത് പഠിച്ചോളൂ, വെരി പ്രോബബിൾ ക്വസ്റ്റ്യൻ. സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടിറ്റൂയിൻ. ഡ്രോ സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടിറ്റൂയിൻ. വെരി ഇമ്പോർട്ടന്റ്. റെഡി? ഒന്നുമില്ല, വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. ബ്യൂട്ടിറ്റൂയിൻ എന്ന് ആരാ? ബ്യൂട്ടിറ്റൂയിൻ എന്ന് പറഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഈ ബ്യൂട്ടിറ്റൂയിന്റെ രണ്ട് ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ്സ് വരയ്ക്കാൻ പോവാ. ഒന്ന് സിസ്, അടുത്തത് ട്രാൻസ്. നോക്കിക്കോളൂ, അവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ വരയ്ക്കുന്നു. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ആരൊക്കെയുള്ള? ഹൈഡ്രജനും മീഥൈലും വരയ്ക്കുന്നു. ഇതാ ഹൈഡ്രജൻ, ഇതാ മീഥൈൽ, ഇതാ. അതുപോലെ അടുത്ത കാർബണിന്റെ മുകളിലും ഹൈഡ്രജനും മീഥൈലും ഉണ്ടല്ലോ. അപ്പൊ ഇതാ ഒരു മീഥൈൽ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത മീഥൈലും ഇപ്പുറത്ത് ഹൈഡ്രജനും വരച്ചു. ഇതിന്റെ പേരാണ് ട്രാൻസ് ബ്യൂട്ടിറ്റൂയിൻ. എന്താ പേര് പറയുന്നില്ല. ട്രാൻസ് ബ്യൂട്ടിറ്റൂയിൻ. വരച്ചു വെച്ച പെട്ടെന്ന്. എന്നാ അതിന്റെ സിസ് വരയ്ക്കും. ഇതിന്റെ സിസ് ഐസോമർ എങ്ങനെയാ? ഐഡന്റിക്കൽ ഗ്രൂപ്പ്, ഡബിൾ ബോണ്ടിന്റെ സെയിം സൈഡിൽ വരട്ടെ. ഐഡന്റിക്കൽ ഗ്രൂപ്പ് ഇതാ, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ H, ഇവിടെ H. ദിസ് ഈസ് സിസ് ബ്യൂട്ടിറ്റൂയിൻ. എന്താണ്? സിസ് ബ്യൂട്ടിറ്റൂയിൻ. ഇത് രണ്ടു മക്കൾ വരച്ചു വെച്ചേ. സിസ് ബ്യൂട്ടിറ്റൂയിൻ ആൻഡ് ട്രാൻസ് ബ്യൂട്ടിറ്റൂയിൻ. ഓക്കെ ആണോ? റെഡിയല്ലേ? സിസ് ബ്യൂട്ടിറ്റൂയിൻ ആൻഡ് ട്രാൻസ് ബ്യൂട്ടിറ്റൂയിൻ. ഓക്കെ ആണ്? സിസ് ബ്യൂട്ടിറ്റൂയിൻ ആൻഡ് ട്രാൻസ് ബ്യൂട്ടിറ്റൂയിൻ. ഓക്കെ ആണല്ലോ? റെഡിയല്ലേ? യെസ്. ഓക്കെ മക്കളെ, അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ. വിച്ച് ഗ്യാസസ് ഫോംഡ് വെൻ വാട്ടർ ഇസ് ആഡഡ് ടു കാൽഷ്യം കാർബൈഡ്. കാൽഷ്യം കാർബൈഡിലേക്ക് വാട്ടർ ചേർത്താൽ ഏത് ഗ്യാസ് ആണ് ഉണ്ടാവുക? കാൽഷ്യം കാർബൈഡിലേക്ക് വാട്ടർ ചേർത്താൽ ഏത് ഗ്യാസ് ആണ് ഉണ്ടാവുക? ശ്രദ്ധിച്ചോളേ. യെസ്, കാൽഷ്യം കാർബൈഡിലേക്ക് വാട്ടർ ചേർത്താൽ ഏത് ഗ്യാസാ ഉണ്ടാവുക? വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ. കാൽഷ്യം കാർബൈഡിലേക്ക് വാട്ടർ ചേർത്താൽ വി ഗെറ്റ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് and there is a gaseous product. ഏതാത്? C2H2. ഇതാണ് ഗ്യാസ്. ഇതിന്റെ പേര് ഈഥൈൻ. പറയുന്നില്ല പേരെന്നാ? ഈഥൈൻ ഓർ അസെറ്റിലീൻ. സോ കാൽഷ്യം കാർബൈഡ് വാട്ടറിലേക്ക് ചേർത്താൽ, കാൽഷ്യം കാർബൈഡ് ഹൈഡ്രോളൈസ് ചെയ്താൽ ദ പ്രോഡക്ട്സ് ആർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഈഥൈൻ. ഏതാ ഗ്യാസ് ഉണ്ടാവുന്നത്? ഈഥൈൻ. അവിടെ ഒരു റിയാക്ഷൻ കൂടെ മക്കൾ കണക്ട് ചെയ്ത് വെച്ചോളൂ. ദാ ഈഥൈൻ എന്ന് പറഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് ഈഥൈൻ. മക്കളെ, ഈ ഈഥൈൻ ഗ്യാസിനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്താൽ, റെഡ് ഹോട്ട് അയൺ ട്യൂബ് വിൽ ഗെറ്റ് ബെൻസീൻ C6H6. അതിന്റെ ട്രൈമറൈസേഷൻ ഒന്നും കാണിക്കുന്നില്ല, ഡയറക്റ്റ് പ്രോഡക്റ്റ് എഴുതിയാൽ മതി മക്കള്. ഇത് പഠിച്ചു വെച്ചോളൂ. റെഡിയാ? കാൽഷ്യം കാർബൈഡ് ഹൈഡ്രോളൈസ് ചെയ്താൽ കാൽഷ്യം കാർബൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്തപ്പോൾ ഈഥൈൻ കിട്ടി. ആൻഡ് വെൻ ഈഥൈൻ ഗ്യാസ്
ethane gases passed through red hot iron tube. The product formed is benzene, C6H6 benzene. Okay ആണോ? റെഡി അല്ലേ? യെസ്. അടുത്ത മക്കളെ സ്റ്റേറ്റ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. എന്താ ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി? എഴുതി വെച്ചോ. എന്താ ഹക്കൽസ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്? എന്റെ കൂടെ എഴുതിയേ. എ സൈക്ലിക് പ്ലനാർ conjugated system will be aromatic if it contains എത്ര 4n+2 delocalized pi electrons. 4n+2 delocalized pi electrons. തളരല്ലേ? സ്റ്റേറ്റ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി എഴുതി വെച്ച് വെറുതെ എഴുതി വെച്ച്. എന്താ ഹക്കൽസ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്? എന്റെ കൂടെ പറഞ്ഞ മക്കളെ. എ സൈക്ലിക് പ്ലനാർ conjugated system will be aromatic if it contains 4n+2 delocalized pi electrons. സെറ്റ് ആണോ മക്കളെ? ആദ്യം ഇത് എഴുതിയില്ലേ? 4n+2 വാല്യൂസ് ഒന്ന് പറയൂ. ഏതൊക്കെ വാല്യൂസ് ഓഫ് 4n+2? വാല്യൂസ് ഓഫ് 4n+2 എന്നിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 0, 1, 2, 3 എക്സെട്ര. എന്നിന് 0, 1, 2, 3 പോലുള്ള വാല്യൂസ് കൊടുക്കണ്ട. എന്നിന് 0 കൊടുത്തേ. 4n+2 എന്നിന് 0 കൊടുത്തേ. എത്ര കിട്ട വാല്യൂ? 2 എന്ന് കിട്ടൂലേ? എന്നിന് 1 കൊടുത്തേ. 4 × 1+2 6. എന്നിന് 2 കൊടുത്തേ. 4 × 2+2 10. അടുത്തത് 14 and so on. റെഡിയാണ്? These are the values of 4n+2. എന്താ ചെയ്യേണ്ടത് അറിയോ? എപ്പോഴും അരോമാറ്റിക് ആവുക, ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള റൂളാണ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. എന്താ സ്റ്റേറ്റ്മെന്റ്? എ സൈക്ലിക് പ്ലനാർ conjugated system will be aromatic if it contains 4n+2 delocalized pi electron. മക്കളെ അരോമാറ്റിക് ആവണമെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ. അരോമാറ്റിക് ആവണമെങ്കിൽ നമ്മുടെ റിങ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആയിരിക്കണം. റിങ് എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആയിരിക്കണം. അതെന്താ കംപ്ലീറ്റ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ? ഓൾട്ടർനേറ്റ് ഡബിൾ സിംഗിൾ ബോണ്ട്. ബെൻസീൻ കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. വേറൊന്നതാ സൈക്ലോബ്യൂട്ടാഡൈൻ കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. അപ്പൊ സിസ്റ്റം കംപ്ലീറ്റ്ലി റിങ് ആ സൈക്കിൾ അല്ലെങ്കിൽ റിങ് ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ്. അത് മാത്രം പോരാ, കംപ്ലീറ്റ് കോൺജുഗേഷൻ എന്താ കണ്ടീഷൻ പറഞ്ഞേ? ഡബിൾ സിംഗിൾ എന്ന ഓർഡർ. ഓക്കെ. ഇനി അതിലുള്ള ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കണം. എത്ര അതിലെ പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം? ബെൻസീൻ എത്ര പൈ ബോണ്ട് ഉണ്ട്? മക്കളെ ബെൻസീനിൽ 1, 2, 3 പൈ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട്സ് പൈ ബോണ്ട്. 3 പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണോ പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം? ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം 6, which is a value of 4n+2. 6 എന്ന് പറയുന്നത് 4n+2 വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് അരോമാറ്റിക്. അടുത്തത് നോക്ക്. സൈക്ലോബ്യൂട്ടാഡൈൻ ഇസ് ഇറ്റ് അരോമാറ്റിക്? നോക്കടാ, ഇത് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ് റിങ്. പക്ഷേ 2 4 ഉള്ളൂ. പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം 4 ആണ്. which is not a value of 4n+2. So therefore this is not aromatic. അല്ല. ക്ലിയർ ആണ്? അപ്പൊ അരോമാറ്റിക് ആവണമെങ്കിൽ റിങ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആവണം. കംപ്ലീറ്റ് കോൺജുഗേഷന്റെ ഒരു മാർഗം പറഞ്ഞു, ഡബിൾ സിംഗിൾ ഓർഡർ. അപ്പോഴേ ഇനി ഒരു കാര്യം ഇവിടെ മക്കളെ, അപ്പൊ ഈ റിങ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണോ? നോക്കി നോക്കുക. ഡബിൾ സിംഗിൾ പക്ഷെ 2 സിംഗിൾ അടുത്തു വന്നു മക്കളെ. അപ്പൊ 2 സിംഗിൾ അടുത്തു വന്നാൽ കോൺജുഗേഷൻ കട്ടാവും. 2 സിംഗിൾ അടുത്തു വന്നാൽ കോൺജുഗേഷൻ കട്ടാവും. അപ്പൊ ഇത് കോൺജുഗേറ്റഡ് അല്ല. എന്തല്ല? കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് അല്ല. അതുകൊണ്ട് ഇത് അരോമാറ്റിക്കുമല്ല. ഇനി മക്കളെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോ. എന്നാൽ 2 സിംഗിൾ അടുത്തു വരുമ്പോൾ
കോൺജുഗേഷൻ കട്ടാവാതിരിക്കും. എപ്പോഴാണെന്നറിയോ? ആ രണ്ട് സിംഗിൾ കണക്ട് ചെയ്യുന്ന ആറ്റം ഉണ്ടല്ലോ, ഇവിടെ കാർബൺ ആറ്റം, അതിന്റെ മുകളിൽ പ്ലസ് ചാർജോ അല്ലെങ്കിൽ മൈനസ് ചാർജോ ലോൺ പെയറോ അല്ലെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോണോ ഒക്കെ ഉണ്ടെങ്കിൽ കോൺജുഗേഷൻ നിലനിൽക്കും, റെസൊണൻസ് വർക്കാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, രണ്ട് സിംഗിൾ അടുത്തു വന്നാൽ കോൺജുഗേഷൻ കട്ടാവാതിരിക്കണമെങ്കിൽ ആ രണ്ട് സിംഗിൾ അടുത്തു വരുന്ന കോർണറിൽ പ്ലസ്സോ മൈനസോ ലോൺ പെയറോ റാഡിക്കളോ ഉണ്ടായാൽ ഓക്കെയാണ്. പ്ലസ്സോ മൈനസോ ലോൺ പെയറോ റാഡിക്കളോ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. റെഡിയാണ്? മനസ്സിലായില്ല? അതായത് ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ റാഫീജ് ശ്രദ്ധിക്കുക. റാഫി സാറ് വരാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്. അഞ്ജിത മിസ് വരുന്നുണ്ട്. റെഡിയാണ്? ഓക്കെ ആണ്? എടാ മക്കളെ, ഇപ്പൊ ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് അല്ല. എന്നാൽ ഇവിടെ ഒരു പ്ലസ് കൊടുത്താലോ, ഇതിന്റെ മുകളിൽ ഒരു പ്ലസ് ഉണ്ടെങ്കിൽ ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ്. റെഡിയല്ലേ സാറേ? കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. ഇത് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. എത്ര ഇപ്പൊ നമ്പർ ഓഫ് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് നോക്കടാ. രണ്ട് സിംഗിൾ അടുത്തു വന്നു, പക്ഷെ ഇടയിൽ ഒരു പ്ലസ് ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. എത്രയാ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം? പറയുന്നില്ല. രണ്ടും 4, വിച്ച് ഇസ് നോട്ട് എ വാല്യൂ ഓഫ് 4n+2. എന്തല്ല? അരോമാറ്റിക് അല്ല. നേരത്തെ എഴുതിയ 4n+2ന്റെ വാല്യൂ അല്ല അത്. 4 എന്ന് പറയുന്നത് 4n+2ന്റെ വാല്യൂ അല്ല. therefore it is not aromatic. ഓക്കെ ആണോ? ഒറ്റൊന്നുകൂടെ മക്കളെ, സൈക്ലോപെന്റ ഡൈഈനൈൽ ആനയോൺ. സൈക്ലോപെന്റ ഡൈഈനൈൽ ആനയോൺ നോക്കിയിട്ട് പറയൂ, അത് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണോ? കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണോ? ഡബിൾ സിംഗിൾ അടുത്തു വന്നു, പക്ഷെ ഇടയിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണ്. എത്ര അതിലെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ്? മക്കളെ, കാർബണിന്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഇലക്ട്രോൺ പെയർ കാർബണിന്റെ മുകളിൽ ഉണ്ടെന്നാണ്. അതും കൂടെ റെസൊണൻസിൽ ഇൻവോൾവ് ആവുന്നു. മക്കളാവുന്നു കരുതി പേടിക്കണ്ട. അതായത് നെഗറ്റീവ് കാർബൺ ഡോൾ വന്നാൽ നിങ്ങൾ ആ രണ്ട് ഇലക്ട്രോണിനെ കൂടെ പൈ ഇലക്ട്രോൺ ആയിട്ട് കൗണ്ട് ചെയ്യണം. അപ്പൊ എത്ര പൈ ഇലക്ട്രോണിന്റെ എണ്ണം? 2, 4, 6. 2, 4, 6. എന്നാൽ നേരത്തെ പ്ലസ് ആണെങ്കിൽ വാക്കന്റ് ഓർബിറ്റലിന് അർത്ഥം. അപ്പൊ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എത്രയാ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം? 6 ആണ്, വിച്ച് ഈസ് എ വാല്യൂ ഓഫ് 4n+2. therefore aromatic. അപ്പൊ എന്താ മക്കളെ? ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എ cyclic planar conjugated system will be aromatic if it contains 4n+2 delocalized pi electrons. Clear ആണോ? ഓക്കെ, കോൺജുഗേഷൻ ചെക്ക് ചെയ്താൽ മതി. സൈക്കിൾ കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആണോ നോക്കുക, എന്നിട്ട് പൈ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക. അത് ഈ 4n+2ന്റെ വാല്യൂ ആയിട്ട് കിട്ടിയാൽ, ഈ വാല്യൂസ് ആയിട്ട് കിട്ടിയാൽ അരോമാറ്റിക് ആണെന്ന് എഴുതിക്കോളുക. 2, 6, 10 ഒക്കെ ഓക്കെ അല്ലേ മോനെ ഹരിദേവ്? റെഡി? യെസ്. അതാ അവസാനിക്കാണ്. റെഡിയാണ്? ഇത് അരോമാറ്റിക് ആണോ? സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ, ഇസ് ഇറ്റ് അരോമാറ്റിക്? സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ, ഈസ് ഇറ്റ് അരോമാറ്റിക്? അരോമാറ്റിക് ആണോ? നോക്കൂ, ആദ്യം റിങ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ്, ഡബിൾ സിംഗിൾ, പക്ഷെ രണ്ട് സിംഗിൾ അടുത്തു വന്നു, അതിനിടയിൽ ഒരു പ്ലസ് വന്നതുകൊണ്ട് കോൺജുഗേഷൻ കട്ടായിട്ടില്ല. റിങ് ഇസ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ്. എത്ര അതിലെ പൈ ഇലക്ട്രോണിന്റെ എണ്ണം? 2. പ്ലസ് എന്ന് പറഞ്ഞാൽ കൂട്ടേണ്ട കാര്യമില്ല, വെറും 2. ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്, വിച്ച് ഈസ് എ വാല്യൂ ഓഫ് 4n+2. അത് 4n+2ന്റെ വാല്യൂ ആണ്. therefore it is aromatic. ക്ലിയർ ആണ്? അപ്പൊ അതാണ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. അതിന്റെ ചോദ്യത സൈക്ലോ ഹെപ്റ്റ ഡൈഈനൈൽ ആനയോണസ് അരോമാറ്റിക് വൈ? പ്രീവിയസ് ക്വസ്റ്റ്യൻ സൈക്ലോ ഹെപ്റ്റ ഡൈഈനൈൽ ആനയോണസ് അരോമാറ്റിക് വൈ? നിങ്ങൾ പറയണം ദ റിംഗ് ഈസ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ്, ഡബിൾ സിംഗിൾ, ബട്ട് രണ്ട് സിംഗിൾ അടുത്തു വന്നപ്പോഴും ഇടയിൽ ഒരു മൈനസ് ചാർജ് ഉണ്ട്. സോ ദ റിംഗ് ഈസ് കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ്. എത്രയാ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം? മക്കൾ പറ. 2, 4. ദ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോൺ പെയർ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടണം. എത്രയായി? 2. നോക്കണം മക്കളെ, എത്ര? ഏത്? ഈ ഒരു 2 കൂട്ടണം. 2,
4 6 എത്ര പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്, which is a value of 4n plus 2. Therefore it is aromatic. So it obeys Huckel's rule of aromaticity. It obeys Huckel's rule of aromaticity. And the Huckel's rule, all star mone, what is and the Huckel's rule? The nirthi, a cyclic planar conjugated system will be aromatic if it contains 4n plus 2 delocalized pi electrons. അടുത്ത ചോദ്യം, ethine is acidic in nature, explain. Ethine is acidic in nature, explain. എന്തുകൊണ്ടാണ് ഈത്തൈൻ അസിഡിക് ക്യാരക്ടർ വന്നത്? ഈത്തൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ്. ആ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിലാണ് ഹൈഡ്രജൻ ആറ്റങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറയേണ്ട കാര്യം, ട്രിപ്പിളി ബോണ്ടഡ് കാർബൺ ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി sp ആണ്. സോറി, ഹൈബ്രിഡൈസേഷൻ sp ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.25 ആണ്. അപ്പൊ വളരെയധികം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട് ട്രിപ്പിൾ ബോണ്ടഡ് കാർബണില്. അപ്പൊ എന്താ സംഭവിക്കുക? ആ ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ഈ ബോണ്ടിലെ ഇലക്ട്രോണിനെ അവന്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കും. അപ്പൊ ഹൈഡ്രജന് പോസിറ്റീവ് ക്യാരക്ടർ വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് അസിഡിക്. അപ്പൊ റീസൺ പറയേണ്ട, അസിഡിക് നാച്ചർ ഓഫ് ഈത്തൈന് കാരണം hydrogen attached on triply bonded carbon atom. The hydrogen attached on triply bonded carbon atom has positive polarity due to greater electronegativity. Due to its greater electronegativity. Ready? Sadhikana, hydrogen attached on sp carbon or triply bonded carbon. sp carbon or triply bonded carbon has positive polarity. Positive polarity means acidic nature. എന്തുകൊണ്ടാ പോസിറ്റീവ് പോളാരിറ്റി ഉള്ളത്? ഡ്യൂ ടു ഇറ്റ്സ് ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി. റെഡി അല്ലേ? ഡ്യൂ ടു ഇറ്റ്സ് ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി. എഴുതി വെച്ചോളൂലേ, ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി. ക്ലിയർ അല്ലേ? എടാ റെഡിയാണോ? ഡ്യൂ ടു ഇറ്റ്സ് ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി. ആ ഒരു പോയിന്റ് എഴുതി വെച്ചാൽ മതി. sp ഹൈബ്രിഡൈസ്ഡ് കാർബണില് മോർ s ക്യാരക്ടർ ഉണ്ട്. സോ ഇറ്റ് ഹാസ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി. ആൻഡ് ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് അതിന് അസിഡിക് ക്യാരക്ടർ ഉണ്ടാവാനുള്ള കാരണം. സോ ടെർമിനൽ ആൽക്കൈൻസ് ആർ അസിഡിക് ഇൻ നാച്ചർ. റെഡിയാ? ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് അരോമാറ്റിക് ആവുമെന്ന് പറയൂ. അരോമാറ്റിക് ഓർ നോട്ട് എന്ന ചോദ്യം. ഡബിൾ സിംഗിൾ രണ്ട് സിംഗിൾ അടുത്ത് വന്നു. കോൺജുഗേഷൻ കട്ടാവേണ്ടതാണ്, പക്ഷേ ഇടയിൽ ഒരു പ്ലസ് ഉണ്ട്, അതുകൊണ്ട് കട്ടാവില്ല. എത്ര ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ? 2 4 6. ഇതിൽ പ്ലസ് ആകുമ്പോൾ കൂട്ടേണ്ട കാര്യമില്ല. അപ്പൊ 2 4 6 which is a value of 4n plus 2. So it is aromatic. It obeys Huckel's rule of aromaticity. റെഡി അല്ലേ? അപ്പൊ ഇത്രയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അടുത്ത ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ജിത മിസ് വരുന്നുണ്ട്. മക്കളെ, ലിൻലാസ് കാറ്റലിസ്റ്റ് എന്ന ടേം പഠിച്ചു നോക്കണേ. ലിൻലാസ് കാറ്റലിസ്റ്റ് എന്താ? ലിൻലാസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പാലഡൈസ്ഡ് ചാർക്കോൾ. 1 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ലിൻലാസ് കാറ്റലിസ്റ്റ്, പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പാലഡൈസ്ഡ് ചാർക്കോൾ വിച്ച് ക്യാൻ സ്റ്റോപ്പ് ദ റിഡക്ഷൻ ഓഫ് ആൽക്കൈൻ അറ്റ് ആൽക്കീൻ സ്റ്റേജ്. റെഡിയാ? സിസ് ആൽക്കീൻ കിട്ടുകയും ചെയ്യും. ശരിയല്ലേ? ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അതങ്ങോട്ട് സെറ്റാക്കി പഠിക്കാം. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അഞ്ജിത മിസ് വരുന്നുണ്ട്. ഓക്കെ. മിസ്സേ, അപ്പൊ മക്കളെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ ആണ്. തെർമോഡൈനാമിക്സ് ആണ്. ഹൈഡ്രോകാർബൺ ഓർമ്മ. അപ്പൊ നോക്കുക, തെർമോഡൈനാമിക്സിൽ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ കുറേ പ്രോബ്ലംസ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ കൂടി ഇന്ന് നമ്മൾ പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യും. മക്കളെ, പെൻസിലും കൊണ്ട് പോലെ ആശിം സാർ ആ പെൻ അപ്പൊ നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം. മക്കളെ, തെർമോഡൈനാമിക്സ് ഒന്ന് എടുത്തോട്ടെ. തെർമോഡൈനാമിക്സിന് ശേഷം എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക.
നിങ്ങൾ വെയിറ്റ് ചെയ്യുക മക്കളെ, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ തെർമോഡൈനാമിക്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മക്കളെ, ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം എത്ര വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇത്രയേറെ വർഷങ്ങളിൽ 7-8 വർഷങ്ങളിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പൊ നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. യെസ്, എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്ന മക്കളൊക്കെ ഒന്ന് പറഞ്ഞേ, ഓൾ സ്റ്റാർ, ഹരിദേവ്, then കിച്ചു, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും? യെസ്, ജിതിൻ മോനെ പറയൂ, എന്താണ് എക്സ്റ്റെൻസീവ്? ആ പേരിൽ തന്നെ ഉണ്ട് എന്ന് മിസ് പഠിപ്പിച്ചിരുന്നു അല്ലേ? അവരുടെ പേര് കേട്ടാൽ തന്നെ എക്സ്റ്റെൻസീവ് എന്താണ് ഇൻറ്റൻസീവ് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്തിനെ ആശ്രയിക്കുന്നില്ല, എന്തിനെയാണ് ആശ്രയിക്കാത്തത്? മാസിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിന്റെ അളവിനെ ആശ്രയിക്കാത്ത, ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. മക്കളെ എക്സാമ്പിൾസ്. യെസ്, ജിതിൻ കറക്റ്റ് ആണ്, ഐഷക്കുട്ടി കറക്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയാമോ മക്കളെ? ഞാനൊരു ബീക്കറിൽ ഒരു 1 ലിറ്റർ വാട്ടർ എടുത്തു, വെള്ളം എടുത്തു. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് മക്കൾ കരുതുക. ഞാൻ മിസ് ഈ സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്യാണ്, മുറിച്ച് 2 മാറ്റുകയാണ്. അതായത് ഒരു 1/2 ലിറ്റർ വാട്ടർ ഓരോരു ബക്കറ്റിലും 1/2 ലിറ്റർ വാട്ടർ ഓരോരു പാത്രത്തിലും ഞാൻ എടുത്തു. ഓക്കെ, ഈ 80 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചർ മാറുമോ? എൻ്റെ മക്കൾ കമന്റ് ചെയ്തേ. യെസ്, ഐഷക്കുട്ടി മാറുമോ? ഇല്ല. ഈ 1/2 ലിറ്ററിന്റെ ടെമ്പറേച്ചറും 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 1/2 ലിറ്ററിന്റെ ടെമ്പറേച്ചറും 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ സിസ്റ്റത്തെ നമ്മൾ ഡിവൈഡ് ചെയ്താലും മുറിച്ചാലും എന്ത് മാറില്ല? ഈ ക്വാണ്ടിറ്റി, അളവ് മാറില്ല. അങ്ങനെയുള്ളതാണ് എന്ത്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. യെസ്, അങ്ങനെയുള്ളതാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെയാ? യെസ്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. മാറ്ററിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഓക്കെയാ? സെറ്റാ? യെസ്. അപ്പോൾ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻതാൽപ്പി, ഹീറ്റ് കപ്പാസിറ്റി, ഇന്റേണൽ എനർജി, ഇതിൽ ഏതൊക്കെയായിരിക്കും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? മക്കൾ മാസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആസിഫ്, മാസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു ബക്കറ്റിൽ ഒരു ചെറിയ കപ്പിൽ അരി എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരു ബക്കറ്റ് നിറച്ച് അരി എടുക്കുകയാണ്. രണ്ടിന്റെ മാസ് സെയിം ആയിരിക്കും? അല്ല. ഒന്ന് 100 ഗ്രാം ആയിരിക്കാം അല്ലേ മക്കളെ? ആൻഡ് ഒന്നെന്ന് പറയുന്നത് 2 കിലോ ആയിരിക്കാം. സോ ആ സിസ്റ്റം ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരും. അങ്ങനെയുള്ളതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പം എൻതാൽപ്പി എന്ന് പറയുന്നത് ഇന്റൻസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ? എൻ്റെ കുഞ്ഞുങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. യെസ്, ഓൾ സ്റ്റാർ, എൻതാൽപ്പി എന്ന് പറയുന്നത് ഇന്റൻസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ? എൻതാൽപ്പി ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. മോളാർ വോളിയം ഇന്റൻസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ? കുഞ്ഞുങ്ങളെ, മോളാർ വോളിയം എന്താണ് മക്കളെ? വോളിയം എന്ന് പറഞ്ഞാൽ അത് എക്സ്റ്റെൻസീവ് ആണ്. പക്ഷേ എവിടെ നിങ്ങൾ മോളാർ എന്ന ടേം കണ്ടാലും, മോളാർ വോളിയം, മോളാർ മാസ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, അങ്ങനെ മോളാർ കൂട്ടി എന്ത് കണ്ടാലും എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, അത് ഇന്റൻസീവ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി എന്താ ആസിഫ്? യെസ്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണ്, ഡിപ്പെൻഡ് ചെയ്യും. ഇന്റേണൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് എനർജി, മക്കളെ ഇതൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികളാണ്. ഓർത്തു വെച്ചോളുക. യെസ്, ഓൾ സ്റ്റാർ, മോളാർ ഇന്റൻസീവ് ആണ്. കറക്റ്റ് ആണ് ആസിഫ്, മോളാർ കണ്ടാൽ അത് ഇന്റൻസീവ് ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇന്റൻസീവും എക്സ്റ്റെൻസീവും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് എക്സ്റ്റെൻസീവ്. ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യില്ല, അളവിനെ ഡിപ്പെൻഡ് ചെയ്യില്ല അല്ലേ അമ്മക്കുട്ടി? യെസ്, ആൻഡ് എക്സ്റ്റെൻസീവിന്റെ എല്ലാ എക്സാമ്പിൾസും എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വെക്കണം. കാരണം കുറേ പ്രോപ്പർട്ടീസ് തന്നിട്ട് അതിൽ എക്സ്റ്റെൻസീവ് ഏത് ഇന്റൻസീവ് ഏതെന്ന് മക്കളോട് ചോദിക്കും. അപ്പോൾ മാസ്, വോളിയം, സർഫസ് ഏരിയ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സർഫസ് ഏരിയ എക്സ്റ്റെൻസീവ് ആണ്. ബട്ട് സർഫസ് ടെൻഷൻ, യെസ് മിസ് ഇവിടെ എഴുതിയിട്ടില്ല, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇന്റൻസീവ് ആണ്, മാറിപ്പോവരുതേ. വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണ്, ബട്ട് മോളാർ വോളിയം എന്ന് പറയുന്നത് ഇന്റൻസീവ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവ് ആണ്, ബട്ട് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇന്റൻസീവ് ആണ്. മാസ് എക്സ്റ്റെൻസീവ് ആണ്, മോളാർ മാസ് ഇന്റൻസീവ് ആണ്.
ആണ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഐ എന്നും എച്ച് എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഐ എന്താന്ന് ഉദ്ദേശിച്ചത് ഇന്റേണൽ എനർജി ആണ് ഓൾ സ്റ്റാർ. യെസ്, ദെൻ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നോക്കിയോ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. മിസ് പറയില്ലേ. എൻ്റെ മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എഴുതും അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി? വേഗം കമന്റ് ചെയ്യൂ. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി? യെസ്, ജിതിൻ ഓർഗാനിക്കിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. ഓർഗാനിക് ഹൈഡ്രോകാർബൺ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി നാളെ മോർണിംഗ് കൃത്യം 6 മണിക്ക് ആർട്ടി സാർ നമുക്ക് പഠിപ്പിച്ചു തരും കേട്ടോ ജിതിൻ. നീ പേടിക്കേ വേണ്ട, നാളെ ഓർഗാനിക്കിന്റെ ദിവസമാണ്, നമ്മൾ സെറ്റ് ആക്കും. ആൻഡ് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകൾ ഒന്നാണ് തെർമോഡൈനാമിക്സ്. ശ്രദ്ധിച്ചിരുന്നേ, വളരെ എളുപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാർക്ക് കിട്ടും. ആകെ ചോദിക്കുന്നത് എക്സ്റ്റെൻസീവ്, ഇന്റൻസീവ്, പിന്നെ പാത്ത് ഫംഗ്ഷൻ, സ്റ്റേറ്റ് ഫംഗ്ഷൻ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് മിസ് ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് സെറ്റ് ആക്കി തരും. ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, മാസ് അല്ലേ എന്ന് രഞ്ജിത ചോദിക്കുന്നുണ്ട്. മാസ് ആണോ? മാസ് ആണോ? കറക്റ്റ് ആണ്. മാസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റെൻസീവ് ആണ്. കറക്റ്റ് അല്ലടാ, നീ എന്താ ചോദിച്ചത്? നമ്മൾ ഇന്റൻസീവ് അല്ലേ ചോദിച്ചത്. വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണ്. മക്കളെ ടെമ്പറേച്ചർ ആണ് എന്ത്? ഇന്റൻസീവ്. ടെമ്പറേച്ചർ ആണ് ഇന്റൻസീവ്. 2022 ഒക്ടോബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യെസ്, മക്കളൊക്കെ മാസ് കമന്റ് ചെയ്യുന്നു. എടാ ഇന്റൻസീവ് അല്ലേ ചോദിച്ചത്, ഇൻഡിപെൻഡന്റ് അല്ലേ കുഞ്ഞുങ്ങളെ ചോദിച്ചത്. യെസ്, ഡെഡ് ഷോട്ട് കറക്റ്റ് ആണ്. ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചർ കറക്റ്റ് ആണ്. ആൻഡ് അടുത്ത ചോദ്യം അഗെയിൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. അതിന് എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. ഓരോ എക്സാമ്പിളും പഠിക്കുക. അതുപോലെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രഷർ. മക്കളൊന്ന് പറഞ്ഞേ. അല്ല, പ്രഷർ അല്ല, ഡെൻസിറ്റി. നിങ്ങളൊന്ന് പറഞ്ഞേ. ഡെൻസിറ്റി, സാന്ദ്രത, ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇന്റൻസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ? കമന്റ് ചെയ്തേ മക്കളെ. ശ്രീജക്കുട്ടി, യെസ്, എല്ലാവരും ടെമ്പറേച്ചർ പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. ഡെൻസിറ്റി ആണ് എനിക്ക് അറിയേണ്ടത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ് അല്ലെ. മാസ് ബൈ വോളിയം ആണ്. മാസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണെന്ന് നമുക്കറിയാം. വോളിയം എന്ന് പറയുന്നതും എക്സ്റ്റെൻസീവ് ആണെന്ന് നമുക്കറിയാം. അങ്ങനാണെങ്കിൽ മാസ് ബൈ വോളിയം ചെയ്താൽ കിട്ടുന്ന ഡെൻസിറ്റി എന്താണ്? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കിച്ചു കറക്റ്റ് ആണ്. ഐശ്വര്യ കറക്റ്റ് ആണ്. ഇന്റൻസീവ്. അഭിരാമി, മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയെ വേറൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മക്കൾക്ക് കിട്ടുന്നത് ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. സോ ഇന്റൻസീവ് ആണ് എന്ത്? ഡെൻസിറ്റി. മറക്കരുത്. അതേപോലെ എപ്പോഴും ചോദിക്കുന്നതാണ് പ്രഷർ. പ്രഷർ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണോ ഇന്റൻസീവ് ആണോ എന്ന് ചോദിക്കും. പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ എന്ത് പ്രോപ്പർട്ടിയാണ്? ഇന്റൻസീവ് ആണ്. ഒന്നും തെറ്റിക്കരുത്. പ്രഷർ, അതേപോലെ ഡെൻസിറ്റി, മോളാർ വോളിയം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ എന്താണ്? അതേപോലെ ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ്, ഇതൊക്കെ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എൻ്റെ മക്കൾ തെറ്റിക്കരുത്. യെസ്, അഡോൾഫ്, ജിയ, യെസ്, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്റൻസീവിന്റെ എക്സ്റ്റെൻസീവിന്റെയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ആരൊക്കെയാണ് ഇന്റൻസീവ്, ആരൊക്കെയാണ് എക്സ്റ്റെൻസീവ് എന്ന് വേഗം പറഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇന്റൻസീവ് ആരാണ്, എക്സ്റ്റെൻസീവ് ആരാണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ വേഗം പറഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഹീറ്റ് കപ്പാസിറ്റി, വേഗം പറയൂ. ഹീറ്റ് കപ്പാസിറ്റി. യെസ് കിച്ചു, ഹീറ്റ് കപ്പാസിറ്റി. യെസ്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ജിതിൻ, ഹീറ്റ് കപ്പാസിറ്റി ഏതാണെടാ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇന്റൻസീവ് അല്ല, എക്സ്റ്റെൻസീവ് ആണ്. യെസ്, അപ്പോൾ വെരി ഗുഡ്. ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവ് ആണ്. അടുത്തത് എൻട്രോപ്പി. എൻട്രോപ്പി എന്താ? എൻട്രോപ്പി, യെസ്, എൻട്രോപ്പി എന്ന് പറയുന്നത് അഗെയിൻ എക്സ്റ്റെൻസീവ് ആണ്. സിസ്റ്റം മാറുന്നതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ദെൻ യെസ്, പറയൂ മക്കളെ. യെസ്, ഓൾ സ്റ്റാർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വിസ്കോസിറ്റി, pH, ഇതൊക്കെ ഇന്റൻസീവ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇന്റൻസീവ് ആണ്. സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്താ ജിതിൻ? യെസ്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇന്റൻസീവ് ആണ് അല്ലേ മോനെ? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇന്റൻസീവ് ആണ്. പക്ഷെ എൻ്റെ മക്കൾ തെറ്റിക്കരുത്. സർഫസ് ഏരിയ ആണെങ്കിൽ അത് എക്സ്റ്റെൻസീവ് ആണ്. സർഫസ് ഏരിയ ആണെങ്കിൽ എക്സ്റ്റെൻസീവ് ആണ്. സോ ഓൾമോസ്റ്റ് വരുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ എക്സാമ്പിൾസും മിസ് പറഞ്ഞിട്ടുണ്ട്. മക്കൾ തെറ്റിക്കരുതേ. നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. യെസ്, എഗെയിൻ ഞാനത് പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മക്കൾ. ഇതിൽ നിന്ന് വരുന്ന ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്ത ടോപ്പിക്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഫ്രം പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഗീവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. ഇന്റൻസീവും എക്സ്റ്റെൻസീവും പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. ആകെ ഇവിടെ നിങ്ങൾ 2 കാര്യം പഠിച്ചാൽ മതി. ഒന്ന്, എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പഠിക്കണം. പിന്നെ എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പഠിക്കണം. അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കണം. ഓക്കെ, യെസ് ജിതിൻ, പാത്ത് ഫോളോഡ്. യെസ്, ആസിഫ്, ട്രെൻഡോസ്കി ചോദിക്കുന്നുണ്ട്. ട്രെൻഡോസ്കി, വിസ് ഇല്ലടാ, വിസ് ഇവിടെ തന്നെയാണ്. യെസ്, അപ്പോൾ നോക്കുക, സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. മക്കളെ ഇത്രയും ഓർത്താൽ മതി. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്
ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഏത് പാത്ത് വഴിയാണ്, ഈ പാത്ത് വഴിയാണോ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിയത്, അതോ ഈ പാത്ത് വഴിയാണോ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിയത്, അതോ ഈ പാത്ത് വഴിയാണോ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിയത്, ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രമാണ്? ആ പേരിൽ തന്നെയുണ്ട്, സ്റ്റേറ്റിനെ, ഇനിഷ്യൽ സ്റ്റേറ്റിനെയും തുടക്കത്തിലുള്ള സ്റ്റേറ്റിനെയും യെസ് അവസാനത്തെ സ്റ്റേറ്റിനെയുമാണ്. യെസ് ജിയക്കുട്ടി കറക്റ്റ് ആണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ആൻഡ് പാത്ത് ഫംഗ്ഷൻ, യെസ് പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ എൻ്റെ മക്കൾ പറയുന്നുണ്ട്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഫൈനൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. മാത്രമല്ല ഏത് പാത്തിലൂടെയാണ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയത്, ആ പാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? പാത്ത് ഫംഗ്ഷൻ. കുഞ്ഞുങ്ങൾക്ക് കിട്ടിയോ? യെസ്. ആൻഡ് ഇനി നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, പാത്ത് ഫംഗ്ഷനിൽ എൻ്റെ മക്കൾക്ക് രണ്ട് എക്സാമ്പിളേ പഠിക്കാനുള്ളൂ. ഒന്ന് വർക്ക്, പിന്നൊന്ന് ഹീറ്റ്. ഇത് മാത്രം NCERT-ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പാത്ത് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് മക്കൾക്ക് പഠിക്കാനുള്ളത് വർക്കും ഹീറ്റുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നിങ്ങൾ രണ്ടുപേരെ എടുത്തു. ഓക്കെ, യെസ്, മോം കിഡിനെ എടുത്തു, ആയുഷിനെ എടുത്തു. എന്നിട്ട് ഞാൻ മോം കിഡിനോടും ആയുഷിനോടും പറയാണ്, നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിൽ എത്തണം, 1ാം നിലയിൽ നിന്ന് 3ാം നിലയിൽ എത്തണം. ആയുഷിനോട് ഞാൻ പറഞ്ഞു, എടാ നീ സ്റ്റെയർ കേസ് വഴി വേണം കയറിപ്പോകാൻ, സ്റ്റെപ്പ് കയറിപ്പോകണം. ആൻഡ് മോം കിഡിനോട് ഞാൻ എന്ത് പറഞ്ഞു? മോൻ ലിഫ്റ്റ് വഴി കയറിക്കോളാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ആരായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക? രണ്ടുപേരും വർക്ക് സെയിം ആണോ? ആയുഷിന്റെ വർക്കും നമ്മുടെ മോം കിഡിന്റെ വർക്കും സെയിം ആണോ? അല്ല. സ്റ്റെപ്പ് കയറിപ്പോയ ആയുഷ് മോൻ കുറേ വർക്ക് ചെയ്തല്ലേ, ലിഫ്റ്റ് കയറിപ്പോയ ആൾക്ക് ഈസിയാണ്. സോ വർക്ക് എന്ന് പറയുന്നത് പാത്ത് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് പാത്തിലൂടെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിൽ എത്തിയത്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മക്കളെ. സോ പാത്ത് ഫംഗ്ഷൻ ആണ്. ട്രെൻഡോസ്കിക്ക് ഞാൻ അടുത്ത എക്സാമ്പിൾ തരാട്ടോടാ. ഓൾ സ്റ്റാർ, യെസ്, നിങ്ങളൊക്കെ ഞാൻ അടുത്ത എക്സാമ്പിളിൽ എടുക്കാടാ. ഓൾ സ്റ്റാർ വിഷമിക്കല്ലേ. Q and W ആർ നോട്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ബട്ട് Q plus W ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. വൈ? മക്കളെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യൂവും ഡബ്ല്യുവും ഇവർ രണ്ടുപേരും പാത്ത് ഫംഗ്ഷൻ ആണ്. പാത്ത് ഫംഗ്ഷൻ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റെയർ കേസ് കയറുന്നു, നിങ്ങൾ ലിഫ്റ്റ് കയറുന്നു, രണ്ടും സെയിം വർക്ക് അല്ല. സോ വർക്ക് എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഓൾ സ്റ്റാർ നീ എന്ന് മിസ്സിന് ആൻസർ പറഞ്ഞതാ. Q plus W എന്താ ഓൾ സ്റ്റാർ? Q plus W എന്ന് വെച്ചാൽ എന്താ? ഹീറ്റും വർക്കും കൂടി ആഡ് ചെയ്താൽ മോൻ എന്താ കിട്ടുക? യെസ് ഹരിദേവ്, എന്താണ് കിട്ടുക? യെസ് ഏബിൾ, പെട്ടെന്ന് പറയൂ, എന്താ മക്കൾക്ക് കിട്ടുക? Q plus W എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ആണ്. ഇന്റേണൽ എനർജി U ആണ് Q plus W അല്ലേ ജിതിൻ? യെസ്. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് പാത്ത് ഫംഗ്ഷൻ അല്ല, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. മക്കളെ ഇന്റേണൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി, ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. പാത്ത് ഫംഗ്ഷൻ എൻ്റെ കുഞ്ഞുങ്ങൾ 2 എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഹീറ്റും വർക്കും അല്ലേ അമ്മക്കുട്ടി? യെസ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഹരിദേവ് നോക്കുമോ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം ഇതാണ്. What is the difference in internal energy of a system if 100 kilojoule of energy is radiated out without doing any work? ഇത് ആരാണ് മിസ്സക്ക് പറഞ്ഞു തരുന്നത് നോക്കട്ടെ. എൻ്റെ മക്കളിൽ ആർക്കാണ് പ്രോബ്ലം ഏറ്റവും നല്ലതായിട്ട് അറിയാവുന്നതെന്ന് മിസ് നോക്കട്ടെ. ജിതിൻ ഒന്ന് പറഞ്ഞേ ജിതിൻ മോനെ. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഡിഫറൻസ് ഇൻ ഇന്റേണൽ എനർജി ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻസ് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി മക്കൾക്ക് എന്തൊക്കെ ഡേറ്റയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞേ. ഏബിൾ ഒന്ന് പറഞ്ഞേ. 100 കിലോജൂൾ ഓഫ് എനർജി ഈസ് റേഡിയേറ്റഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എനർജി പുറത്തേക്ക് വരികയാണ്. എന്താണ് അത്? ഹീറ്റ് ആണല്ലേ. ഹീറ്റ് ക്യൂവിൻ്റെ വാല്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് 100 കിലോജൂൾ ആണ്. മക്കളെ ഇവിടെ ക്യൂ പ്ലസ് ആണോ മൈനസ് ആണോ? മക്കൾ പറഞ്ഞേ. ആസിഫ് മിസ്സിന് ഒന്ന് പറഞ്ഞു തന്നെ. ക്യൂ എന്ന് പറയുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ? ശ്രീജക്കുട്ടി, ക്യൂ എന്ന് പറയുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ? ക്യൂവിന് മിസ് ഇവിടെ +100 എന്ന് ഇടണോ -100 എന്ന് ഇടണോ? യെസ്, -100 എന്ന് ഇടണം എന്ന് അമ്മ പറയുന്നുണ്ട്. കറക്റ്റ് ആണോ? എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മക്കളെ. നിങ്ങളാണ് സിസ്റ്റം എന്ന് കരുതും. ഓക്കെ, നിങ്ങളാണ് സിസ്റ്റം. വർക്കും ഹീറ്റും ഇതിനെങ്ങനെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുന്ന മിസ് പറയാൻ പോവാണ്. നിങ്ങളാണ് സിസ്റ്റം. സോ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ കേസ് എടുക്കുകയാണ്. ഓക്കെ, വർക്ക് ഡണ്ണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മക്കൾക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടമാണോ ഇല്ലയോ? മക്കൾക്കെന്നല്ല, ആർക്കും പണിയെടുക്കുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ലല്ലേ. സോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. മക്കളാണ് സിസ്റ്റം. അപ്പോൾ മക്കളോട് പണിയെടുക്കാൻ പറഞ്ഞാൽ മക്കൾക്ക് ഇഷ്ടമാണോ? അല്ല. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല, നെഗറ്റീവ് ആയിട്ടുള്ള കേസാണ്.
സോ നെഗറ്റീവ് കൊടുക്കുക. ഇനി വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ല, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് എന്ന് കരുതുക. അപ്പൊ നിങ്ങളുടെ വർക്ക് വേറെ ആരെങ്കിലും വന്ന് ചെയ്തു തരിക എന്ന് കരുതുക, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ലേ? എനിക്കാണ് ഭയങ്കര സന്തോഷമാണ്. സോ അവിടെ നമ്മൾ പോസിറ്റീവ് ഇടുക. ക്ലിയർ ആണോ? ഇവിടെ വർക്ക് ഡൺ, ക്വസ്റ്റ്യനിൽ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലല്ലോ മക്കളെ, അപ്പൊ നിങ്ങൾ നെഗറ്റീവ് ഇടുക. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ മക്കളുടെ പണി വേറെ ആൾക്കാർ എടുത്തു തരികയാണ്, സന്തോഷം, സോ പോസിറ്റീവ് കൊടുക്കുക. അടുത്തത് ഹീറ്റിന്റെ കേസ് പഠിക്കുകയാണ്. ഹീറ്റും വർക്കും മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഹീറ്റിന്റെ കേസ് പറയാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാണ്. ഹീറ്റ് ഈസ് റേഡിയേറ്റഡ് ഔട്ട് എന്നാണ് പറയുന്നത്. ഹീറ്റ് പുറത്തേക്ക് പോവുക, നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം നഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? നെഗറ്റീവ് കൊടുക്കാം അല്ലെ? ഹീറ്റ് ഇസ് റേഡിയേറ്റഡ് ഔട്ട്, പുറത്തേക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിലോ? ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ ഹീറ്റ് എൻ്റെ മക്കൾക്ക് കിട്ടുകയാണ്. നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമാണോ? ആ ഡെഡ് ഷോട്ട് സന്തോഷമാണ്, സെറ്റ് ഐഡിയ ആണ് അല്ലേ? അപ്പൊ ഹീറ്റ് നിങ്ങൾക്ക് ഒരു സാധനം കിട്ടുകയാണ്, കിട്ടിയാൽ എൻ്റെ മക്കൾ ഹാപ്പി ആകും. സോ അവിടെ നിങ്ങൾ പോസിറ്റീവ് സൈൻ ഇടുക. ക്ലിയർ ആണോ? അങ്ങനെയാണ് ഹീറ്റിനും വർക്കിനും മക്കൾ സൈൻ കൊടുക്കേണ്ടത്. ഓക്കെ, മിസ് ഒരു ട്രിക്ക് പറഞ്ഞതാണ്. യെസ് ശ്രീജ, എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ. യെസ്, അപ്പൊ നോക്കുക, ഇവിടെ ഹീറ്റ് ഈസ് റേഡിയേറ്റഡ് ഔട്ട്, പുറത്തേക്ക് പോവാണ്. സോ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാണ്. റേഡിയേറ്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് കൊടുക്കും? നെഗറ്റീവ് സൈൻ ഇടും, നെഗറ്റീവ് സൈൻ ഇടും. സോ ഹീറ്റ് -100 കിലോ ജൂൾ ആണ്. ഇനി ഡെൽറ്റ യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കുഞ്ഞുങ്ങളൊന്ന് കമന്റ് ചെയ്തേ. കിച്ചു, എന്താണ് ഡെൽറ്റ യു, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മോളെ? യെസ് അമ്മക്കുട്ടി, വേഗം പറയൂ, വേഗം പറയൂ, ഫുൾ മാർക്ക് കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന് ആൻസർ പറയാം. ഡെൽറ്റ യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? യെസ്, വെരി ഗുഡ്. എന്താണ്? Q പ്ലസ് W ആണ്. Q പ്ലസ് W. ഇവിടെ ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂവിന്റെ വാല്യൂ അറിയാം, -100 ആണ്. ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയാ? ഡബ്ല്യുവിന്റെ വാല്യൂ വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക് എന്ന്, അതായത് വർക്ക് 0 ആണ്. വർക്ക് ഒന്നും ചെയ്യുന്നില്ല, വർക്ക് 0 ആണ് മക്കളെ, വർക്ക് ചെയ്യുന്നില്ല, വർക്കിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ -100 + 0, അപ്പൊ ഡെൽറ്റ യു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കിട്ടും? ആയുഷ് എന്താണ് കിട്ടുക? -100 കിലോ ജൂൾ എന്ന് പറയുന്നത് എന്ത്? ഇവിടുത്തെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. മക്കൾക്ക് ക്ലിയർ ആണോ? ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹീറ്റും വർക്കും ഒക്കെ തരുന്ന സമയത്ത് ഇവിടെ വർക്ക് 0 ആണ്. വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം തന്നാൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കണേ. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം തന്നാൽ പോസിറ്റീവ് ഇട്ട് കൊടുക്കണേ. ഹീറ്റ് ഈസ് റേഡിയേറ്റഡ് ഔട്ട്, പുറത്തേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ മക്കൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഹീറ്റ് ഈസ് അബ്സോർബ് ബൈ ദ സിസ്റ്റം, ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മക്കൾ പോസിറ്റീവ് ഇട്ട് കൊടുക്കണം. യെസ്, കറക്റ്റ് ആണ്. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്? എന്താണ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്? വേഗം പറഞ്ഞു തരൂ, എന്താണ്? യെസ്, കിച്ചു പറയുന്നുണ്ട്, അവൻ വീഡിയോ ഷെയർ ചെയ്തെന്നൊക്കെ, നല്ല മോനാണ്. യെസ്, അപ്പോൾ പറയാ, എന്താണ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോസസ്സാണ്? യെസ്, വേഗം പറയൂ. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓൾ സ്റ്റാർ ഒന്ന് കമന്റ് ചെയ്തേടാ, എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്താ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കൊടുത്തേ മക്കളെ. നാച്ചുറൽ ടെൻഡൻസിയോടെ ഒക്കർ ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും നമ്മൾ എന്ത് വിളിക്കും? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കും. ആൻഡ് നിങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആകണം എന്നൊരു കണ്ടീഷൻ മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത് ഓൾ നാച്ചുറൽ പ്രോസസ്, എല്ലാ നാച്ചുറൽ പ്രോസസ് എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പോടെയോ അല്ലാതെയോ നടക്കുന്ന നാച്ചുറൽ ടെൻഡൻസിയോടെ ഒക്കർ ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും നമുക്ക് എന്ത് വിളിക്കാം? സ്പോണ്ടേനിയസ്. യെസ്, വിത്തൗട്ട് ദി ഹെൽപ്പ്, വിത്ത് ഓർ വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി എന്ന് പറയാം മക്കളെ. ശ്രീജകുട്ടി, വിത്ത് ഓർ വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി എന്ന് പറയാം. കാരണം ഒരു മെഴുകുതിരി കത്തിക്കുന്നത്, ഒരു ലൈറ്റിംഗ്, ഒരു ക്യാൻഡിൽ കത്തുന്നത് എന്താണ്? സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. നമ്മൾ കത്തിക്കണം അല്ലേ? ബട്ട് അത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്, സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കണമെങ്കിൽ ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യം എൻ്റെ മക്കള് ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എഗെയിൻ മാർച്ച് 2019 ചോദിച്ചതാണ്. ഞാൻ ഇപ്പോൾ ചില മക്കൾ വന്ന് ചോദിക്കും, മിസ്സേ ഞങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, പഠിച്ചു തുടങ്ങിയിട്ടേ ഇല്ല, അപ്പം എങ്ങനെ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ എങ്ങനെ സ്കോർ ചെയ്യുമെന്ന് ചോദിക്കും. മക്കളെ, ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുഴുവൻ വർക്കൗട്ട് ചെയ്യുക. അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്താൽ എൻ്റെ മക്കൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും, അത് മുഴുവൻ വർക്കൗട്ട് ചെയ്താൽ. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓൾ
ഓൾ സ്റ്റാർ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ് എന്താന്ന് ഞാൻ പറഞ്ഞു. ഇനി ഡെൽറ്റ ജിയുടെ ടേംസിൽ ഗീവ് ദി ക്രൈറ്റീരിയ ഓഫ് സ്പോണ്ടേനിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെൽറ്റ ജി എങ്ങനെയായിരിക്കണം ആസിഫ് മോനെ? ഡെൽറ്റ ജി എങ്ങനെയായിരിക്കണം? ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. ഡെൽറ്റ ജിയുടെ വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. -393 -293 ഒക്കെ ആണെങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കാം. യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇത്രയും വർഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. കിച്ചു, ഇത്രയും വർഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് കിച്ചു. ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. സോ ഇവിടെ 3 കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. ഹെസസ് ലോയിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് 2 ടോപ്പിക്കും കൂടെ നമുക്ക് തെർമോഡൈനാമിക്സിൽ പഠിക്കാനുള്ളൂ. പ്രോബ്ലം ആണ് പഠിക്കാനുള്ളത്. സോ അതിനു മുൻപ് എസ് ലോ പഠിക്കുക. എസ് ലോയിൽ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. ലോയുടെ ഡെഫിനിഷൻ എഴുതാൻ നിങ്ങൾ അറിയണം കേട്ടോ. ജിതിൻ മോനെ, ശ്രീജകുട്ടി, കിച്ചൂസ് എല്ലാവരും ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പഠിക്കണം. 2 ലോ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് ചോദിക്കും. 3 ആ ലോയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷനും നിങ്ങൾ പഠിക്കണം. സോ മിസ് വേഗം പഠിപ്പിച്ചു തരാം, ഒട്ടും സമയം കളയില്ല. സോ എസ് ലോ എന്താണെന്ന് പഠിപ്പിക്കാനായിട്ട് പോവാണ്. മക്കളെ, ഞാനൊരു റിയാക്ഷൻ എടുക്കുകയാണ്. കാർബണും ഓക്സിജനും ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നാലും അവിടെ എനർജിയിൽ ചേഞ്ച് വരില്ല ഏബിൾ? അവിടെ എനർജിയിൽ വ്യത്യാസം വരും, എൻതാൽപ്പിയിൽ ചേഞ്ച് വരും. എൻതാൽപ്പിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ H എന്നാണ് അല്ലെ? എൻതാൽപ്പി, എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ H എന്നാണ്. ആൻഡ് ചേഞ്ച് ഇൻ എൻതാൽപ്പിയെ നമ്മൾ ഡെൽറ്റ H എന്ന് റെപ്രസെന്റ് ചെയ്യും. സോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ എനർജി എൻതാൽപ്പി ചേഞ്ച് വരും. അപ്പൊ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന ഈ റിയാക്ഷനിലും എന്ത് വ്യത്യാസം വരും? എൻതാൽപ്പിയിൽ ചേഞ്ച് വരും. അതിനെ നമ്മൾ ഡെൽറ്റ H എന്ന് എടുത്തു. ഓക്കെ, എൻതാൽപ്പി ചേഞ്ചിനെ ഡെൽറ്റ H എന്ന് എടുത്തു. ആൻഡ് എന്തുമാത്രം എനർജി ചേഞ്ച് ചെയ്തു എന്ന് എന്നെ മക്കൾക്ക് അറിയില്ല. സോ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. യെസ്, ഡെഡ് ഷോട്ട്. മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണോ? ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഈ മെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണോ? അല്ല. യെസ്, വെരി ഗുഡ് ഓൾ സ്റ്റാർ. ഇത് ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ അല്ല, 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അപ്പൊ ആ സ്റ്റെപ്പ് മിസ് എഴുതട്ടെ. ആ സ്റ്റെപ്പ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കണേ. ആദ്യത്തെ സ്റ്റെപ്പിൽ കാർബൺ ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ഒരു ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് മിസ് O2 ഇട്ടത്. ഓക്കെ, ഇനി അറിയാത്ത കുഞ്ഞുങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ഓക്കെ, ഒരു ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. 2 സ്റ്റെപ്പ് പഠിച്ചാൽ മതി. ഓടിപ്പോലെ, പേടിച്ചോടിപ്പോലെ 2 സ്റ്റെപ്പ് പഠിച്ചാൽ മതി. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ കാർബൺ ഒരു ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. മക്കളെ, ഏത് റിയാക്ഷൻ നടന്നാലും എനർജി മാറും. ഏത് റിയാക്ഷൻ നടന്നാലും എനർജി എൻതാൽപ്പി ചേഞ്ച് ചെയ്യും. സോ ഈ റിയാക്ഷൻ്റെ ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ എൻതാൽപ്പി ചേഞ്ചിനെ മിസ് എക്സ് എന്നെടുത്തു. ഓക്കെ, X kJ/mol എന്നെടുത്തു. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാന്നറിയാമോ? ഈ കാർബൺ മോണോക്സൈഡ് ഇവിടെ ഉണ്ടായ ഇവിടെ ഉണ്ടായ ഈ കാർബൺ മോണോക്സൈഡ് വീണ്ടും ഒരു ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും. ആൻഡ് ആ റിയാക്ഷൻ്റെ എനർജി ചേഞ്ചിനെ മിസ് ഡെൽറ്റ H2 എന്നെടുത്തു. അത് Y ആണ്. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, മക്കൾക്ക് ഇത് അയ്യോ ഈ സ്റ്റെപ്പ് ഞാൻ എങ്ങനെ കാണാൻ പഠിക്കും എന്നോർത്ത് വിഷമിക്കുകയേ വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെയും O2 ആണ്, ഇവിടെയും O2 ആണ്. ഈ കാർബൺ മോണോക്സൈഡ് നേരെ ഇവിടെ കൊണ്ടെടുത്ത് എഴുതിയാൽ മതി. ആൻഡ് കിട്ടുന്ന പ്രൊഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് ആണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഇനി മിസ് ഈ 2 ഇക്വേഷനെയും തമ്മിൽ കൂട്ടാൻ പോവാ. ശ്രദ്ധിച്ച് കേൾക്കണേ. കിച്ചുമോനെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഇക്വേഷനെ കൂട്ടുന്നെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഒരു ആരോ മാർക്ക് അങ്ങോട്ട് ഇടുക. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഈ ആരോ മാർക്കിന്റെ വാൽ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ അങ്ങോട്ട് ഒരു ബോക്സിൽ വരയ്ക്കുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഈ 2 ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡിലുള്ള വാലിന്റെ അവിടെ കിടക്കുന്ന 2 ആൾക്കാരെയും മക്കള് ആസിഫെ ഒരു ബോക്സിൽ വരയ്ക്കുക. എന്നിട്ട് മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ ഇക്വേഷനെ എല്ലാം നിരത്തി എഴുതുക. കാർബൺ മിസ് എഴുതി, O2 മിസ് എഴുതി, കാർബൺ മോണോക്സൈഡ് മിസ് എഴുതി, O2 എഴുതി. കഴിഞ്ഞേ ഇനി അടുത്ത സ്റ്റെപ്പിൽ വേറൊരു ബോക്സ് വരച്ചിട്ട് ഇവരുടെ ഹെഡ് പോർഷനിലുള്ള റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ എഴുതണേ.
എഴുതണേ ശ്രീജക്കുട്ടി, പോയോ? യെസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? കാർബൺ മോണോക്സൈഡും CO2. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മൾ ഇക്വേഷനെ തമ്മിൽ സം ചെയ്തു. വളരെ സിമ്പിൾ അല്ലേ? യെസ്, വളരെ സിമ്പിൾ ആണോ? സ്റ്റാറെ സിമ്പിൾ ആണ്, ജാവ സിമ്പിൾ ആണ് മക്കളെ. യെസ്, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെയും ഇവിടെയും സെയിം ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെയും കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ഇവിടെയും കാർബൺ മോണോക്സൈഡ് ഉണ്ട്. മിസ് രണ്ടുപേരെയും ക്യാൻസൽ ചെയ്തേ. പിന്നുള്ളത് കാർബൺ പ്ലസ് ഹാഫ് O2 ഹാഫ് O2 അര O2 കൂടെ കൂട്ടിയാൽ മിസ്ക്ക് എത്രയാടാ കിട്ടുക? എത്രയാ എബിൻ കിട്ടുക? ഹാഫ് O2 കൂടെ കൂട്ടിയാൽ ഒരു ഫുൾ O2 കിട്ടും. അപ്പോൾ ഈ ഹാഫ് O2 കൂടെ നമ്മൾ കൂട്ടി ഫുൾ O2 കിട്ടി. ഗീവ്സ് എന്താണ്? ഇവിടെ ആകെയുള്ളത് CO2 ആണ്. കഴിഞ്ഞേ മക്കളെ, കഴിഞ്ഞേ, പേടിക്കല്ലേ, കഴിഞ്ഞു. യെസ്. അപ്പം നിങ്ങൾ ഫൈനൽ ഇക്വേഷൻ നോക്കിയാൽ എൻ്റെ മക്കൾക്ക് എന്താ അവിടെ നിന്ന് മനസ്സിലാകുന്നത്? നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷനെയും കൂടെ സം ചെയ്തപ്പോൾ, കൂട്ടിയപ്പോൾ എൻ്റെ മക്കൾക്ക് കിട്ടിയത് ഈ മെയിൻ ഇക്വേഷനാണ് അല്ലേ? കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ് CO2 എന്ന് പറയുന്ന മെയിൻ ഇക്വേഷൻ ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എൻതാൽപ്പി ചേഞ്ചും ശ്രദ്ധിക്കണേ മക്കളെ, ഈ എൻതാൽപ്പി ചേഞ്ചും കൂടെ കൂട്ടിയാൽ ΔH1ഉം ΔH2ഉം കൂടി സം ചെയ്താൽ മക്കൾക്ക് എന്ത് കിട്ടും? ΔH കിട്ടും. ഇതാണ് എന്ത്? സോ ΔH എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ΔH is equal to ΔH1 പ്ലസ് ΔH2, അതായത് X പ്ലസ് Y ആണ് ΔH. മക്കളെ ശ്രദ്ധിച്ചേ. യെസ് മക്കളെ ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെയും രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെയും എൻതാൽപ്പി ചേഞ്ചുകളുടെ സം എടുത്താൽ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമ്മുടെ മെയിൻ ഇക്വേഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കിട്ടും. ക്ലിയർ ആണോ മക്കളെ? ഇനി നിങ്ങൾക്ക് SS ലോ മനസ്സിലായോ എന്ന് നോക്കിക്കേ. ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ഇസ് ദ സെയിം വെദർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. മക്കളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഒരു സ്റ്റെപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പിലായിക്കോട്ടെ, 3 സ്റ്റെപ്പിലായിക്കോട്ടെ, അതിൻ്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഓരോ സ്റ്റെപ്പുകളുടെയും എൻതാൽപ്പി ചേഞ്ചിൻ്റെ സമ്മായിരിക്കും. ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്നത് 3 സ്റ്റെപ്പിലാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ എൻതാൽപ്പി ചേഞ്ചും രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ എൻതാൽപ്പി ചേഞ്ചും മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ എൻതാൽപ്പി ചേഞ്ചും ഈ ΔH1 പ്ലസ് ΔH2 പ്ലസ് ΔH3 കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും മക്കളുടെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച്. ക്ലിയർ ആണോ? ഓൾ സ്റ്റാറിന് ക്ലിയർ ആണോ? യെസ്, A പ്ലസ് B. അവൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ ചോദിക്കും, സ്റ്റേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് SS ലോ എന്ന് പറഞ്ഞ് ചോദിക്കും. സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമല്ല ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനും ചോദിക്കും. രേഷ്മ മോളെ SS ലോ പഠിച്ചേ മോള്. യെസ്. അപ്പോൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതൊക്കെ SS ലോ തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, സെപ്റ്റംബർ 2012 ചോദിച്ചു, 2009 ചോദിച്ചു, 2014 ചോദിച്ചു, 2017 ചോദിച്ചു. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനാണെങ്കിൽ എങ്ങനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നു മിസ് പറഞ്ഞു തരാം. എടാ, A എന്ന് പറയുന്ന റിയാക്റ്റന്റ് B എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആകുകയാണ്. ഓക്കെ, A എന്തായിട്ട് മാറുന്നു മക്കളെ? B ആയിട്ട് മാറുന്നു. അങ്ങനാണെങ്കിൽ ആസിഫ് നോക്കിയേ, ഈ Aക്ക് വേറൊരു രീതിയിലും B ആകാം. A ആദ്യം എന്തായിട്ട് മാറുന്നു? C ആയിട്ട് മാറുന്നു. ദെൻ C എന്തായിട്ട് മാറുന്നു? ഈ C D ആയിട്ട് മാറുന്നു, D B ആയിട്ട് മാറുന്നു. ഇങ്ങനെ വേണമെങ്കിലും റിയാക്ഷൻ നടക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മിസ്സിൻ്റെ വീട് എവിടെയാണെന്ന് അറിയോ? മിസ് ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. നമ്മുടെ ഏകൻ്റെ സ്റ്റുഡിയോ കോഴിക്കോടാണ്. മിസ് കോഴിക്കോട് നിന്ന് എങ്ങോട്ടേക്ക് പോകാമെന്നറിയോ? കോട്ടയത്തേക്ക് പോവാണ്. മിസ്സിൻ്റെ വീട് കോട്ടയത്താണ്. ഓക്കെ, മിസ്സിന് ഡയറക്റ്റ് ട്രെയിനിൽ കോഴിക്കോട് നിന്ന് കോട്ടയത്ത് പോവാം. ഓക്കെ, വേറൊരു ഓപ്ഷൻ ഉണ്ട്. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരെ എനിക്ക് ബസ്സിന് പോകാം, തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ ബസ്സിന് പോകാം, ദെൻ എറണാകുളത്തു നിന്ന് കോട്ടയത്ത് എത്തുന്നു. ഇങ്ങനെ 2 രീതിയിൽ മിസ്സിന് എവിടെ എത്താം? കോഴിക്കോട് നിന്ന് കോട്ടയത്ത് എത്താം. അതേപോലെ ഇവിടെ A ഡയറക്റ്റ് ആയിട്ട് B ആയിട്ട് മാറുകയാണ്. യെസ്, ആ ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് ΔH എന്ന് മക്കൾ എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് AC ആകുന്ന റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച്, ഏത് റിയാക്ഷൻ നടന്നാലും എൻതാൽപ്പി മാറും. അത് നമ്മൾ ΔH1 എന്നെടുത്തു. ഔൾസ്റ്റാറെ ΔH1 എന്നെടുത്തു. ആൻഡ് CD ആകുന്ന റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് മക്കള് ΔH2 എന്നെടുത്തു.
ബി ആയിട്ട് മാറുന്ന റിയാക്ഷന്റെ എന്താൽപി ചേഞ്ച് ഡെൽറ്റ H3 എന്നെടുത്തു. അങ്ങനാണെങ്കിൽ മക്കള് പറയൂ, എൻ്റെ മക്കള് പറയൂ, ഡെൽറ്റ H എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ H എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ആയുഷേ ഒന്ന് പറഞ്ഞേ. മിസ് പത്തനംതിട്ടയല്ലെന്ന്. മിസ് പത്തനംതിട്ടയാണ്, പക്ഷേ മിസ് കോട്ടയത്താണ്. ട്രെയിൻ ഇറങ്ങുന്നത് കോട്ടയത്താണ്. യെസ്, ഒന്ന് പറയൂ, ഡെൽറ്റ H എന്ന് പറയുന്നത് എത്രയാണ്? രേഷ്മ മോളെ, ഡെൽറ്റ H എത്രയാണ്? ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. ഇതാ മക്കളെ, ഇതും കൂടി സം ചെയ്താൽ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും ടോട്ടൽ എൻതാൽപി ചേഞ്ച്. ആൻഡ് ഇതാണ് SS ലോയുടെ ഇല്ലുസ്ട്രേഷൻ. ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ ഈ ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ ആണോ? ഇല്ലുസ്ട്രേറ്റ് ചോദിക്കാനും ചോദിക്കും. യെസ് അപ്പു മോനെ, നീ SS ലോ ശ്രദ്ധിച്ചേ. യെസ്, അപ്പോൾ SS ലോ ഇതാണ് പറയുന്നത്. ലോ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം, ലോ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പഠിക്കണം. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞ ഈ ഇക്വേഷനും കൂടി, കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമേഷനും കൂടി പഠിച്ചാൽ SS ലോയിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സെറ്റാണ്. ആൻഡ് വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എബിൻ, വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആൻസർ പറഞ്ഞോ. വാട്ട് ഈസ് മെന്റ് ബൈ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം? 2002 കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി എന്താ? രേഷ്മ മോളെ? എൻട്രോപ്പി എന്താ? ഓൾ സ്റ്റാർ പെട്ടെന്ന് കമൻറ്റ് ചെയ്തേടാ. എല്ലാവരും പോയോ? യെസ്, ദെൻ ആയുഷ്, ജിതിൻ, ആസിഫ്, വേഗം പറയൂ, എൻട്രോപ്പി എന്താണ്? ഐശ്വര്യ? എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിസോർഡറിനെ നമ്മൾ മെഷർ ചെയ്യുന്ന, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിസോർഡർനെസ്, അല്ലേ? അതായത് റാൻഡംനെസ്. യെസ്, വെരി ഗുഡ്. ഡിസോർഡറിനെയോ അല്ലെങ്കിൽ റാൻഡംനെസ്സിനെയോ മെഷർ ചെയ്യുന്ന അതിൻ്റെ ഡിഗ്രിയെ നമ്മൾ വിളിക്കുന്നതാണ് എൻട്രോപ്പി. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി. ദ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് എൻട്രോപ്പി. മക്കളെ, എൻട്രോപ്പി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? അപ്പു, യെസ്, ജിയ മോളെ, എൻട്രോപ്പി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ജി ആണ്, അല്ലേ? ജി അല്ല, എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് എൻട്രോപ്പിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയും കൂടെ ആൻസർ പറയണേ. ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈസ് ചെയ്യാണ്. ലിക്വിഡ് എന്ത് ചെയ്യാണ്? ലിക്വിഡ് ക്രിസ്റ്റലൈസ് ചെയ്യാണ്, ക്രിസ്റ്റലായിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പി കൂടുവോ കുറയുവോ? വേഗം പറയൂ അമ്മക്കുട്ടി. യെസ്, ലിക്വിഡ് ക്രിസ്റ്റലൈസ് ചെയ്യാണ്. എൻട്രോപ്പി കൂടുമോ കുറയുമോ? ജിതിൻ, യെസ്, വേഗം പറയുമോ? എൻട്രോപ്പി കൂടുമോ കുറയുമോ? ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കുമോ? അത് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴായിരിക്കുമോ ഡിസോർഡർ കൂടുതൽ? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഡിസോർഡർ ഏറ്റവും കൂടുതൽ. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ കുറച്ചും കൂടി അടുക്കും ചിട്ടയും ആവും. സോ എൻട്രോപ്പി കുറയും. ആൻഡ് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ പിന്നെയും അടുക്കും ചിട്ടയും കൂടും, വൃത്തി കൂടും. ഓക്കെ, നീറ്റ്നസ് കൂടും എന്ന് ഓർത്താൽ മതി. സോ എൻട്രോപ്പി അഗെയിൻ ഡിക്രീസസ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? യെസ്, ജിയ, അംന, അസ്വാൻ കറക്റ്റ് ആണ്. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഡിക്രീസസ്. മക്കളെ, എൻട്രോപ്പി ഡിക്രീസസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കുറേ എക്സാമ്പിൾസ് തരാം. നിങ്ങൾ വേഗം പറയണം, എൻട്രോപ്പി കൂടുവാണോ കുറയുവാണോ എന്ന് നിങ്ങൾ വേഗം പറയണേ. യെസ്, വേഗം പറയൂ. ഒരു ഗ്യാസ് സോളിഡിഫൈ ചെയ്യാണ്. എന്തായിരിക്കും എൻട്രോപ്പി? കൂടുവോ കുറയുവോ? വേഗം പറയൂ. ഒരു ഗ്യാസ് സോളിഡ് ആയിട്ട് മാറുകയാണ്. എൻട്രോപ്പി കൂടുവോ കുറയുവോ? സ്റ്റാർ, വേഗം പറയൂ. എൻട്രോപ്പി കൂടുവോ കുറയുവോ? യെസ്, വേഗം പറയൂ. എൻട്രോപ്പി എന്ത് പറ്റും? എൻട്രോപ്പി ഡിക്രീസസ്, അല്ലെ? എൻട്രോപ്പി ഡിക്രീസസ്. ആൻഡ് വേറെന്താണ് എക്സാമ്പിൾ കൊടുക്കുക? യെസ് മക്കളെ, അടുത്തൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. യെസ്, ഇനി ഒരു 2 ടോപ്പിക്കും കൂടെ നമുക്കുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ റാഫി സാർ വരും കേട്ടോ. എ ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻടു എ സോളിഡ്, അത് ഓൾറെഡി പറഞ്ഞു. ടെമ്പറേച്ചർ ഓഫ് എ ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് റേസ്ഡ് ഫ്രം 0 Kelvin to 115 Kelvin. മക്കളെ, ടെമ്പറേച്ചർ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടിയാൽ എൻട്രോപ്പി കൂടുമോ കുറയുമോ? നിങ്ങൾ പറഞ്ഞേ, ടെമ്പറേച്ചർ കൂടിയാൽ എൻട്രോപ്പി കൂടുമോ കുറയുമോ? രഞ്ജിത, യെസ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എടുക്കുമോ? റാഫി സാർ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എടുക്കുമോ? എടുക്കാം. യെസ്, എടുക്കാം മോളെ. എടുക്കുമെങ്കിൽ മോള് നിൽക്കുമല്ലോ അല്ലേ? രഞ്ജിത, എന്തായാലും മോള് പറഞ്ഞാൽ പിന്നെ റാഫി സാർ ഒരു ഇതുമില്ല അല്ലേ? റാഫി സാർ തീർച്ചയായിട്ടും എടുക്കും, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എടുക്കും. യെസ്, അപ്പോൾ വേഗം പറയൂ. ടെമ്പറേച്ചർ കൂടിയാൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും അല്ലേ?
അന്ന് സം ബേസിക് ആയാലോ, കുറച്ച് സം ബേസിക് എടുത്തിട്ട് ക്ലാസിഫിക്കേഷൻ എടുത്താലോ. മക്കൾ പറയുന്ന പോലെ അല്ലേ റാഫി സർ, മക്കൾ പറയുന്ന ഏതാണോ റാഫി സർ അത് നിങ്ങൾക്ക് എടുത്തു തരും. യെസ്, അപ്പോൾ എന്താണ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും മക്കളെ, അത് ഓർത്ത് വെക്കുക. ആൻഡ് ഇനി നമ്മൾ 3 ചോദ്യമേ ഉള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. 3 ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. റാഫി സർ എനിക്ക് കുറച്ച് സമയം തരണേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. യെസ് മക്കളെ, ആദ്യത്തെ ചോദ്യം സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് 2021 ആണ്. സോ ഈ വർഷം വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്, 2021 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ ജിതിൻ മോനെ? യെസ് ജിതിൻ പറയൂ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡെസ്ട്രോയിഡ്. എനർജിയെ നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല അല്ലേ. അത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ദ ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്, ഇതിൽ 3 ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചാൽ മതി. ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഈ 3 ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ മക്കൾ എഴുതുക. യെസ്, ജയലക്ഷ്മി, നമുക്ക് പുതിയൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്, ജയലക്ഷ്മി. കറക്റ്റാണ് മോളെ, കറക്റ്റാണ്. എബിൻ കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓൾറെഡി എഴുതിയതാണ്, അത് ചോദിക്കുമേ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഡിസംബർ 2020 ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് ജിയ? ഫസ്റ്റ് ലോ പറയുന്നത് എനർജി കൺസർവേഷനെ കുറിച്ചിട്ടാണെങ്കിൽ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് that the entropy of the universe always increases during every spontaneous process. ഓരോ spontaneous process നടക്കുമ്പോഴും നമ്മുടെ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി കൂടും മക്കളെ, ഡിസോർഡർ കൂടും, അടുക്കും ചിട്ടയും ഇല്ലായ്മ കൂടുമെന്നാണ് എന്ത് പറയുന്നത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അത് എനർജി, ഇത് എൻട്രോപ്പി. രണ്ടും ഓർത്ത് വയ്ക്കുക, രണ്ടും ഓർത്ത് വയ്ക്കുക. യെസ്, ഓൾ സ്റ്റാർ പറയുന്നുണ്ട് 2 AM വരെ ക്ലാസ് വെക്കുന്നു. 2 AM വരെ വെച്ചേക്കാം, മതിയോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഗിബ്സ് എനർജി. മക്കളെ, നമ്മുടെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവാണ്. തെർമോഡൈനാമിക്സിന്റെ അവസാന ഭാഗങ്ങളാണ്. ഓൾ സ്റ്റാറെ ശ്രദ്ധിച്ചിരിക്കണേ. റോജിൻ, യെസ് നോക്കുക മോനെ. ഡിഫൈൻ ഗിബ്സ് എനർജി. ഗിബ്സ് എനർജി ഡിഫൈൻ ചെയ്യണം. ഒന്ന് പറഞ്ഞേ, ഗിബ്സ് എനർജി എന്താണ്? നിങ്ങൾ കുറേ അധികം ഫുഡ് കഴിച്ചു, എന്നിട്ട് മക്കൾ ഒരു വർക്ക് ചെയ്യാണ്, യൂസ്ഫുൾ ഒരു വർക്ക് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു തൂമ്പെടുത്ത് പാടത്ത് പോയി കിളക്കിയാണ്. ഓക്കെ, അപ്പോൾ എന്തുമാത്രം എനർജിയാണോ നിങ്ങൾ ആ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചത്, ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഗിബ്സ് എനർജി. ഓക്കെ ആണോ? ദ മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. മക്കളെ, ഡെഫിനിഷൻ ചോദിക്കും. 1 മാർക്കിന് ഡിഫൈൻ ഗിബ്സ് എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എഴുതുക. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി, ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എന്താ? ജിയ മറിയം, യെസ് മോളെ, കറക്റ്റ് ആണ്, ഡെഫിനിഷൻ കറക്റ്റ് ആണ്. എന്താ മോള് മിസ്സിനക്ക് ഇക്വേഷനും കൂടി ഒന്ന് പറഞ്ഞ എന്താ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ? ഡെൽറ്റ ജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലെ, ഇതാണ് ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ. ഇതിൽ ഓരോ ടേമും എന്താ? ഡെൽറ്റ എച്ച്. എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പിയാണ്, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻതാൽപ്പി, ടി ഇസ് ദ ടെമ്പറേച്ചർ ആൻഡ് ഡെൽറ്റ എസ് ഇസ് ദ എൻട്രോപ്പി ചേഞ്ച് അല്ലെ. എൻട്രോപ്പി ചേഞ്ചിനെയാണ് ഡെൽറ്റ എസ് എന്ന് പറയുന്നത്. യെസ്, ഡെഡ് ഷോ, നീ എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ ക്ലാസ് ഇരുന്ന് കേട്ടോ. ഇന്ന് നമ്മൾ 7 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും, നാളെ മോർണിംഗിൽ 2 ചാപ്റ്ററും. സോ നീ തോക്കുമെന്നൊക്കെ എന്തിനാ വിചാരിക്കുന്നത്? നിനക്ക് A+ കിട്ടാനുള്ള സാധനം നമ്മൾ പറഞ്ഞു തരികയാണ്. ഓക്കെ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നേ? യെസ്, അപ്പോൾ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് ഡെൽറ്റ ജിയുടെ എക്സ്പ്രഷൻ. And how is the Gibbs energy change and entropy change related? മക്കളെ, ഡെൽറ്റ ജിയും ഡെൽറ്റ എസും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ തമ്മിലുള്ള ബന്ധം എന്താ, അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് എൻ്റെ മക്കളോട് ചോദിച്ചിരിക്കുന്നത്. യെസ് ആസിഫ്, അതിനുള്ള ആൻസർ ആണ് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതല്ലേ. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് ഇവിടെ എഴുതേണ്ട ആൻസർ. ഡെൽറ്റ ജിയുടെയും ഡെൽറ്റ എസിൻ്റെയും കണക്ഷൻ റിലേഷൻ ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. യെസ്,
യെസ്, കെമിസ്ട്രി എക്സാം ഈസി ആയിരിക്കും എൻ്റെ മക്കൾക്ക്, ഈസി ആയിരിക്കും. നമ്മൾ ഈ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ വരൂ, അത് മാത്രമേ ചോദിക്കൂ, അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട, ഒരു വറീസും വേണ്ട. മോഡൽ എക്സാം ആണ്, ഓക്കെ, മോഡലാണ്. പബ്ലിക്കിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് സെറ്റ് നമ്മൾ എഴുതാൻ പോവാണ്. സോ ആ ഒരു ത്രില്ലിൽ കണ്ടാൽ മതി, ഒന്നും പഠിച്ചില്ല, ടെൻഷനിലൊന്നും കാണണ്ട. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റോജൻ പറയുന്നുണ്ട് കെമിസ്ട്രി എക്സാം പൊളിക്കുമെന്ന് പറയുന്നുണ്ട്. പൊളിക്കും. നമ്മുടെ തെർമോഡൈനാമിക്സിലെ അവസാന ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. ഡിഫൈൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. മക്കളെ 2021 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? നിങ്ങളൊന്ന് ചിന്തിക്കുക. നമുക്ക് കെമിസ്ട്രിയിൽ എല്ലാ റിയാക്ഷൻസിനെയും ഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, കാർബൺ ഡയോക്സൈഡ് ഇപ്പം മീത്തേൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യുന്നു നമുക്കറിയോ? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, മീത്തേൻ ബേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും. അതേപോലെ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോഴും എന്ത് ഫോം ചെയ്യും? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും. ഇതിലേതാണ് ഫോർമേഷൻ എന്ന് പറയുന്നത്? എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ, ഇതിലേതാണ് ഫോർമേഷൻ? ഇവിടെ കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല കേട്ടോ, വാട്ടറും ഫോം ചെയ്യും. ഇതിലേതാണ് കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമേഷൻ? വേഗം പറഞ്ഞു തരൂ അഭിനവ്, വേഗം പറഞ്ഞു തരൂ. യെസ്, അപ്പൊ അഭിനവേ ശ്രദ്ധിക്കുക, ഇതിലേത് റിയാക്ഷനിലാണോ കാർബൺ ഡയോക്സൈഡ് അതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിൽ നിന്നുണ്ടായിരിക്കുന്നത്, അതായത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കാർബണും ഓക്സിജനും വെച്ചിട്ടാ. മക്കളെ, ആ കാർബണീനും ഓക്സിജനീനും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് മക്കൾക്ക് അതിനെ ഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. സോ ആദ്യത്തെ ഇക്വേഷൻ എന്തല്ല? കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമേഷൻ അല്ല. കാർബൺ ഡയോക്സൈഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമുക്കതിനെ ഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ CH4ന്റെ ഫോർമേഷൻ എൻ്റെ മക്കൾ ഒന്ന് പറഞ്ഞു തന്നെ. എങ്ങനെയാണ് CH4 മീത്തേൻ എങ്ങനെ ഫോം ചെയ്യും? മക്കൾ ഒന്ന് പറഞ്ഞു തരൂ. അപ്പു ഒന്ന് പറഞ്ഞു തരടാ. ഐശ്വര്യ കുട്ടി ഡൗട്ടൊക്കെ മിസ് പറഞ്ഞു തരാം കേട്ടോ. യെസ്, ഒന്ന് പറഞ്ഞു തരൂ. CH4 മീത്തേൻ എങ്ങനെയാണ് ഫോം ചെയ്യുക? മീത്തേൻ കാർബണിൽ നിന്നും ഹൈഡ്രജനിൽ നിന്നും C+2H2 കാർബണിൽ നിന്നും ഹൈഡ്രജനിൽ നിന്നും CH4 ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ഫോർമേഷൻ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പം ഫോർമേഷൻ എന്താണെന്ന് ക്ലിയർ ആണോ? ഫോർമേഷൻ ഒരു കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഈ സ്റ്റാൻഡേർഡ് എന്ന് കാണുമ്പോൾ ഇപ്പോൾ ΔFH0 ഇതാണ് സ്റ്റാൻഡേർഡ് ചേഞ്ച് ഇൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇതിൽ H എന്താണെന്ന് നമുക്ക് അറിയാം, എൻതാൽപ്പിയാണ്. F എന്താ? ഫോർമേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഫോർമേഷൻ എന്താണെന്ന് ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. ആ ഫോർമേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്, എനർജി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ΔFH0 എന്ന് വിളിക്കുന്നത്. ആ തലയിൽ ഒരു 0 കണ്ടാൽ എൻ്റെ മക്കൾ പേടിക്കേണ്ട. ആ 0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനെയാണ് കാണിക്കുന്നത്. റിയാക്ഷൻ നടക്കുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിലുമാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പേടിക്കേണ്ട. അപ്പോൾ ΔFH0 എന്ന് കണ്ടാൽ അതെന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഫോർമേഷൻ എന്താണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. ആ ഫോർമേഷൻ നടക്കുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്. അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി വ്യത്യാസം, എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉണ്ടാകുന്ന കോമ്പൗണ്ട് 1 മോൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു CO2ന്റെ കാര്യം, ഇവിടെ 2 CO2 ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാൻ പറ്റില്ല? ഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. 1 മോൾ CO2 ഉണ്ടാകുന്ന കേസ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. 1 മോൾ CH4 ഉണ്ടാകുന്ന കേസ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതേപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കണം. മക്കളെ, ഓക്സിജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് ഏതാ? O2 ആണ്. ക്ലോറിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് ഏതാ? Cl2 ആണ്. കാർബൺ C എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, കാർബൺ C എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. സോ എല്ലാവരും അവരുടെ സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? യെസ്, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ ഒരു പ്രോബ്ലം കൂടി ചെയ്യിക്കുകയാണ്. ഇതോടെ എന്ത് കഴിഞ്ഞു? തെർമോഡൈനാമിക്സ് അവസാനിച്ചിരിക്കുകയാണ്. ബട്ട് ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് വരാനുണ്ട്. എൻ്റെ മക്കള് ആദ്യം ഇരുന്ന അതേ ഇതോടെ അവസാനം വരെ ഇരിക്കണം. കാരണം ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല
സ്കോർ ചെയ്യാനായിട്ട് സാധിക്കൂ. ഇടയിൽ വെച്ച് ഇറങ്ങിപ്പോകരുത്. നിങ്ങൾ ഇതേ എക്സൈറ്റ്മെൻറ്റോടെ അല്ലെങ്കിൽ ഇതേ ഒരു ഡിറ്റർമിനേഷനോടുകൂടി ക്ലാസ്സിൻ്റെ അവസാനം വരെ ഇരിക്കുക മക്കളെ. നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്, എത്രയോ അവേഴ്സ് പഠിപ്പിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. സോ ലാസ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം. യെസ് മക്കൾ, ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. നാളെ മോഡൽ എക്സാം ടഫായാൽ പബ്ലിക് എക്സാം, എടാ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് സെറ്റാണ് നിങ്ങൾക്ക് എടുക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. ടഫ് അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ മോഡൽ എക്സാം പബ്ലിക് എക്സാം എഴുതുന്ന അതേ ഒരു ഫീലോടെ മോഡൽ എക്സാമിനെ അപ്രോച്ച് ചെയ്തോ. പക്ഷേ ടെൻഷൻ വേണ്ട, ഇത് മോഡൽ മാത്രമാണ്. ഓക്കെ, പബ്ലിക് എക്സാം എങ്ങനെ ആയിരിക്കും? ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ച് ആദ്യമായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ആണ്. സോ ടെൻഷൻ വേണ്ട, ടെൻഷൻ അടിച്ച് ഒന്നും ചോദിക്കരുത്. യെസ്, കെമിസ്ട്രിയിൽ 40+ മാർക്ക് നിനക്ക് ഷുവറാണ്. ഈ ലൈവ് മൊത്തം കണ്ട 40+ നിനക്ക് ഷുവറാണ്. അഭിനവേ, യെസ്. റോജിത്, യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യം മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തെർമോഡൈനാമിക്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഇനിയും ചോദ്യങ്ങൾ വരാനുണ്ട്, സോ എണീറ്റ് പോകരുത്. നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് CH4 മീഥെയ്ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താന്ന് പറഞ്ഞു? ഫോർമേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി, അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മക്കളെ, നിങ്ങൾ റിയാക്ഷൻ എൻതാൽപ്പി ചോദിച്ചാലും ഫോർമേഷൻ എൻതാൽപ്പി ചോദിച്ചാലും പഠിച്ചു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ മിസ് പറഞ്ഞു തരാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളുക. ΔRH0 ഇത് കണ്ടിട്ട് അയ്യോ ഇത് വലിയ ഇക്വേഷൻ ആണെന്ന് കരുതല്ലേ, നിസാര കാര്യമാണ്, സിമ്പിൾ കാര്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക. ΔRH0 is equal to summation of ΔFH0 of product minus summation of ΔFH0 of reactant. ഈ ഇക്വേഷൻ ഒന്ന് കാണാൻ പഠിച്ചേ. ഒരാളുടെ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് പ്രൊഡക്റ്റുകളുടെ ഫോർമേഷൻ എൻതാൽപ്പിയുടെ സം എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? റിയാക്റ്റന്റിന്റെ ഫോർമേഷൻ എൻതാൽപ്പിയുടെ സം സബ്ട്രാക്ട് ചെയ്യണം. എൻ്റെ മക്കളെ പേടിച്ചോടല്ലേ, മിസ് എളുപ്പം പറഞ്ഞു തരാം. ഡോണ്ട് വറി, പേടിച്ചോടരുത് നിങ്ങൾ. അപ്പോൾ നോക്കുക, ΔRH0 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ മീഥേൻ്റെ കേസാണ് ചോദിച്ചത്. മീഥേൻ എന്ന് പറഞ്ഞാൽ CH4. അപ്പോൾ നിങ്ങൾ ഈ 3 ഇക്വേഷനിൽ CH4 ഏത് ഇക്വേഷനിലാണെന്ന് നോക്കിക്കേ. CH4 വരുന്നത് ഈ ഇക്വേഷനിലാണ്. ഓക്കെ, CH4 വരുന്നത് ഈ ഇക്വേഷനിലാണ്. അപ്പോൾ ആ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചേ, എൻ്റെ മക്കൾ നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എൻതാൽപ്പി എത്രയാ? -890.4 എഴുതി വെച്ചേ മക്കളെ. അപ്പോൾ ΔRH0 എന്ന് പറയുന്നത് -8, ഇവിടെ തന്നെ ചെയ്യാമേ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. -890.4 ആണ്. കാരണം മീഥേൻ വരുന്ന ഇക്വേഷൻ ഇതാണ്. ആ ഇക്വേഷനിൽ നിന്നാണ് എന്ത്? ആ ഇക്വേഷനിൽ നിന്നാണ് എന്താ ΔH നമ്മൾ ΔRH0 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ -890.4 എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു, മക്കളെ ഇക്വേഷൻ ശ്രദ്ധിച്ചേ, ദ സമ്മേഷൻ ഓഫ് ΔFH0 ഓഫ് പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷൻ എൻതാൽപ്പികളുടെ സം. ഇവിടുത്തെ പ്രൊഡക്റ്റ് ആരൊക്കെയാ? നിങ്ങൾ വേഗം ഒന്ന് പറഞ്ഞേ. നമ്മുടെ ഇക്വേഷനിലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡും അതേപോലെ ആരുമാണ്? വാട്ടറുമാണ്. ശ്രദ്ധിക്കണേ, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റിനെ മിസ് ഒരു ബ്രാക്കറ്റിൽ ഇടാണ്, കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അവരുടെ ഫോർമേഷൻ എൻതാൽപ്പിയുടെ സമ്മ്, അവരുടെ ഫോർമേഷൻ എൻതാൽപ്പി എത്രയാ? നിങ്ങൾ നോക്കിയേ, കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇതാണ്, ആൻഡ് വാട്ടറിന്റെ ഫോർമേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആണോ എൻ്റെ മക്കൾ? ക്ലിയർ ആണോ? മക്കൾക്ക് ക്ലിയർ ആണോ? മക്കളെ ഓൾ സ്റ്റാറേ ക്ലിയർ ആണോ? എടാ ഇപ്പം നീ പഠിക്കും ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ. നിന്റെ സംശയം, ഓൾ സ്റ്റാറിൻ്റെ ഈ സംശയം റാഫി സാർ തീർത്തു തരും കേട്ടോ, ഭാരത് ബന്ദിനെ കുറിച്ചുള്ള സംശയം. ഇപ്പം നീ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ CH4 ഉള്ള ഇക്വേഷൻ നമ്മൾ എടുത്തു. അതിൻ്റെ പ്രൊഡക്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കി. കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് ഇനി പ്രൊഡക്റ്റ് സൈഡിൽ വരുന്ന റിയാക്ഷൻ്റെ ΔH വാല്യൂ മക്കൾ നോക്കുക, -393.7 kJ/mol. അപ്പോൾ അത് എഴുതിക്കേ, -393.7 ആണ്. ഓക്കെ ആണോ? യെസ്. ആൻഡ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രൊഡക്റ്റ് ആണോ ഉള്ളത്? അല്ല, നമുക്ക് 2 പ്രൊഡക്റ്റ് ഉണ്ട്. CO2 ഉണ്ട്, H2O ഉണ്ട്. H2O വരുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. അടുത്തത് നിങ്ങൾ എഴുതേണ്ടത് എത്രയാണ്? -2
85.8 ആണ്. അപ്പോൾ എഴുതിക്കേ മക്കളെ, എന്താണ് മൈനസ് 285.8 ആണ്. ഇതിനോട് നിങ്ങൾ പ്ലസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം. 2 ഇട്ട് കൊടുക്കണേ. 2 H2O ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒന്ന് 2 ഇട്ട് കൊടുക്കണം. മക്കളെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മക്കളെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ട് പ്രൊഡക്റ്റ് ആണ്. ആരൊക്കെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? CO2ഉം H2Oയുമാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ഡെൽറ്റ എച്ച് വാല്യൂകൾ തമ്മിൽ കൂട്ടുക, ഇത്രയേ ഉള്ളൂ. അതായത് ഈ വാല്യൂവും തമ്മിൽ കൂട്ടുക, അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ H2O, ഒരു H2Oയുടെ കേസാണിത് മക്കളെ. നമ്മുടെ ഇക്വേഷനിൽ 2 H2O ഉണ്ട്. അപ്പോൾ ഈ വാല്യൂവിനെ നിങ്ങൾ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ എന്ത് കിട്ടി? ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് കിട്ടി. ഇനി ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ് കണ്ടുപിടിക്കണം. ഫോർമേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ 2 റിയാക്റ്റന്റുകളുണ്ട്. ആരൊക്കെയാണ് റിയാക്റ്റന്റുകൾ? CH4ഉം ഉണ്ട്, O2ഉം ഉണ്ട്. 2 റിയാക്റ്റന്റുകളുണ്ട്. അവരുടെ ഫോർമേഷൻ എൻതാൽപ്പികൾ തമ്മിൽ കൂട്ടണം. ഓക്കെ ആണോ? അവരുടെ ഫോർമേഷൻ എൻതാൽപ്പികൾ തമ്മിൽ നിങ്ങൾ ഒന്ന് കൂട്ടിക്കേ മക്കളെ. CH4ന്റെ ഫോർമേഷൻ എൻതാൽപ്പി നമുക്കറിയില്ല. അപ്പോൾ ഡെൽറ്റ FH0 ഓഫ് CH4 അത് നമുക്കറിയില്ല. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്, CH4ന്റെ ഫോർമേഷൻ എൻതാൽപ്പി. യെസ്. ആൻഡ് അടുത്തത് ഇക്വേഷനിൽ എന്താണ്? രണ്ടാമത്തെ റിയാക്റ്റന്റിന്റെ ഫോർമേഷൻ എൻതാൽപ്പി. രണ്ടാമത്തെ റിയാക്റ്റന്റ് ആരാണ്? രണ്ടാമത്തെ റിയാക്റ്റന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. 2 ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയാമോ? O2 എന്ന് പറയുന്ന 2 ഓക്സിജൻ കമ്പൈൻ ചെയ്ത് O2 ആയിട്ടാണ് നിൽക്കുന്നത്. O2 H2 എന്നൊക്കെ കണ്ടാൽ അവരുടെ ഫോർമേഷൻ എൻതാൽപ്പി എന്തായിരിക്കും എന്നറിയാമോ മക്കളെ? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? 0 ഇട്ട് കൊടുക്കാം, പ്ലസ് 0 എന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ ഡെൽറ്റ FH0 ഓഫ് CH4 ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇതിനെ ഈ സൈഡിലേക്കും 890നെ ഈ സൈഡിലേക്കും കൊണ്ടുവരിക. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 393.7 പ്ലസ് 2 into minus 285.8. then ഈ മൈനസ് 890.4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 890.4 ആകും. അപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ FH0 ഓഫ് CH4 കിട്ടും. ഓക്കെ ആണോ? യെസ്. അമ്ന ആൻസർ കമൻറ്റ് ചെയ്തു. റോജിൻ, റാണ, ജിയ. യെസ്. അപ്പോൾ നോക്കുക മക്കളെ, ഇംഗ്ലീഷ് എക്സാം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. യെസ്, ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. റാഫി സർ കമോൺ. യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് മീത്തേൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ എൻതാൽപ്പിയിൽ നിന്ന് റിയാക്റ്റന്റിന്റെ ഫോർമേഷൻ എൻതാൽപ്പി നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഫൈനലി നിങ്ങൾക്ക് CH4ൻ്റെത് കിട്ടും. യെസ്. അപ്പോൾ അടുത്തത് റാഫി സർ ആയിരിക്കും. റാഫി സർ ഏത് ചാപ്റ്റർ ആണ് റാഫി സർ? യെസ്, സം ബേസിക് കോൺസെപ്റ്റുമായിട്ട് റാഫി സർ വരികയാണ്. മക്കളെ കുറച്ച് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്. നാളെ എന്തോ ഭാരത് ബന്ദ് ആണ്. അത് ഭാരതത്തിലല്ലേ, നമ്മൾ കേരളത്തിലല്ലേ മക്കളെ? അതൊന്നും പ്രശ്നമാക്കണ്ട, ഒന്നും നിങ്ങളെ ബാധിക്കൂല. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചാൽ മതി. എല്ലാവരും ലൈവിൽ വാ, എല്ലാവരും വാ. ഭാരത് ബന്ദ് കേരളത്തെ ബാധിക്കില്ല മക്കളെ. നാളെ എക്സാം ഉണ്ടാകും. ഇപ്പം നിങ്ങൾ കെമിസ്ട്രി പഠിക്കും, ബാക്കി എല്ലാം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പിന്നെ വേറെ സംശയം ആരോ ചോദിച്ചു. എന്താ ചോദിച്ചത്? വേറെ ചോദിച്ച സംശയം, മോഡൽ എക്സാം ടഫ് ആണെങ്കിൽ മെയിൻ എക്സാം ഈസി ആയിരിക്കുമെന്ന്. അതിനെനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, മോഡൽ എക്സാം ആർക്കാണ് ടഫ് എന്ന് നമുക്കറിയില്ലല്ലോ. അവർ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കൂടാ, മോഡൽ എക്സാം ടഫായിരുന്നോ? ടഫുള്ള ആൾക്ക് മെയിൻ എക്സാം ഈസി ആയി കൊടുക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. പലർക്കും പല രൂപത്തിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, മോഡൽ എക്സാം ആണെങ്കിലും മെയിൻ എക്സാം ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ രണ്ടും ഈസി ആക്കാനുള്ള ശ്രമമാണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ എൻ്റെ മക്കൾ അറിയേണ്ട 1-2 കാര്യങ്ങൾ, എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും അറിയേണ്ട. ആ ബാക്ക് സ്ക്രീൻ ഒന്ന് ജസ്റ്റ് വൈറ്റ് ആക്കും കുറച്ച് നേരത്തേക്ക്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ മക്കൾ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം മക്കളുടെ ശ്രദ്ധയിലോട്ട് ഞാൻ പെടുത്തുന്നു. ഒന്ന് നോക്കിയേ. ഈ ചാപ്റ്ററിൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിക്കാതെ പോകരുത്. അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഈ പ്രധാനപ്പെട്ട ലോകൾ അവഗാഡ്രോസ് ലോ ഒക്കെ ഉണ്ട്. ഇത് പഠിക്കാതെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് പോകരുത്. അടുത്തതായിട്ട് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗവും നിങ്ങൾക്ക് അറിയാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലാർ മാസ്, അവഗാഡ്രോ നമ്പർ, STPയിലെ വോളിയം, ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇവിടെ ചർച്ച ചെയ്യും. ഈ ഭാഗവും അറിയാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. പിന്നെ എൻ്റെ മക്കൾ അറിയേണ്ട വേറൊരു കാര്യം,
ഇമ്പറിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല. ഇമ്പറിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, ഇവർ തമ്മിലുള്ള റിലേഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ മുഴുവൻ ആക്കണം കേട്ടോ. ഇവർ തമ്മിലുള്ള റിലേഷൻ, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ലാസ്റ്റ് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ തുടങ്ങിയ കോൺസെൻട്രേഷൻ ടേമുകളൊക്കെ കുറിച്ചൊരു ധാരണ വേണം. ഇത്രയ്ക്കും കാര്യങ്ങൾ അടങ്ങുന്ന ക്വസ്റ്റ്യനുകൾ ഞാൻ ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ ചർച്ച ചെയ്തിരിക്കും. അതുകൊണ്ട് മക്കൾ കൂടെ നിന്നോ, വേറൊരു സംശയം വേണ്ട. ഞാൻ കണ്ട ഒരു പേടി പഠിക്കേണ്ട. 52 മാർക്കുണ്ട്. റന ഫാബിൽ ആൻഡ് അപ്പു 1 വേർഡ് ഓക്കെ ചോദിച്ചെന്താവും. ഓക്കെ, പലരും എല്ലാവരും കൂടെ നിൽക്കും. ഈ ചാപ്റ്റർ അരമണിക്കൂറിനുള്ളിൽ ക്ലിയർ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. മക്കളെല്ലാവരും ലൈവിലോട്ട് പോവാ. എല്ലാവരും ഓൾ സ്റ്റാർ ഓക്കെ, ഓൾ സ്റ്റാർ ഉണ്ട്, റോന റോജ ഉണ്ട്, ആയുഷ് ഉണ്ട്. ഓക്കെ, എല്ലാവരും, റോജിൻ, എല്ലാവരും വാ. അമ്മു ഓക്കെ. ഞാനിതാ നേരെ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണ് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഇത്രയും കാര്യങ്ങൾ മൊളാലിറ്റി ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നാളത്തെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യന്റെ ആൻസറിലോട്ട് മക്കൾ എത്തും. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ആൻസർ ചെയ്യണം മക്കള്. ആരും ടെൻഷൻ ആവണ്ട. ചില കുട്ടികൾ പറയുന്നു പേടിയുണ്ടോ സാറ്, എക്സാം ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു. ഒരു കാര്യം പറയട്ടെ, ഹീലിയം എവിടെ കാണപ്പെടുന്നു ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ ഹീലിയം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പീരിയോഡിക് ടേബിൾ ആണ് ഉത്തരം എഴുതിയ RF. ഇപ്പൊ നിങ്ങൾക്ക് കെമിസ്ട്രി ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. എന്റെ മക്കൾ ഒന്നും അറിവില്ലായ്മയിൽ നിന്നും എന്റെ മക്കൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഒരു സംശയം വേണ്ട. ലിമിറ്റിംഗ് റിയേജന്റ്, യെസ്, എന്നെ ഓർമ്മപ്പെടുത്തിയത് ഞാൻ വളരെ ഹാപ്പി. ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ അതുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, വാട്ട് യു മീൻ ബൈ മോളാർ മാസ് ഓഫ് എ കോമ്പൗണ്ട്? ഇതിന്റെ ആൻസറിൽ നിങ്ങൾ ഒന്നും വേണ്ട. മോളാർ മാസ് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്. ഏതൊരു സബ്സ്റ്റൻസും ഒരു മോളിന്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് മോളാർ മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്. ഓക്കെ, ഞാൻ എഴുതി തരേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ക്ലിയർ. നിങ്ങൾക്ക് ആ മാർക്ക് അടിച്ചു കഴിഞ്ഞു. ആരും ടെൻഷൻ. അപ്പു ലൈവിലുണ്ടല്ലോ. മോളാർ മാസ് ക്ലിയർ അല്ലേ? മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് റിയേജന്റ്? നമ്മളെ ലിമിറ്റിംഗ് റിയേജന്റ് ഓർമ്മപ്പെടുത്തിയ ഒരു മോണ്ടായിരുന്നല്ലോ അമ്മു. ലിമിറ്റിംഗ് റിയേജന്റോ എന്ന് ചോദിച്ചിരുന്നു. ഇമ്പോർട്ടന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയേജന്റ്. അത്രയെങ്കിലും എഴുതി കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. ഇറ്റ് ഈസ് എ റിയേജന്റ്. എന്താ റിയേജന്റ് പ്രത്യേകത? അത് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ആയി. റിയാക്ഷനിൽ അത് പങ്കെടുത്ത് തീർന്നു. ബാക്കിയുള്ളവരൊക്കെ ബാക്കിയായിട്ടുണ്ടാവും. ഈവൻ തീർന്നു, റിയാക്ഷൻ സ്റ്റോപ്പായി. അപ്പൊ റിയാക്ഷൻ സ്റ്റോപ്പ് ആക്കുന്ന, അളവ് കുറഞ്ഞ, റിയാക്ഷനിൽ കംപ്ലീറ്റ് കൺസ്യൂം ആകുന്ന ആളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. എന്താ അതിൽ സംശയം? ഒരു ടെൻഷനും വേണ്ട. എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ആരെ നിങ്ങൾ പേടിക്കുന്നത്? എയ്ഗണില്ല കൂടെ. എൻ്റെ മക്കളെ പുറത്ത് തട്ടാനും കൊട്ടാനും എയ്ഗണില്ലേ? ഒരു ടെൻഷനും വേണ്ട. റിയേജന്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്. ഇറ്റ് സ്റ്റോപ്സ് ദ റിയാക്ഷൻ. ലെസർ എമൗണ്ട് റിയാക്റ്റൻസ്. നിങ്ങളിപ്പം ഒരു ബർഗർ ഉണ്ടാക്കുക കരുതിക്കോളൂ. നിങ്ങളെ കയ്യിൽ 5 ബണ്ണും ഉണ്ട്, 4 ചിക്കൻ പീസും ഉണ്ട്. ബർഗർ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ബർഗർ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാരണം ചിക്കൻ പീസ് 4 എണ്ണേ ഉള്ളൂ. ചിക്കൻ പീസ് തീരുമ്പോൾ ബർഗർ ഉണ്ടാകുന്ന സ്റ്റോപ്പ് ആവും, ബണ്ണ് ബാക്കിയാവും. എങ്കിൽ ചിക്കൻ പീസ് തീർന്നപ്പോൾ ബർഗർ ഉണ്ടാക്കുന്ന പ്രോസസ് സ്റ്റോപ്പായി. ചിക്കൻ പീസാണ് ലിമിറ്റിംഗ് റിയേജന്റ്. വേഗം തീരുന്ന, കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ആയ, അളവ് കുറഞ്ഞ റിയാക്ടന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ, ദ റിയേജന്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ റിയാക്ഷൻ, ദാറ്റ് ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. യെസ്, കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്. അനു പറഞ്ഞു. ഓക്കെ, അപ്പു യെസ്. ഓക്കെ, എ റിയാക്ഷൻ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്. കറക്റ്റ് ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്തു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ നിങ്ങൾ ഈ കംപ്ലീറ്റ് എടുത്ത് ടൈപ്പ് ചെയ്യുന്നു. എനിക്ക് എഴുതാൻ പോലും മടിയാണ്. എൻ്റെ മക്കൾ ഇത് ടൈപ്പ് ചെയ്ത് വിടുന്നു. വെരി ഗുഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. മോൾ ഈസ് വെരി ലാർജ് നമ്പർ ടു ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾ എക്സെട്ര. മോളിക്യൂൾസിൻ്റെയും ആറ്റത്തിൻ്റെയും എണ്ണൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാർജ് നമ്പറിനെയാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത്. റൈറ്റ് അനദർ നെയിം ഓഫ് 1 മോൾ, ദാറ്റ്സ് നമ്പർ അവഗാഡ്രോ നമ്പർ എന്നാണ് അതിൻ്റെ ഉത്തരം. ആ എണ്ണം പറയാൻ ഉപയോഗിക്കുന്ന ആ മോൾ എന്ന് പറയുന്ന വാല്യൂ, അതിൻ്റെ നെയിം അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവഗാഡ്രോ കോൺസ്റ്റന്റ്. വളരെ സിമ്പിളാണ്. എബിൻ പറയൂല സീക്രട്ട്. എന്താണത്? നമ്മളറിയാത്തൊരു സീക്രട്ട് എന്താ മോനെ? എബിനെ
അപ്പു സ്കൂൾ എവിടെയാ? വേണ്ടട്ടോ, ലൈവിൽ നിങ്ങൾ ആരും ഇപ്പൊ പരസ്പരം ഒന്നും ചോദിക്കണ്ട, നിങ്ങൾ പരസ്പരം പഠിക്കുക. വീട് എവിടെ? ഒന്ന് യെസ്, അവഗാഡ്രോ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കൾ. ഹൗ ദ മോളിക്കുലാർ ഫോർമുല ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എംപിരിക്കൽ ഫോർമുല? ദ ആൻസർ ഈസ് വളരെ കറക്റ്റ് ആണ്. ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മക്കളോട്. ബെൻസീന്റെ മോളിക്കുലാർ ഫോർമുല C6H6 ആണ്. ഇതറിയാത്ത ആരുമില്ല. ബെൻസീന്റെ മോളിക്കുലാർ ഫോർമുല C6H6 ആണെന്ന് ഞാൻ പിറന്നു വീണപ്പോൾ എനിക്കറിയാം. എങ്കിൽ അവരുടെ കാർബണിന്റെ എണ്ണം 6ഉം ഹൈഡ്രജൻ എണ്ണം 6ഉം. അവർ തമ്മിലുള്ള സിമ്പിൾ റേഷ്യോ 1ഉം 1ഉം ആണ്. എങ്കിൽ അതിന്റെ എംപിരിക്കൽ ഫോർമുല C1H1. സോ എംപിരിക്കൽ ഫോർമുല ഈസ് ദ simplest whole number ratio of various elements. Empirical formula means simplest whole number ratio of various elements. Empirical formula simplest whole number ratio of various elements present in the molecule. Molecular formula is the actual ratio. ഇപ്പൊ C6H6 മക്കൾ ശ്രദ്ധിക്കും. C6H6 അവിടെ കാർബൺ 6 ഹൈഡ്രജൻ 6. ആക്ച്വൽ റേഷ്യോ ഓഫ് വേരിയസ് എലിമെന്റ്സ് present in molecule. Actual ratio of various elements present in molecule. അതാണ് മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ ആണത്. മറക്കണ്ട, ബെൻസീന്റെ മോളിക്കുലാർ ഫോർമുല C6H6 ആണെങ്കിൽ ബെൻസീന്റെ എംപിരിക്കൽ ഫോർമുല C1H1. അപ്പൊ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ് എംപിരിക്കൽ ഫോർമുല, ആക്ച്വൽ റേഷ്യോ ആണ് മോളിക്കുലാർ ഫോർമുല. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ആ ഇമ്പോർട്ടന്റ് പറഞ്ഞ ഭാഗത്ത് നിന്ന് മാത്രമല്ലേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ 1 mole ഓഫ് മീഥെയിൻ? യെസ്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ 1 mole ഓഫ് മീഥെയിൻ? ദ ആൻസർ ഈസ്, ആ ആറ്റത്തിന്റെ എണ്ണാണ് ചോദിച്ചത്. നിങ്ങൾക്ക് നമ്പർ ഓഫ് മോളിന്റെ എണ്ണം കിട്ടുകയാണെങ്കിൽ, നമ്പർ ഓഫ് മോൾ കിട്ടിയാൽ n ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു ആറ്റോമിസിറ്റി ചെയ്താൽ എൻ്റെ മക്കൾക്ക് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ഈ കേശം പഠിച്ചു വെച്ചോ, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. അസ്ഫിൻ X4 ആൾസാർ 55 കൂടുതൽ കാണും. ലിസണിയേഴ്സ് ഇവിടെ ക്ലാസ് ശ്രദ്ധിക്കൂ. നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു Na ഇൻറ്റു ആറ്റോമിസിറ്റി. n ഇൻറ്റു Na ഇൻറ്റു ആറ്റോമിസിറ്റി നിങ്ങൾക്ക് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. എങ്കിൽ ദ ആൻസർ എത്ര മോൾ മീഥെയിൻ? യെസ്, 1 mole മീഥെയിൻ ഇൻറ്റു Na. യെസ് മക്കൾ നോക്കൂ, അവഗാഡ്രോ നമ്പർ Na ഇൻറ്റു ആറ്റോമിസിറ്റി. ഇവിടെ മീഥെയിൻ്റെ എണ്ണല്ല ചോദിച്ചത്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ CH4 എന്നെടുത്താൽ ഹൈഡ്രജന്റെ ആറ്റോമിസിറ്റിയെ നിങ്ങൾക്ക് 4 ആക്കി എടുക്കാം. ഹൈഡ്രജൻ അവിടെ എത്ര ആറ്റം ഉണ്ട്? 4 എണ്ണമാണ്. എങ്കിൽ നിങ്ങൾക്ക് അവിടെ 4 എന്ന് കൊടുക്കാം. ശരിക്കും ഒരു മോളിക്യൂളിലെ ആറ്റത്തിന്റെ എണ്ണമാണ് ആറ്റോമിസിറ്റി. ഞാനിവിടെ ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ എണ്ണം മാത്രം ചോദിച്ചുകൊണ്ട് ഹൈഡ്രജന്റെ ആറ്റോമിസിറ്റി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 4Na എന്നാണ്. ഇത്രയ്ക്കും ആറ്റംസ് ആണുള്ളത്, ഇത്രയ്ക്കും ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്. ദാറ്റ് മീൻസ് 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റംസ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ എത്തി എന്നുള്ളതാണ്. നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ n ഇൻറ്റു Na ഇൻറ്റു ആറ്റോമിസിറ്റി. നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു Na ഇൻറ്റു ആറ്റോമിസിറ്റി. n ഇൻറ്റു Na ഇൻറ്റു ആറ്റോമിസിറ്റി. N1 Na ഇൻറ്റു ആറ്റോമിസിറ്റി. ഞാൻ ഹൈഡ്രജൻ എത്ര ആറ്റം ഉണ്ട് എന്ന് മൾട്ടിപ്പിൾ ചെയ്തു, അതാണ് ആറ്റോമിസിറ്റി. ക്ലിയർ? അപ്പൊ ഇതൊക്കെ മോൾ കോൺസെപ്റ്റുള്ള ചോദ്യമാണ്. ലിമിറ്റിംഗ് റിയേജന്റ് ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെ ലൈവിലുള്ളത്? യെസ്, 1 ഇൻറ്റു 6.022 10⁻23 ഇൻറ്റു 4. കറക്റ്റ് ആൻസർ അപ്പുവിന്റെ കറക്റ്റ് പേര് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ, എനിക്കറിയാം. ഓക്കെ, സാറിന്റെ സൾഫ്യൂരിക് ആസിഡ് കറി എനിക്ക് പെരുത്ത് ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു. നാളെ നമുക്ക് നല്ല മാർക്ക് വാങ്ങണം മക്കളെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Atom has very small and so usually the mass of atoms are given relative to a standard called atomic mass unit. What is atomic mass unit? AMU.
AMU എന്ന് പറഞ്ഞാൽ അമ്മു എന്നല്ല കേട്ടോ. AMU എന്ന് പറഞ്ഞാൽ അമ്മു എന്നല്ല. ഞാൻ അങ്ങനെ വിചാരിക്കണ്ട. പരീക്ഷയ്ക്ക് ഒരു കുട്ടിക്ക് AMU എന്താ ചോദിച്ചപ്പോഴും കുട്ടി അമ്മു എന്ന് എഴുതി കൊടുത്തു. അമ്മു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ. ശരിക്കടാ. AMU ആറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ്? AMU എന്ന് പറഞ്ഞാൽ പഠിച്ചോ, 1/12, 12ൽ 1. കേക്ക് മുറിക്കും പോലെ 12 പീസാക്കിയാൽ അതിൽ ഒരു പീസ്. 1/12 മാസ് ഓഫ് 1 ആറ്റം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 ഐസോട്ടോപ്പിന്റെ ഒരാറ്റത്തിന്റെ 1/12 മാസിനെയാണ് നമ്മൾ 1 AMU എന്ന് പറയുന്നത്. ഒരു കാർബൺ 12 ഐസോട്ടോപ്പിന്റെ ഒരാറ്റത്തെ നമ്മൾ 12 പീസാക്കുന്നു. അതിൽ ഒരു പീസ് ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ എടുത്തൊരു വായിലൊക്കെ വെച്ചെടുക്കൂല കേക്ക് മുറിച്ചിട്ട്, അതന്നെ. അതാണ് 1 മറക്കണ്ട. അപ്പോൾ 1 AM എന്ന് പറയുമ്പോൾ കാർബൺ 12 ആറ്റത്തിനെ 12 പീസാക്കിയത് മനസ്സിൽ കാണും. 12 ഡസൻ. അപ്പൊ അതിന്റെ ഒരു പീസ്. 12/1 എന്ന് അറിയാതെ എഴുതി പോയത് 1/12. 1 AM ക്ലിയർ അല്ലേ? യെസ്, നമ്മൾ കഴിഞ്ഞു. കോൺസെപ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ്. 1/12 മാസ് ഓഫ് കാർബൺ ആറ്റം. വളരെ കറക്റ്റ്. A* ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ആൾ സ്റ്റാർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ ആൾ സ്റ്റാർ ഒക്കെ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. സൂപ്പർ 20 പെർ ക്ലാസ് കേൾക്കുന്ന അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന സാറ് പൊളിയാണ്. താങ്ക് യു. ആകെ 20 പെർ ക്ലാസ് കാണുന്നുള്ളൂ, എന്നിട്ടും അവർക്ക് വേണ്ടി ഓക്കെ. യെസ്, താങ്ക് യു. നമ്മൾ 20 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 20,000 കുട്ടികളാണ് മക്കളെ. ഓക്കെ, എന്നാ സർ നെയിം? എൻ്റെ പേര് RF. ഓക്കെ, റാഫി RF. ഓക്കെ, ഡിഫൈൻ മൊളാരിറ്റി. എൻ്റെ മക്കളെ, മൊളാരിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ ആലോചിച്ച് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ആ പേരിൽ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ടാക്കാം. മൊളാരിറ്റിയുടെ ഡെഫിനേഷൻ പേരിൽ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. മൊളാരിറ്റി ആ പേരിലുണ്ട്. മൊള നമ്പർ ഓഫ് മോൾ ആണത്. റിറ്റി ഒഴിക്കണ സൗണ്ടാണത്. അപ്പം താഴെ വോളിയാണ്. അപ്പം മൊളാരിറ്റിയുടെ ഡെഫിനേഷൻ ക്ലിയർ ആയി. മൊളാരിറ്റി ക്യാപിറ്റൽ M മൊള. അപ്പൊ ഇക്വേഷന് മുകളിൽ നമ്പർ ഓഫ് മോള്. മൊള ആരെ നമ്പർ ഓഫ് മോള്? സൊല്യൂഷനിലിട്ട സൊല്യൂട്ട്, പഞ്ചസാര ഉപ്പോ എന്തോ ആയിക്കോട്ടെ, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോള്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ എന്ന് അറിയാത്ത ആരുമില്ല. നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട്. എത്ര വോളിയം സൊല്യൂഷൻ? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ദിസ് ഈസ് മൊളാരിറ്റി. അപ്പൊ മൊളാരിറ്റി ഡെഫിനിഷൻ കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഇൻ വോളിയം ഓഫ് ലിറ്റർ ഓഫ് സൊല്യൂഷൻ. യെസ്, മൊള. അപ്പൊ ഇക്വേഷന് മുകളിൽ നമ്പർ ഓഫ് മോൾ. മൊള റിറ്റി ഒഴിക്കണ സൗണ്ട്, താഴെ വോളിയം ഓഫ് സൊല്യൂഷൻ ഓർത്തിച്ചാൽ മതി. ക്ലിയർ ആയില്ലേ? മൊളാരിറ്റി നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇക്വേഷൻ അല്ലേ എഴുതേണ്ടത്. സോ ദ ഡെഫിനിഷൻ ഈസ്, ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഉണ്ടാക്കാം. ഡെഫിനിഷൻ ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇക്വേഷൻ അറിഞ്ഞാൽ ഡെഫിനിഷൻ ഉണ്ടാക്കാം. എന്തിനാ ടെൻഷൻ ആവുന്നത്? യെസ്, ഡെഫിനിഷൻ കറക്റ്റ്. മാളവിക ജൊമീഷ് കറക്റ്റ് ഡെഫിനിഷൻ എഴുതി. നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. യെസ് മാളവിക. എൻ്റെ നെയിം ആതിര എന്ന് പറഞ്ഞതാ. ഓക്കെ, ഗുഡ്, താങ്ക്സ്. ഓക്കെ, നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അടുത്തത് ഡിഫൈൻ മൊളാലിറ്റി. മൊളാലിറ്റി എന്താണ്? അതും പേരിലുണ്ട്. നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ വെയിറ്റ് ഓഫ് സോൾവെന്റ് W1. വെയിറ്റ് ഓഫ് സോൾവെന്റ് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. മൊളാലിറ്റി എടുത്തിട്ട് പൊങ്ങണില്ല, താഴെ വെയിറ്റ് ഓഫ് സോൾവെന്റ്. മൊളാലിറ്റി എടുത്തിട്ട് പൊങ്ങണില്ല, വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പൊ ഡെഫിനിഷൻ മൊളാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ kilogram of solvent. Number of moles of solutes. Number of moles of solutes present in kilogram of solvent. Number of moles of solute present in kilogram of solvent. ഈ മൊളാലിറ്റിയുടെ ടേമിൽ വോളിയം ഇല്ല. രണ്ടും നമ്പർ ഓഫ് മോൾ വെയിറ്റ് ബൈ മോളാർ മാസ് ആണ്. മൊളാരിറ്റിയിൽ വോളിയം ഉണ്ട്.
വോളിയം ഉണ്ടെങ്കിൽ അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. എങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ? താഴെ പറയുന്നത് ഏതാണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത്? സോൾവെന്റ് ആണ്, വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്, നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത് മൊളാരിറ്റി, കാരണം അതിൽ വോളിയം ഉണ്ട്. ബാക്കിയുള്ളതിലൊന്നും മൊളാരിറ്റിയിൽ വോളിയം ഇല്ല, മാസ് പെർസെൻറ്റേജിൽ വോളിയം ഇല്ല, മോൾ ഫ്രാക്ഷനകത്തും വോളിയം ടേം വരുന്നില്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ മാറുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത് മൊളാരിറ്റിയാണ്. റൈറ്റ് അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ അറിയാത്ത ആരുമില്ല. 6.022 into 10⁻23. 10 all star molarity 10⁻23. 10⁻23. How many moles of water molecules are present in 180 gram of water? 150 gram വാട്ടറിൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് എന്ന്. How many water molecules are present in 180 gram water? നമുക്കറിയാം how many water molecules are present in 180 gram. Number of mole is equal to given mass by molar mass. Given mass by molar mass. Given mass എത്രയാണ്? 180 divided by H2O യുടെ molecular mass 2 plus 16 equal to 18. 180 by 18 equal to 10 mole. 180 by 18 equal to 10 mole. 10 mole ആണ് ഉത്തരം. പക്ഷെ ചോദിച്ചത് മോളിക്യൂൾസിന്റെ എണ്ണമാണ്. മോളിക്യൂൾസിന്റെ എണ്ണം ഒരു മോളിൽ അവഗാഡ്രോ എണ്ണം മോളിക്യൂൾസ്. അപ്പോൾ 10 മോളിൽ 10 into 6.022 into 10⁻23 മോളിക്യൂൾസ്. അത്രയ്ക്കും മോളിക്യൂൾസ് ആണ് ഉള്ളത്. 10 into 6.022 into 10⁻23. That means 6.022 into 6.022 into 10⁻24 molecules. അല്ല മക്കളെ, അല്ലേ 6.022 into 10⁻24 molecules. സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 2 എലമെന്റ് കൂടി ചേർന്ന് ഡിഫറെന്റ് കോമ്പൗണ്ട് ഉണ്ടായാൽ, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് 2 കോമ്പൗണ്ട് H2O ആൻഡ് H2O2. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് H2O ഉണ്ടായി, H2O2 ഉണ്ടായി. എങ്കിൽ അവിടെ അവിടുത്തെ റേഷ്യോ ഹൈഡ്രജൻ 2:16, ഇവിടെ 2:32. മാസിന്റെ റേഷ്യോ ഹൈഡ്രജൻ 2 gram, O2 എന്ന് പറയുമ്പോൾ 32. ഇവിടെ ഹൈഡ്രജൻ 2 gram, ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16. എങ്കിൽ ഒരു മാസിന്റെ റേഷ്യോ ഫിക്സ് ആണെങ്കിൽ 2 gram ആണെങ്കിൽ 16ഉം 32ഉം തമ്മിലുള്ള റേഷ്യോ ദാറ്റ് മീൻസ് 1:2. That means when 2 elements are combined to form more than 1 compound, 2 എലമെന്റ് കൂടി ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടായാൽ, ഡെഫിനിഷൻ കാണാം. When 2 different elements combine with each other to form more than 1 compound, the mass of one element that combined with the fixed mass of are in the ratio of small whole number ratio. അവർ തമ്മിൽ കൂടിച്ചേരുന്ന റേഷ്യോ സ്മോൾ ഹോൾ നമ്പർ ആയിരിക്കും. 2 gram ഹൈഡ്രജനും 16 gram ഓക്സിജനും, 2 gram ഹൈഡ്രജനും 32 gram ഓക്സിജനും. അപ്പോൾ ഒരു എലമെന്റ് മാസ് ഫിക്സ് ആയപ്പോൾ മറ്റേ എലമെന്റുകൾ തമ്മിലുള്ള റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് എന്താ മക്കളെ? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഇപ്പൊ ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷന്റെ ഇല്ലസ്ട്രേഷൻ ആണ്. എക്സാമ്പിൾ വെച്ചുള്ള ഇല്ലസ്ട്രേഷൻ ആണ്. ഡെഫിനിഷൻ ചോദിച്ചാൽ ഡെഫിനിഷൻ എഴുതണം. ദിസ് ഈസ് ദ ഡെഫിനിഷൻ. When 2 different elements combine with each other to form more than 1 compound, the mass of one element that combine with fixed mass of are in the ratio of small whole number. 2 എലമെന്റ് കൂടി ചേർന്ന് ഡിഫറെന്റ് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഒരു എലമെന്റ് മാസ് ഫിക്സ് ചെയ്താൽ മറ്റേ 2 എലമെന്റുകൾ തമ്മിലുള്ള റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും, സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് ഇല്ലസ്ട്രേറ്റ് ചെയ്താൽ അങ്ങനെ ഇല്ലസ്ട്രേഷനും ചോദിക്കും. കണ്ടോ? സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ.
ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ഇടൂ. ക്ലിയർ അല്ലേ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്. യെസ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ക്ലിയർ അല്ലേ മക്കൾ? യെസ്, താങ്ക് യു. H2O H2O2 വെച്ച് ഇല്ലസ്ട്രേറ്റ് ചെയ്തു. മക്കളെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് വേഗം അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. നമ്പർ ഓഫ് മോൾ. എന്താണ് നമ്പർ ഓഫ് മോൾ? നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ മാസ് വെച്ചിട്ട് അത് ഗ്രാം ആറ്റോമിക് മാസ് ആവാം, ഗ്രാം മോളിക്കുലാർ മാസ് ആവാം. ഗ്രാം ആറ്റോമിക് മാസ് വെച്ച് നമ്പർ ഓഫ് മോൾ കാണുകയാണെങ്കിൽ ഗിവൺ മാസ് ബൈ ഗ്രാം ആറ്റോമിക് മാസ്, അല്ലെങ്കിൽ ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് നമ്പർ ഓഫ് മോൾ കാണാൻ ഉപയോഗിക്കാം. നമ്പർ വെച്ചിട്ട് നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആണ്. എങ്കിൽ നമ്പർ ഓഫ് മോൾ കാണാൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. വോളിയം വെച്ചിട്ട് STPയിലുള്ള ലിറ്ററിലെ വോളിയം ഡിവൈഡഡ് ബൈ 22.4. STPയിൽ നമ്പർ ഓഫ് മോൾ കാണാൻ ലിറ്ററിലെ വോളിയം ഡിവൈഡഡ് ബൈ 22.4 എന്ന് എഴുതിയാൽ മതി. 20% സ്പീഡ് കുറയുമോ സർ? ക്ലിയർ സർ? ഓക്കെ, താങ്ക് യു. അപ്പം നമ്പർ ഓഫ് മോൾ കാണാൻ ഗിവൺ മാസ് ബൈ ഗ്രാം ആറ്റോമിക് മാസ്, ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്, STPയിലെ ലിറ്ററിലെ വോളിയം ബൈ 22.4 ചെയ്താൽ നമ്പർ ഓഫ് മോൾ കിട്ടും. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താലും മക്കളെ നമ്പർ ഓഫ് മോൾ കിട്ടും. 25% സ്പീഡ് കൂട്ടുമോ സർ? യെസ്, സ്പീഡ് കൂട്ടാലോ, ഒരു പ്രശ്നമില്ല. കട്രം ആക്സിലേറ്റർ കൊടുത്തല്ലോ, സ്പീഡ് കൂടിയല്ലോ. യെസ്, എങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് താഴെ പറയുന്ന ക്വസ്റ്റ്യനുകളുടെ നമ്പർ ഓഫ് മോൾ കാണാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോവിങ്. 46 ഗ്രാം സോഡിയം. നമ്പർ ഓഫ് മോൾ ഗിവൺ മാസ് ബൈ സോഡിയത്തിന് ഗ്രാം ആറ്റോമിക് മാസ് കൊണ്ട് ഹരിക്കുക, W/GAM. ഗിവൺ മാസ് എത്ര? യെസ്, 46. ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് സോഡിയം 23. 46/23. നമ്പർ ഓഫ് മോൾ 2 മോൾ. കണ്ടോ? ഈക്വേഷൻ ഉപയോഗിച്ചു. മാസ് തന്നപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചു. ഗിവൺ മാസ് ബൈ ഗ്രാം ആറ്റോമിക് മാസ്. ആൻസർ 2 മോൾ. അടുത്ത ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോവിങ്. 6.022 ഇൻറ്റു 10⁻22 ആറ്റംസ്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? എണ്ണം തന്നാൽ ഈക്വേഷൻ. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ എത്ര പാർട്ടിക്കിൾസ് ഉള്ളത്? 6.022 ഇൻറ്റു 10⁻22 ആറ്റംസ് ആണുള്ളത്. അത് എത്ര മോളാണ്? ബൈ അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. ഇറ്റ് ഈസ് വെരി ക്ലിയർ. കട്ട് 10⁻22 10⁻23 കട്ട് 1/10. That is equal to 0.1 mole. Very clear. പാർട്ടിക്കിളിന്റെ എണ്ണം തന്നാൽ നമ്പർ ഓഫ് മോൾ കാണാൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ അവഗാഡ്രോ നമ്പർ. മാസ് തന്നാൽ ഗിവൺ മാസ് ബൈ ഗ്രാം ആറ്റോമിക് മാസ്, അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1.12 ലിറ്റർ മീഥേൻ ഗ്യാസ് അറ്റ് STP. 1.12 ലിറ്റർ മീഥേൻ ഗ്യാസ് അറ്റ് STP. ഈ ക്വസ്റ്റ്യൻ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, 0.1 മോൾ കറക്റ്റ് ആൻസർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻസർ. ഈ കുറച്ചാളുകൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ വലിയൊരു വിജയമാണ് കേട്ടോ. ആറ്റം മോഡൽ എടുക്കുമോ? നാളെ എടുക്കാമല്ലോ. ഓക്കെ, ഇവിടെ കാൽക്കുലേറ്റ് ദ മാസ് ആണ്. ടെൻഷൻ ആവണ്ട. നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. This number of mole is equal to STPയിലെ വോളിയം ഡിവൈഡഡ് ബൈ 22.4. യെസ്, എങ്കിൽ നമുക്കിവിടെ കാണേണ്ട ആള് മാസാണ്. എങ്കിൽ ആ മാസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നു. ദാറ്റ് മാസ് W ഈക്വൽ ടു മോളാർ മാസ് ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 22.4. കിട്ടി. മാസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന കണ്ടോ? മോളാർ മാസ് ആരാണ്? ഇവിടുത്തെ ആള് മീഥേൻ ആണ്. മീഥേൻ എന്ന് പറഞ്ഞാൽ ഫോർമുല CH4 ആണ്. CH4 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് 16 ആണ്. സോ 16 ഇൻറ്റു
1.12 divided by 22.4. ക്ലിയർ? എങ്കിൽ ഇത് ചെയ്യാനൊരു എളുപ്പം ഞാൻ കാണിച്ചു തരാം. ഈ 16 ഞാൻ 1.6 ആക്കിയാൽ ഈ 1.12നെ 11.2 എന്നാക്കാം. ഡിവൈഡഡ് ബൈ 22.4 എന്ന് എഴുതാം. 16നെ 1.6 എന്നാക്കിയാൽ ഇവിടെ ഒരു പോയിന്റ് മുന്നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തിനാ ഞാൻ അങ്ങനെ ചെയ്തത്? 11.2ഉം 22.4ഉം ഹരിച്ച 2ആണ്. 1.6/2 എന്ന് പറഞ്ഞാൽ 1.6/2 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. സോ ദ ആൻസർ ഈസ് 0.8 gram. ദ ആൻസർ ഈസ് 0.8 gram. മനസ്സിലായോ? 1.6/2 0.8 gram. അപ്പോൾ മാസ് നമ്പർ ഓഫ് മോളിന്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാസ് കണ്ടെത്തി. വെരി ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 6.8 gram അമോണിയ അറ്റ് STP. STPയിലെ നമ്പർ ഓഫ് മോൾ given mass by molar mass is equal to volume by 22.4. കാണേണ്ടത് വോളിയം. വോളിയം ഈസ് ഈക്വൽ ടു W ഇൻറ്റു 22.4 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഈക്വൽ ടു W ഇവിടെ 6.8 ഇൻറ്റു 22.4 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് അമോണിയ. അമോണിയൻ്റെ മോളിക് ഫോർമുല NH3. സോ മോളാർ മാസ് 14 + 3 ഈക്വൽ ടു 17. സോ വോളിയം ഈസ് ഈക്വൽ ടു W ഇൻറ്റു ദ ഇക്വേഷൻ എന്നാണ് ഞാനത് ഉണ്ടാക്കിയത്. വോളിയം ഈസ് ഈക്വൽ ടു W ഇൻറ്റു 22.4 ബൈ M. ഈ വാല്യൂ ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാൽക്കുലേറ്റർ വെച്ചാൽ നിങ്ങൾക്ക് 8.96 നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്ററിൽ കിട്ടും. വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾ കാണാം, മാസ് കാണാം, STPയിലെ വോളിയം കാണാം, STPയിലെ മാസ് കാണാം, എല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷൻ മോൾ കോൺസെപ്റ്റ് ആണ്. മോൾ കോൺസെപ്റ്റിലെ ഇക്വേഷൻ വെച്ചാണ് ഈ പ്രോബ്ലം എല്ലാം നമ്മൾ ചെയ്യുന്നത്. ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് മാസും മോളാർ മാസും എല്ലാം കാണാം. ഇതാ മക്കളെ, കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ ഓൺലി 3 questions, 3 questions ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൺസെപ്റ്റ് ഇതാ ക്ലോസ് ചെയ്യാണ്. ഈ ചാപ്റ്ററിനകത്ത് നാളെ പരീക്ഷയ്ക്ക് നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരും. ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും ലൈനിൽ നിന്നോ, ശ്രദ്ധിച്ചോ. അപ്പൊ ഈ ഭാഗം ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് മോൾ കാണാം, നമ്പർ ഓഫ് മോൾ കാണാൻ ഇക്വേഷൻസ് ഉപയോഗിക്കാം, മാസ് കാണാം, STPയിലെ വോളിയം എല്ലാം കാണാം. ഞാനിതാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. എന്താ ക്വസ്റ്റ്യൻ? ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് CO2. എത്ര ഗ്രാം CO2 ഉണ്ട് ഇൻ ഗ്രാം പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ 3 മോൾ CH4, 3 മോൾ CH4 ആൻഡ് 2 മോൾ O2 അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. യെസ്, എന്താ ഇക്വേഷൻ? ദ ഇക്വേഷൻ ഈസ് CH4 ഗ്യാസ് പ്ലസ്, ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, CH4 ഗ്യാസ് പ്ലസ് 2O2 ഗിവ് CO2 പ്ലസ് 2H2O. എത്ര മോൾ CH4? യെസ്, 3 മോൾ CH4. എത്ര മോൾ ഓക്സിജൻ? 2 മോൾ ഓക്സിജൻ. എങ്കിൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇക്വേഷനിലോട്ട് വരുമ്പോൾ 1 മോൾ CH4ന് 2 മോൾ ഓക്സിജൻ വേണം. ദാറ്റ് മീൻസ് 2 മോൾ ഓക്സിജൻ കൺസ്യൂം 1 മോൾ CH4. 1 മോൾ CH4. പക്ഷേ ഇവിടെ 2 മോൾ ഓക്സിജൻ അവർ തന്നിരിക്കുന്നത് 3 മോൾ CH4 ആണ്. 1 മോൾ CH4 മതി. Therefore 1 മോൾ CH4 and 2 മോൾ ഓക്സിജൻ റിയാക്ട് ഈച്ച് അതർ. ഇവർ മാത്രമേ പരസ്പരം റിയാക്ട് ചെയ്യുള്ളൂ. CH4 അവിടെ ബാക്കിയാകും. CH4 1 മോളെ പങ്കെടുക്കുകയുള്ളൂ. ഓക്കെ, CH4 അവിടെ ബാക്കിയാകും. O2 കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ 1 മോൾ CH4ഉം 2 മോൾ ഓക്സിജനും പങ്കെടുത്താൽ 1 മോൾ CO2 ആണ് കിട്ടുക. 1 മോൾ CO2 പ്രൊഡ്യൂസ്ഡ്, 1 മോൾ CO2 പ്രൊഡ്യൂസ് ചെയ്യും. Therefore മാസ് ഓഫ് CO2 ഈസ് ഈക്വൽ ടു 44 ഗ്രാം. 1 മോൾ CO2 44 ഗ്രാമാണെന്ന് അറിയാത്ത ആരുമില്ല.
12 പ്ലസ് 32. കാർബണിന്റെ ആറ്റോമിക് മാസ് 12 ആണ്, O2വിന്റെ 32 ആണ്. സോ ഇറ്റ് ഈസ് 44 ആണ്. 44 ആണ്. അപ്പോൾ 1 മോൾ 44 ഗ്രാം CO2 ആണ് ഉണ്ടാവുക. അപ്പൊ എന്റെ മക്കൾ നോക്ക്, ആരാണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ്? ആരാണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ്? കംപ്ലീറ്റ് ആയിട്ട്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ല ലിമിറ്റിംഗ് റിയേജന്റ് ആരാന്ന്. കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്ത ആളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. എങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്ത ആൾ ഓക്സിജൻ ആണ്. 2 മോൾ ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. 1 മോൾ മീഥൈനെ പങ്കെടുക്കുള്ളൂ. പക്ഷെ അവർ 3 മോൾ മീഥൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ മീഥൈൻ അവിടെ ബാക്കിയാണ്. മീഥൈൻ അവിടെ ബാക്കിയാകുന്നു. ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നു. ദെർഫോർ ഓക്സിജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ ആണ്. ക്ലിയർ ആണ്? ക്ലിയർ നടു. ഓക്സിജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ 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 ഇവിടെ 82. O2 is the limiting reagent. ക്ലിയർ ആണല്ലോ. അടുത്തത് ഇമ്പരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല വെച്ചുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇമ്പരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. അതോടുകൂടി ഇത് തീർന്നിരിക്കുക മക്കളെ. ഈ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാവരും ലൈവിൽ വാ. ഓക്കെ, ഒന്നുകൂടി പറയോ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് പറയാലോ. ദ ഇക്വേഷൻ ഈസ് CH4 ഗ്യാസ് പ്ലസ് 2O2 ഗ്യാസ് CO2 ഗ്യാസ്. 2 മോൾ ഓക്സിജൻ ആണ് തന്നിരിക്കുന്നത്. 3 മോൾ മീഥൈനും ഉണ്ട്. പക്ഷേ 2 മോൾ ഓക്സിജന് 1 മോൾ മീഥൈനെ പങ്കെടുക്കുള്ളൂ. 2 മോൾ ഓക്സിജന് 1 മോൾ മീഥൈനെ പങ്കെടുക്കുക. അപ്പോൾ 1 മോൾ മീഥൈനും 2 മോൾ ഓക്സിജനും ഇവിടെ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുക. ദെർഫോർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 44. നമുക്ക് അവർ ആക്ച്വലി 3 മോൾ മീഥൈൻ തന്നിട്ടുണ്ട്. 1 മോളെ പങ്കെടുക്കുള്ളൂ. മീഥൈൻ ബാക്കിയാകും. ഓക്സിജൻ 2 മോള് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് റിയാക്റ്റന്റ് ഓക്സിജൻ ആണ്. അതുകൊണ്ട് ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. സോ ദ ആൻസർ ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് റിയാക്റ്റന്റ് ഈസ് ഓക്സിജൻ. ദെർഫോർ ഓക്സിജൻ ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്. വേറെ ഏതെങ്കിലും മെറ്റീരിയലോ ഏതെങ്കിലും PDF-ലോ നിങ്ങൾ CH4 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ലിമിറ്റിംഗ് റിയേജന്റ് കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി എൻ്റെ മക്കൾ ഈ ലാസ്റ്റ് ഇമ്പരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചെയ്യുന്ന കണ്ടോ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ 40% കാർബൺ, 6.67% ഹൈഡ്രജൻ, 53.33% ഓക്സിജൻ. ഇറ്റ്സ് മോളിക്കുലാർ മാസ് ഈസ് 90. വാട്ട് ആർ ദ ഇമ്പരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല? ഇവിടെ എൻ്റെ മക്കൾ അറിയേണ്ട ഒരു ഇക്വേഷൻ, ആറ്റോമിക് റേഷ്യോ ഈക്വൽ ടു പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ ആറ്റോമിക് മാസ്. എല്ലാ എലമെന്റിനെയും ആറ്റോമിക് റേഷ്യോ കണ്ടെത്തണം. യെസ്, എല്ലാ എലമെന്റിനെയും ആറ്റോമിക് മാസ് കണ്ടെത്തണം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ ആറ്റോമിക് മാസ്. എല്ലാ എലമെന്റിനെയും ആറ്റോമിക് റേഷ്യോ കണ്ടെത്തുക. അതിന് എല്ലാ എലമെന്റിനെയും ആറ്റോമിക് റേഷ്യോ കണ്ടെത്താൻ എലമെന്റുകൾ ഏതാണെന്ന് ആദ്യം എഴുതുക. എലമെന്റുകൾ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാർബൺ 40%, ഹൈഡ്രജൻ 6.67%, ഓക്സിജൻ 53.33%. ആറ്റോമിക് മാസ് കാർബൺ 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16. അടുത്തത് നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണാൻ ഇവിടെ ആറ്റോമിക് റേഷ്യോ കാണാൻ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ ആറ്റോമിക് മാസ്. സോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ 40, 40/12 ഈക്വൽ ടു 3.33. ആൻഡ് ഓൾസോ 6.67/1, 6.67. 53.33/16 ഈക്വൽ ടു 3.33. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആറ്റോമിക് മാസ് കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ആറ്റോമിക് റേഷ്യോ കിട്ടും. അപ്പൊ എലമെന്റ് ആരാണ്, ആറ്റോമിക് മാസ് ആരാണെന്ന് അറിഞ്ഞാൽ ആറ്റോമിക് റേഷ്യോ കാണുക എന്നുള്ളത് മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ആറ്റോമിക് റേഷ്യോ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ ആറ്റോമിക് മാസ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ എന്താ മക്കളെ, ആറ്റോമിക് മാസ്. ഇനി അതിനെ സിമ്പിൾ റേഷ്യോക്ക് മാറ്റുക. 3.33, 6.67, 3.33.
ഇതിനെ നമ്മൾ സിമ്പിൾ റേഷ്യോക്ക് മാറ്റാൻ അതിലെ ഏറ്റവും ചെറുതിനെ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. സോ 3.33 ഡിവൈഡ് ബൈ 3.33 ഈക്വൽ ടു 1. 6.67 ഡിവൈഡ് ബൈ 3.33 ഈക്വൽ ടു 2. 3.33 ഡിവൈഡ് ബൈ 3.33 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഹോൾ നമ്പർ റേഷ്യോ കിട്ടിയത് 1 to 1. അത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. എങ്കിൽ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചതാണ്, ഇമ്പരിക്കൽ ഫോർമുല ഇസ് ദ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് എലമെന്റ് പ്രസന്റ് ഇൻ ദ മോളിക്യൂൾ. ഓക്കെ, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ C1H2O1. ദിസ് ഈസ് ദ ഇമ്പരിക്കൽ ഫോർമുല. ഇമ്പരിക്കൽ ഫോർമുലയുടെ മാസ് C1 12, H2 2, O1 16. ഓരോന്നിനെയും ആറ്റോമിക് മാസ് കൂട്ടി. സോ വി ഗോട്ട് ഇമ്പരിക്കൽ ഫോർമുല മാസ് 30. എങ്കിൽ മോളിക്കുലാർ ഫോർമുലയുടെ ഇക്വേഷൻ n ഇൻറ്റു ഇമ്പരിക്കൽ ഫോർമുല. വാട്ട് ഈസ് n? n ഈസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല മാസ് ബൈ ഇമ്പരിക്കൽ ഫോർമുല മാസ്. n is equal to molecular formula mass by empirical formula mass. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മോളിക്കുലാർ ഫോർമുല മാസ് 90. സോ 90 ഡിവൈഡഡ് ബൈ ഇമ്പരിക്കൽ ഫോർമുല മാസ് നമ്മൾ 30 എന്ന് ചെയ്തു. എങ്കിൽ n is equal to 3. Therefore molecular formula is equal to 3 into C1H2O1. So we got the answer C3H6O3. C3H6O3 മോളിക്കുലാർ ഫോർമുല കിട്ടി. വളരെ സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലെത്താൻ എൻ്റെ മക്കൾ അറിയേണ്ട ഒരൊറ്റ കാര്യം, ആറ്റോമിക് റേഷ്യോ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ ആറ്റോമിക് മാസ് ആണ്. ആ ആറ്റോമിക് റേഷ്യോ കിട്ടിയാൽ പിന്നെ എല്ലാ എലമെൻറ്റിൻ്റെയും ആറ്റോമിക് റേഷ്യോവിനെ സിമ്പിൾ റേഷ്യോക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് ഇമ്പരിക്കൽ ഫോർമുല കിട്ടി. അത്ര മാത്രമേ ഉള്ളൂ. എല്ലാ എലമെൻറ്റിൻ്റെയും ആറ്റോമിക് റേഷ്യോ കാണുക, സിമ്പിൾ റേഷ്യോയിലോട്ട് മാറ്റുക, അപ്പോൾ നിങ്ങൾക്ക് ഇമ്പരിക്കൽ ഫോർമുല കിട്ടി. n ഈസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല മാസ് ബൈ ഇമ്പരിക്കൽ ഫോർമുല മാസ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്താൽ അത് n കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മോളിക്കുലാർ ഫോർമുല കിട്ടി. ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ എൻ്റെ മക്കളോട് പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ: ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, മോൾ കോൺസെപ്റ്റ്, ലിമിറ്റിംഗ് റിയേജൻറ്റ്, എംപെരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. ഈ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഭാഗത്തിലൂടെയാണ് നമ്മുടെ ചോദ്യങ്ങളെല്ലാം വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഹാഷിം സാർ ഇതാ വരുന്നു. അടുത്ത ചാപ്റ്റർ ഏതാ സാറേ? ഇക്വിലിബ്രിയം. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇക്വിലിബ്രിയം. സാർ ഇതാ വരുന്നു, ഇക്വിലിബ്രിയം. ഓക്കെ ഓക്കെ, മൈക്ക് തരാം സാർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. റെഡി മക്കളെ? അപ്പോൾ ലിങ്ക് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിടാം മക്കളെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തേ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇക്വിലിബ്രിയം ആണേ. യെസ്, ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ? വൺ മിനിറ്റ് മക്കളെ, ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ഓപ്പൺ ആക്കട്ടെ. ഓക്കെ, റെഡി റെഡി. ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ, ആരൊക്കെയുള്ളത്? സെറ്റല്ലേ? ജസ്റ്റ് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യൂ പെട്ടെന്ന്. ആർ ടി സാർ എത്തും കേട്ടോ. ഓക്കെ, യെസ്. യെസ്, ആതിര അപ്പു ആതിര നോക്കൂ. റെഡി റെഡി റെഡി. മുഹമ്മദ് റിഷാൽ റെഡിയാണ്, നമുക്ക് സെറ്റാക്കാം. എടാ മക്കളെ, അപ്പം നോക്കിയാടാ മക്കളെ, ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എഴുതുക? ഒന്നാമത്തെ റിയാക്ഷൻ ഇതാ തന്നിട്ടുള്ള N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗീവ്സ് 2NH3 ഗ്യാസ്. ഇതിൻ്റെ Kcൻ്റെ എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞത് മക്കളെ.
എങ്ങനെയാണ് കെ സിന്റെ എക്സ്പ്രഷൻ എഴുതാം? കെ സി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ബൈ റിയാക്റ്റന്റ് ആണെന്ന് ഓർത്തോളൂ. പ്രോഡക്റ്റ് ബൈ റിയാക്റ്റന്റ് എന്ന് പറഞ്ഞ ഫോമിൽ എഴുതേണ്ടത് കോയിഫിഷ്യന്റ് പവർ ആക്കി എഴുതണം. സോളിഡിനെ ലിക്വിഡിനെ നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തോളൂ. സോളിഡും ലിക്വിഡും കണ്ടാൽ എഴുതേണ്ട കാര്യമില്ല. ഗ്യാസിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി ഇപ്പോൾ തൽക്കാലം. ഓക്കെ, അതുപോലെ അക്വസ് സ്റ്റേറ്റ് ഒക്കെ കണ്ടാൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, പ്യുവർ സോളിഡ് ആൻഡ് ലിക്വിഡ് എക്സ്ക്ലൂഡ് ചെയ്യാം. സോ അങ്ങനെയാണ് എന്താ കെ സിയുടെ എക്സ്പ്രഷൻ വരിക? എല്ലാം ഗ്യാസ് ആണ്. സോ കെ സി ഇസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ റേസ് ടു 2 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രോജൻ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ റേസ് ടു 3. ഇതാർക്കും എഴുതാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണോ? സോ കെ സി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ റേസ് ടു 2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 3. സെറ്റ് അല്ലേ? റെഡി. അങ്ങനെയാണ് മക്കളെ. അടുത്ത റിയാക്ഷൻ ഒന്ന് നോക്കിയാണ് മക്കളെ. അടുത്ത റിയാക്ഷൻ H2 പ്ലസ് I2 gives 2HI. H2 പ്ലസ് I2 gives 2HI. എന്തായിരിക്കണം അതിൻ്റെ കെ സിയുടെ എക്സ്പ്രഷൻ? ഏതാ റിയാക്ഷൻ ഒന്ന് പറഞ്ഞേ? യെസ്, H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് gives 2HI ഗ്യാസ്. H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് gives 2HI ഗ്യാസ്. എന്താണ് അതിൻ്റെ കെ സിയുടെ എക്സ്പ്രഷൻ മക്കളെ? പെട്ടെന്ന് പറയടാ. കെ സി ഇസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI റേസ് ടു 2 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2. ക്ലിയർ ആണോ? പ്രോഡക്റ്റ് ബൈ റിയാക്റ്റന്റ് എന്ന് പറഞ്ഞ ഫോമിലാണ് എഴുതേണ്ടത്. ശ്രദ്ധിച്ചേ. പ്രോഡക്റ്റ് ബൈ റിയാക്റ്റന്റ് എന്ന് പറഞ്ഞ ഫോമിൽ എഴുതേണ്ടത്. കോയിഫിഷ്യന്റ് പവർ ആക്കി എഴുതാൻ മറക്കരുത്. HIയുടെ കോയിഫിഷ്യന്റ് 2 ആണ്, അപ്പോൾ HI സ്ക്വയർ. H2യുടെയും I2യുടെയും കോയിഫിഷ്യന്റ് 1 ആണ്, അപ്പോൾ H2 ഇൻറ്റു I2 എന്ന് എഴുതി. ക്ലിയർ ആണോ? റെഡിയല്ലേ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 കാർബൺ സോളിഡ് പ്ലസ് O2 ഗ്യാസ് gives 2 CO ഗ്യാസ്. ഒറ്റയടിക്ക് പറയാം എന്താ ഇതിന്റെ കെ സിയുടെ എക്സ്പ്രഷൻ? കെ സി ഇസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CO റേസ് ടു 2 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആര് എന്ന് എഴുതിയാൽ മതി? O2. സോളിഡ് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് അവരെ 1 എന്ന് അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, സോളിഡിനെ പ്യുവർ സോളിഡ് ആൻഡ് പ്യുവർ ലിക്വിഡ് എക്സ്ക്ലൂഡ് ചെയ്യാം ഫ്രം ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. റെഡിയാണോ? ഓക്കെ, സോ CO സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2. ഇതാണ് കെ സിയുടെ എക്സ്പ്രഷൻ. സെറ്റ് അല്ലേ? അപ്പൊ ഈ 3 റിയാക്ഷന്റെയും കെ സിയുടെ എക്സ്പ്രഷൻ എഴുതി. അതുപോലെ മക്കളെ കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. കോൺസെൻട്രേഷന്റെ ടേംസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതുപോലെ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പേരാണ് കെ പി. അപ്പൊ ഈ 3 റിയാക്ഷനും കെ പിയുടെ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറ്റൂടാ മക്കളെ? എങ്ങനെ കെ പിന്റെ എക്സ്പ്രഷൻ എഴുതാ? കെ പിന്റെ എക്സ്പ്രഷൻ എഴുതുമ്പം നേരത്തെ കെ സിയുടെ എഴുതിയ പോലെ തന്നെയാണ്. ആ പെട്ടിക്ക് പകരം പാർഷ്യൽ പ്രഷർ ഉപയോഗിക്കണം. അതായത് കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷർ ഉപയോഗിക്കണം. അപ്പൊ എന്താ എക്സ്പ്രഷൻ വരും മക്കൾക്ക് പറയാവോ? പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ റേസ് ടു 2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രോജൻ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രോജൻ റേസ് ടു 3. സോ കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷർ ഉപയോഗിച്ചു. റെഡിയാ? അപ്പൊ കെ സിയുടെ സ്ഥാനത്ത് ആരെ കിട്ടി? കെ പിയെ കിട്ടി. സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റിയാക്ഷന്റെ കെ പിയുടെ എക്സ്പ്രഷൻ എന്ന് പറയാൻ പറ്റുമോ? രണ്ടാമത്തെ റിയാക്ഷന്റെ കെ പിയുടെ എക്സ്പ്രഷൻ കെ പി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് HI റേസ് ടു 2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് H2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ആര്? I2. സെറ്റ് അല്ലേ? ഗ്യാഷ്യസ് കമ്പോണൻസിൽ മാത്രമാണ് പാർഷ്യൽ പ്രഷർ ഉപയോഗിക്കേണ്ടത്. സോളിഡ് കമ്പോണന്റ് നേരത്തെ പറഞ്ഞ പോലെ എക്സ്ക്ലൂഡ് ചെയ്യാം. സോ മൂന്നാമത്തെ റിയാക്ഷന്റെ കെ പി ഒന്ന് പറഞ്ഞേ. കെ പി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് CO റേസ് ടു 2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് O2. സെറ്റാണോ? റെഡി. അവിടെ സോളിഡിനെ എക്സ്ക്ലൂഡ് ചെയ്യാം, പരിഗണിക്കേണ്ട കാര്യമില്ല. അപ്പൊ കെ സിയുടെയും കെ പിയുടെയും ഒക്കെ എക്സ്പ്രഷൻ എഴുതാനാണ് നമ്മൾ പഠിച്ചത്. സെറ്റാണോ? റെഡിയാണോ? കെ പിയുടെയും കെ സിയുടെ എക്സ്പ്രഷൻ എഴുതുന്നതാണ് ആദ്യം പറഞ്ഞത്. കെ പി കെ സി എക്സ്പ്രഷൻ എഴുതാൻ പഠിച്ചു. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയ മക്കളെ. predict the effect of change of pressure in the following equilibrium. Name and state the law used to predict the effect of change in pressure at equilibrium. ഏതാണ് ലോയുടെ പേര് മക്കളെ? Le Chatelier principle. വളരെ ഇമ്പോർട്ടന്റ് ആണ് Le Chatelier principle. എന്താ മക്കളെ? ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനിവിടെ ഒരു റിയാക്ഷൻ എഴുതാം. N2 gas plus 3H2 gas reversible with 2NS3 gas. റെഡി അല്ലേ?
N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് റിവേഴ്സിബിൾ വിത്ത് 2NH3 ഗ്യാസ്. മക്കളെ ഞാൻ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കുമ്പോൾ ഇതിലെ പ്രഷർ വർദ്ധിപ്പിച്ചാൽ, പ്രഷർ കൂട്ടിയാൽ ഇക്വിലിബ്രിയം എങ്ങോട്ടാ ഷിഫ്റ്റ് ആവുക? പറയൂ, കമന്റ് ചെയ്യണം മക്കളെ. പ്രഷർ കൂട്ടിയാൽ ഇക്വിലിബ്രിയം എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുക? ഓലോ, പ്രഷർ കൂട്ടിയാൽ എങ്ങോട്ടാ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവുക? മക്കളെ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. അതല്ലേ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്? നമ്മൾ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. എങ്ങനെയാണോ സിസ്റ്റം പ്രഷർ കുറയ്ക്കാന്നറിയോ? പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പൊ കണ്ടെയ്നറിലുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം കുറച്ചുകൊണ്ട് സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. നമ്മൾ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം ടെൻഡൻസി പ്രഷർ കുറയ്ക്കുന്നതിലായിരിക്കും. എങ്ങനെയാ പ്രഷർ കുറയ്ക്കുക? സിസ്റ്റം കണ്ടെയ്നറിലുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം കുറച്ചുകൊണ്ട് പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഇക്വിലിബ്രിയം റീഅറ്റൈൻ ചെയ്യും. റെഡിയാണോ? അപ്പൊ എങ്ങനെയാ മക്കളെ ഗ്യാസ് മോളിക്യൂളിന്റെ എണ്ണം കുറയുന്ന ഡയറക്ഷൻ ഏതാ? നിങ്ങൾ പറയും. ഫോർവേഡില് 4 ഗ്യാസ് മോളിക്യൂൾ, ഫോർവേഡിൽ 4 ഗ്യാസ് മോളിക്യൂൾ, സോറി റിയാക്ടന്റ് സൈഡിൽ 4 ഗ്യാസ് മോളിക്യൂൾ, പ്രോഡക്റ്റ് സൈഡിൽ 2 ഗ്യാസ് മോളിക്യൂൾ. അപ്പോൾ ഫോർവേഡിൽ റിയാക്ഷൻ നടന്നാൽ ഗ്യാസ് മോളിക്യൂളിന്റെ എണ്ണം കുറയും. അതുപോലെ ബാക്ക്വേർഡിൽ റിയാക്ഷൻ നടന്നാൽ ഗ്യാസ് മോളിക്യൂളിന്റെ എണ്ണം കൂടും. അപ്പൊ ഈ റിയാക്ഷനിൽ പ്രഷർ കൂട്ടിയാൽ ഇക്വിലിബ്രിയം എവിടേക്കാ ഷിഫ്റ്റ് ആവുക? ഫോർവേഡ് ഡയറക്ഷൻ. എവിടേക്കാ ഷിഫ്റ്റ് ആവുക മക്കളെ? പറയുന്നില്ല. ഫോർവേഡ് ഷിഫ്റ്റ് ആവും. സെറ്റാണോ? റെഡി? ഫോർവേഡ് ബാക്ക്വേർഡ് നല്ല പഠിക്കണ്ട. പിന്നെന്താ പഠിക്കണ്ടേ? എന്താ പഠിക്കേണ്ടത്? പ്രഷർ കൂട്ടിയാൽ ഇക്വിലിബ്രിയം എവിടേക്ക് ഷിഫ്റ്റ് ആവും? ടുവേർഡ്സ് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഡിക്രീസിംഗ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണോ ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം കുറയുന്നത് അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അത്രേ ഉള്ളൂ. റെഡിയാണോ? പ്രഷർ കൂട്ടിയാൽ എങ്ങോട്ടാ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവുക? ടുവേർഡ്സ് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഡിക്രീസിംഗ് ഡയറക്ഷൻ. അപ്പൊ പ്രഷർ കുറച്ചാലോ? പ്രഷർ കുറച്ചാല് സിസ്റ്റം പ്രഷർ കൂട്ടാനല്ലേ ശ്രമിക്കുക. എന്താ മാർഗം? ഗ്യാസ് മോളിക്യൂളിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. സോ പ്രഷർ കുറച്ചാല് എവിടേക്കാ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവുക? നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇൻക്രീസിംഗ് ഡയറക്ഷൻ. സെറ്റാണോ? റെഡിയാണോ? ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. പ്രഷർ കൂട്ടിയാൽ ഗ്യാസ് മോളിക്യൂൾ ഡിക്രീസിംഗ് എന്ന് മാത്രം മക്കൾ പഠിക്കി. അപ്പൊ പ്രഷർ കുറച്ചാൽ നേരെ തിരിച്ചാന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള റിയാക്ഷനിൽ പ്രഷറിന്റെ എഫക്റ്റ് എന്താണ്? എന്താണ്? ഇതില് റിയാക്ടന്റ് സൈഡിൽ വി ഹാവ് 2 ഗ്യാസ് മോളിക്യൂൾസ്, ഒരു ഹൈഡ്രജനും ഒരു ഹൈഡ്രജനും. എന്നാൽ പ്രോഡക്റ്റ് സൈഡിലും 2 ഗ്യാസ് മോളിക്യൂൾ. റിയാക്ടന്റ് സൈഡിലും 2 ഗ്യാസ് മോളിക്യൂൾ, പ്രോഡക്റ്റ് സൈഡിലും 2 ഗ്യാസ് മോളിക്യൂൾ. ഇവിടെയും 2. ദാറ്റ് മീൻസ് പ്രഷർ ഹാസ് നോ എഫക്ട് ഇൻ ദിസ് ഇക്വിലിബ്രിയം. in this equilibrium. What does it mean? നിങ്ങൾ പ്രഷർ ചേഞ്ച് ചെയ്താലും that does not affect this equilibrium. അത് ഇക്വിലിബ്രിയത്തെ സ്വാധീനിക്കില്ല. ഇക്വിലിബ്രിയത്തെ പ്രഷർ ചേഞ്ച് കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയില്ല. എന്ത്? ഇത്തരം റിയാക്ഷനിൽ ഇവിടെ റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഗ്യാസ് മോളിക്യൂളിന് സെയിം ആണ്. ഡെൽറ്റ എൻ 0 ആണെന്നാ പറയാ. എന്താ പറയാ? ഡെൽറ്റ എൻ 0 ആയിട്ടുള്ള റിയാക്ഷനിൽ പ്രഷർ ഹാസ് നോ എഫക്ട്. ക്ലിയർ ആണ്? നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം. എന്താ ലോയുടെ പേര്? ദാറ്റ് ഈസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. എന്താ മക്കളെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ്? പഠിച്ചോളൂ. whenever a system in equilibrium is subjected to a change in concentration or temperature or pressure, the system readjusts itself so as to nullify the effect of that change. എന്താ ഇതിന്റെ അർത്ഥം പറഞ്ഞ മക്കളെ? നമ്മൾ ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കുന്ന സിസ്റ്റത്തെ പ്രഷർ ചേഞ്ച് കൊണ്ടോ കോൺസെൻട്രേഷൻ ചേഞ്ച് കൊണ്ടോ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടോ ഡിസ്റ്റർബ് ചെയ്താൽ സിസ്റ്റം ആ എഫക്റ്റിനെ സ്വയം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇക്വിലിബ്രിയം തിരിച്ചു പിടിക്കും. ദാറ്റ് ഈസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. സ്വന്തം ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് മക്കളെ മോളെ പറയടാ. അതിരാ റെഡി. എന്താ മോളെ പറയടാ? എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? whenever a system in equilibrium is subjected to a change in concentration or temperature or pressure, the system readjusts itself so as to nullify the effect of that change. സെറ്റല്ലേ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ്?
അടുത്ത ചോദ്യത്തിലും സ്റ്റേറ്റ് ലേഷർ ക്ലിയർ പ്രിൻസിപ്പിൾ ഒക്കെയാണ്. ആൻഡ് വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ ഇക്വിലിബ്രിയം പ്രോസസ്? തന്നിരിക്കുന്ന റിയാക്ഷൻ N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്. പ്രഷർ കൂട്ടിയാൽ എങ്ങോട്ട് ഷിഫ്റ്റ് ആവും? നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രഷർ കൂട്ടിയാൽ എങ്ങോട്ടാ ഷിഫ്റ്റ് ആവുക? ഗ്യാസ് മോളിക്യൂളിന്റെ എണ്ണം കുറയുന്ന ഡയറക്ഷനിലേക്ക്. തന്ന റിയാക്ഷൻ നോക്കൂ, ഫോർവേഡിൽ 4, റിയാക്ടന്റ് സൈഡിൽ 4, പ്രോഡക്റ്റ് സൈഡിൽ 2. ഫോർവേഡിൽ നടക്കുമ്പോഴാണ് ഗ്യാസ് മോളിക്യൂളിന്റെ എണ്ണം കുറയുക. സോ അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും. ഷിഫ്റ്റ്സ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. സെറ്റാണോ? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവും. എന്നാൽ ടെമ്പറേച്ചർ കൂട്ടുന്ന എഫക്റ്റ് ഒന്ന് പറഞ്ഞ മക്കളെ. ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? മക്കളെ ശ്രദ്ധിച്ചോ, ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റം ശ്രമിക്കുന്നത് ടെമ്പറേച്ചർ കുറയ്ക്കാനായിരിക്കും. എന്താ മാർഗം? ഹീറ്റ് അബ്സോർപ്ഷൻ. സോ എൻഡോതെർമിക് ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയത്തെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുക. സോ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഓർത്തു വെച്ചോ, എൻഡോതെർമിക് ഡയറക്ഷൻ. അപ്പൊ ടെമ്പറേച്ചർ കുറച്ചാൽ പഠിക്കേണ്ട കാര്യമില്ല. ടെമ്പറേച്ചർ കുറച്ചാൽ ഏതാ? എക്സോതെർമിക് ഡയറക്ഷൻ. ടെമ്പറേച്ചർ കുറച്ചാൽ ഇക്വിലിബ്രിയം എവിടേക്ക് ഷിഫ്റ്റ് ആവും? എക്സോതെർമിക് ഡയറക്ഷൻ. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇക്വിലിബ്രിയം എങ്ങോട്ട് ഷിഫ്റ്റ് ആവും? എൻഡോതെർമിക് ഡയറക്ഷൻ. സെറ്റ് അല്ലേ? സോ അങ്ങനെയാണ് ഈ റിയാക്ഷൻ. നിങ്ങൾ പറയൂ, ഈ റിയാക്ഷന് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദിസ് റിയാക്ഷൻ ഇസ് എക്സോതെർമിക്. This reaction is exothermic, which means forward reaction is exothermic. Reaction data എന്ന് പറയുന്നത് ഫോർവേഡിന്റെ ഡാറ്റയാണ്. ഒരു റിയാക്ഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് തന്നാൽ ഫോർവേഡ് റിയാക്ഷൻ ആണ് എക്സോതെർമിക്. അപ്പൊ സ്വാഭാവികമായും ഓട്ടോമാറ്റിക്കലി ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് തന്നാൽ അതിന്റെ അർത്ഥം, ഒരു റിയാക്ഷൻ എഴുതി ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ റിയാക്ഷനിലെ റിയാക്ടന്റ് ടു പ്രോഡക്റ്റ് കൺവേർഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഫോർവേഡ് റിയാക്ഷൻ ആണ് എക്സോതെർമിക്. അപ്പോൾ ബാക്ക്വേർഡ് ഓട്ടോമാറ്റിക്കലി എൻഡോതെർമിക് ആണ്. സെറ്റ് അല്ലേ? റെഡി അല്ലേടാ മക്കളെ? അപ്പൊ എവിടേക്കാ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവുക? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും. കാരണം എൻഡോതെർമിക് ഡയറക്ഷൻ ബാക്ക്വേർഡ് ആണ്. എല്ലാ റിയാക്ഷനിലും അങ്ങനെ ആവണമെന്നില്ല, ഇതിൽ അങ്ങനെയാണ്. അടുത്തത് റിമൂവൽ ഓഫ് അമോണിയ ഫ്രം ദ റിയാക്ഷൻ വെസൽ. റിയാക്ഷൻ വെസലിൽ നിന്ന് അമോണിയ കുറച്ചെടുത്ത് ഒഴിവാക്കിയാൽ, പ്രോഡക്റ്റിന്റെ അളവ് കുറച്ചാൽ, മക്കളെ പ്രോഡക്റ്റിന്റെ അളവ് കുറച്ചാൽ സിസ്റ്റം എന്തിനാ ശ്രമിക്കുക? പ്രോഡക്റ്റിന്റെ അളവ് കുറച്ച സിസ്റ്റം ശ്രമിക്കുക പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടാനാണ്. എന്താ പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടാനുള്ള മാർഗം? ഫോർവേഡിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യാന്നാണ്. സോ ഇക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. എന്നിട്ട് ഇക്വിലിബ്രിയം തിരിച്ചു പിടിക്കും. സെറ്റല്ലേ? റെഡിയാണോ? റെഡിയല്ലേ? സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് predict the effect of change in pressure and temperature in the following reaction at equilibrium. ഓക്കെ ആണ്. അടുത്തതാ, write the relation between equilibrium constant Kc and Kp in the reaction. എന്താ മക്കളെ? Kp Kc റിലേഷൻഷിപ്പ് വെരി ഇമ്പോർട്ടൻറ്റ്. Kp Kc റിലേഷൻഷിപ്പ് പറയട്ടെ മക്കളെ. Kp is equal to Kc into RT raised to delta n. നമ്മുടെ RT അല്ല, Kp is equal to Kc into RT raised to delta n. എന്താ Kp എന്ന് പറഞ്ഞാൽ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. Kc എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ഇനി എന്താ R എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. സോ R നമ്മുടെ പ്രോബ്ലത്തിൽ തരും. ആൻഡ് ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ATM-ലെ വാല്യൂ ഉപയോഗിച്ചോളൂ. 0.0821 ലിറ്റർ ATM per Kelvin per mole. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ഇത് ഉപയോഗിക്കണം. മിക്കവാറും ചോദ്യത്തിൽ ആറിന്റെ വാല്യൂ തരും. T എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ്, ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പൊ Kc തന്നിട്ട് Kp കാണാനും Kp തന്നിട്ട് Kc കാണാനൊക്കെ ഉള്ള ചോദ്യം വന്നാൽ പതരാതെ ചെയ്തോളണം. ഇക്വേഷൻ എന്താ? Kp is equal to Kc into RT raised to delta n. ഇനി എന്താ മക്കളെ ഡെൽറ്റ n എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് minus number of gaseous reactants. Number of gaseous products minus number of gaseous reactants.
അതായത് നമ്മുടെ റിയാക്ഷനിലുള്ള ഗ്യാഷ്യസ് പ്രോഡക്റ്റിന്റെ എണ്ണം മൈനസ് ഗ്യാഷ്യസ് റിയാക്ടന്റിന്റെ എണ്ണം, ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ എൻ. എത്ര കൊടുത്ത ഡെൽറ്റ എൻ എന്ന് പറഞ്ഞേ? ഈ റിയാക്ഷൻ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞ മക്കളെ, ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ഇത് സോളിഡ് ആണ്, കൂട്ടരുത്. ഒരു ഗ്യാഷ്യസ് പ്രോഡക്റ്റ് and there is no gaseous reactant, so it is 1 minus 0 1. ചില ആൾക്കാർ 2 minus 1 എന്ന് എഴുതിയിട്ട് ചിലപ്പോൾ 1 കിട്ടും. അത് ലെക്കിന് ശരിയാവുന്നതാണ്. 8.314 എന്ന് പറയുന്നത് ജൂളിലെ വാല്യൂ ആണ്, SI സിസ്റ്റത്തിലുള്ള വാല്യൂ ആണ്. റെഡിയാ? നിങ്ങൾക്ക് മിക്കവാറും ATM-ലായിരിക്കും പ്രോബ്ലം തരിക, പ്രഷർ ATM-ലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. റെഡിയാണേ? യെസ്. So delta n number of gaseous products minus number of gaseous reactants. എത്ര ആവുന്നത്? delta n 1. So എന്താ KPKC relation for this reaction? KP is equal to KC into RT raised to delta n 1 ആണ്. തീർന്നു. അപ്പൊ എന്താ KPKC relation? KP equal to KC into RT. ഇതിലൊരു പ്രോബ്ലം വന്നാൽ സബ്സ്റ്റിറ്റ്യൂഷനേ ഉണ്ടാവുള്ളൂ, സിമ്പിൾ ആയിരിക്കും ചെയ്യാ. KC തന്നിട്ട് KP ചോദിച്ചു എന്ന് വിചാരിച്ചോ, അപ്പൊ KCന്റെ വാല്യൂ കൊടുക്കുക, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ടെമ്പറേച്ചർ കെൽവിനിലാണ് തന്നെങ്കിൽ കെൽവിനുള്ള കൊടുക്കുക, സെൽഷ്യസിലാണ് കെൽവിനിലേക്ക് മാറ്റിയിട്ട് വേണം കൊടുക്കാൻ. ഒരു 273 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ റിലേഷൻ മറക്കണ്ട, ഓരോ റിയാക്ഷനും അത് ഡിഫറെന്റ് ആയിരിക്കും. എന്താ KPKC റിലേഷൻ? KP is equal to KC into RT raised to delta n. സെറ്റ് അല്ലേ? KP is equal to KC into RT raised to delta n. സോ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വൺ, ഈ റിയാക്ഷൻ ആ ടോപ്പിക്കിലെ N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്. നിങ്ങളൊന്ന് പറഞ്ഞേ, എത്രയാണ് ഈ റിയാക്ഷൻ ഡെൽറ്റ എൻ? കമന്റ് ചെയ്ത മക്കളെ, ഓൾ സ്റ്റാർ കമന്റ് ചെയ്യടാ മോനെ. സെന ഫാത്തിമ മോളെ പറയടാ, എത്ര ഡെൽറ്റ എൻ? ഡെൽറ്റ എൻ നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ്, ഗ്യാഷ്യസ് പ്രോഡക്ട്സ് എത്ര? ഗ്യാഷ്യസ് പ്രോഡക്റ്റിന്റെ എണ്ണം 2. സോ ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് ഗ്യാഷ്യസ് റിയാക്ടൻസ്. എത്ര ഗ്യാഷ്യസ് റിയാക്ടന്റ്? 3 1 4. സോ 2 minus 4 minus 2. റെഡിയാണ്? ഡെൽറ്റ എന്നിന്റെ വാല്യൂ -2. സോ വാട്ട് ഈസ് KPKC റിലേഷൻ ഫോർ ദിസ് റിയാക്ഷൻ? KPKC റിലേഷൻ ഫോർ ദിസ് റിയാക്ഷൻ, KP is equal to KC into RT raised to -2. ആ KC by RT സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? വെരി ഗുഡ്, വെരി ഗുഡ് അപ്പു, അതിര. റെഡി റെഡി? യെസ്. അപ്പൊ അതാണ് KPKC റിലേഷൻഷിപ്പ് പറഞ്ഞത്. അടുത്തത്, ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ദ റിയാക്ഷൻ കോഷ്യന്റ് QC is greater than equilibrium constant KC, predict the direction of reaction. ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇനി അതിന്റെ കോൺസെപ്റ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല മക്കളെ. എക്സാമിന് സ്കോർ ചെയ്യാൻ 3 പോയിന്റ് നിങ്ങൾ പഠിച്ചോളൂ. റിയാക്ഷൻ കോഷ്യന്റിന്റെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാൾ കുറവാണെങ്കിൽ, റിയാക്ഷൻ കോഷ്യന്റിന്റെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാൾ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം ദ നെറ്റ് റിയാക്ഷൻ proceeds in the forward direction. Net reaction proceeds in the forward direction. And the net reaction proceeds in the forward direction എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡിൽ നടക്കുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് ഫോർവേഡിലാണ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നത്. സെറ്റാണോ? റെഡി അല്ലേ മക്കളെ? യെസ്. അടുത്തത്, QC greater than KC. റിയാക്ഷൻ കോഷ്യന്റിന്റെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാൾ കൂടുതലാണ് തന്നതെങ്കിൽ, QC greater than KC എന്നാണ് തന്നതെങ്കിൽ മക്കളെ നിങ്ങൾ പറയണം നെറ്റ് റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. നെറ്റ് റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ഓർ ബാക്ക്വേർഡ് ഡയറക്ഷൻ. എഴുതിയില്ല നിങ്ങൾ? റെഡിയാ? റിയാക്ഷൻ കോഷ്യന്റ് ഇവിടെ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ ചോദിച്ചത് QC greater than KC എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണ്. ഇനി അപ്പൊ 3 സാധ്യതകളാ ഉള്ള ഇവിടെ, അത് 3 അങ്ങ് പഠിച്ചേക്ക്. QCയുടെ വാല്യൂ KCക്ക് ഈക്വൽ ആയിട്ട് തന്നാൽ, റിയാക്ഷൻ കോഷ്യന്റിന്റെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് തുല്യമായി നമുക്ക് ലഭിച്ചാൽ അതിന്റെ അർത്ഥം സിസ്റ്റം ആ സമയത്ത് QC മെഷർ ചെയ്ത സമയത്ത് there is no net reaction, which means forward and backward reactions in the rate equal ആണ്, and the reaction is already at equilibrium. റിയാക്ഷൻ ഓൾറെഡി ഇക്വിലിബ്രിയത്തിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. റെഡിയാ? സോ QCയെ KCയുമായി കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് ഡയറക്ഷൻ മനസ്സിലാക്കാം.
QC less than KC, net reaction proceeds in the forward direction. QC greater than KC, net reaction proceeds in the reverse direction. And QC equal to KC, reaction is already at equilibrium. ഇത് പഠിച്ചു വെച്ചേക്ക്. റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പോ മോളെ റെഡി അല്ലേ ആതിര? യെസ്. അതൊന്ന് പറയൂ. റൈറ്റ് അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. എന്താണോ അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്? അറീനിയസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? അറീനിയസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? പെട്ടെന്ന് പറയൂ. ആരാ ആസിഡ് എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ ആസിഡ് എന്ന് പറഞ്ഞാൽ? എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഗിവ് H+ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. വെള്ളത്തിലേക്ക് ഇടുമ്പോൾ H+ അയോണുകളെ സപ്ലൈ ചെയ്യുന്ന ആളുകളെയാണ് അറീനിയസ് ആസിഡ് എന്ന് പറയാ. എക്സാമ്പിൾ പറയട്ടെ. HCl, HNO3, H2SO4 ഇതൊക്കെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അയണൈസ് ചെയ്യുമ്പോൾ H+ കിട്ടും. HCl അയണൈസ് ചെയ്താൽ H+ഉം Cl- അല്ലേ കിട്ടുക? റെഡിയാണ്, മറക്കല്ലേ. അതുപോലെ അറീനിയസ് കോൺസെപ്റ്റ് പഠിക്കുന്ന and Arrhenius base gives what? OH- ions in aqueous solution. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- നൽകാൻ കഴിയുന്നത് ആരോ? അയാളാണ് അറീനിയസ് ബേസ്. അറീനിയസ് ബേസിന് എക്സാമ്പിൾ പറയാവോ? അറീനിയസ് ബേസിന് എക്സാമ്പിൾ NaOH, KOH, ബേരിയം ഹൈഡ്രോക്സൈഡ്, BaOH twice, etc. റെഡിയാ? റെഡിയല്ലേ? അപ്പൊ അറീനിയസ് കോൺസെപ്റ്റ് ക്ലിയർ ആണ്. അപ്പൊ റൈറ്റ് അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആൻഡ് നെക്സ്റ്റ് റൈറ്റ് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദ ഫോളോയിങ്. എങ്ങനെ മക്കളെ? അത് പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി? കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? റെഡി മക്കളെ? അറീനിയസ് കോൺസെപ്റ്റ് പറഞ്ഞ പോലെ അടുത്തൊരു ആസിഡ് ബേസ് കോൺസെപ്റ്റ് ആണ് ബ്രോൺസ്റ്റെഡ് ലൗറി കോൺസെപ്റ്റ്. ഏതാണ്? ബ്രോൺസ്റ്റെഡ് ലൗറി കോൺസെപ്റ്റ്, BL കോൺസെപ്റ്റ്. ബ്രോൺസ്റ്റെഡ് ലൗറി കോൺസെപ്റ്റ് മക്കളെ നോക്കിയേ. എന്താ ബ്രോൺസ്റ്റെഡ് ലൗറി കോൺസെപ്റ്റ് പ്രകാരം? ആസിഡ് എന്ന് പറഞ്ഞാൽ എഴുതിക്കോടാ. ആസിഡ് എന്ന് പറഞ്ഞാൽ H+ ഡോണർ ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ബേസ് എന്ന് പറഞ്ഞാൽ H+ ആക്സെപ്റ്റർ ആണ്. റെഡി? ഡെഫിനിഷൻ എഴുതാൻ ചോദിച്ചാൽ പെട്ടെന്ന് എഴുതി കൊടുക്കണം. H+ ആക്സെപ്റ്റർ ആണ് ബേസ്, H+ ഡോണർ ആണ് ആസിഡ്. റെഡിയാ? H+ ആക്സെപ്റ്റർ ആണ് ബേസ്, H+ ഡോണർ ആണ് ആസിഡ് എന്ന് പറയുന്നത്. റെഡിയാ മക്കളെ? അപ്പൊ നമ്മളോട് H2O യുടെ കോൺജുഗേറ്റ് ആസിഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കോൺജുഗേറ്റ് ആസിഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആർക്കാന്നറിയോ കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാവുക? ബേസിനാണ്. ബേസിന്റെ റോൾ എന്താ? ബേസ് H+ സ്വീകരിക്കുന്ന ആളാണ്. ഇത്രേ ഉള്ളൂ. ഒരു ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിലേക്ക് ഒരു H+ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ H2O നമ്മളൊരു ബേസ് ആയിട്ട് പരിഗണിക്കുന്നു. കോൺജുഗേറ്റ് ആസിഡ് കാണാൻ പറയുമ്പോൾ ബേസ് ആയിട്ട് പരിഗണിക്കുക. ബേസ് H+ സ്വീകരിച്ചാൽ നമുക്ക് ആരെ കിട്ടുക? H3O+. ഇത്രേ ഉള്ളൂ. കോൺജുഗേറ്റ് ബേസ് കാണാൻ പറഞ്ഞാൽ ആർക്കാ കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവുക? ആസിഡിന്. അപ്പൊ വാട്ടറിന് നമ്മൾ ആസിഡ് ആയിട്ട് പരിഗണിക്കണം. ആസിഡിന്റെ റോൾ എന്താ? H+ കൊടുക്കലാണ്. H+ ഡോണർ ആണ് ആസിഡ്. അപ്പൊ വാട്ടറിനെ നമ്മൾ ആസിഡ് ആയിട്ട് പരിഗണിക്കുന്നു. അതിനൊരു H+ എടുത്ത് കളഞ്ഞേക്കൂ. ഓൾ സ്റ്റാർ എടുക്കും മോനെ. ആസിഡ് ആരാണ്? ആസിഡ് H2O ആസിഡ് ആയിട്ട് പരിഗണിക്കുക. ആരാ ആസിഡ് എന്ന് പറഞ്ഞാൽ? H+ ഡോണർ. H2O ഒരു H+ എടുത്ത് കളഞ്ഞാൽ ആരെ കിട്ടുക? OH-. അതായിരിക്കും വാട്ടർ മോളിക്യൂളിന്റെ കോൺജുഗേറ്റ് ബേസ്. അപ്പൊ വാട്ടറിന്റെ കോൺജുഗേറ്റ് ആസിഡും കണ്ടു, വാട്ടറിന്റെ കോൺജുഗേറ്റ് ബേസും കണ്ടു. അതുപോലെ അമോണിയയുടെ ഒന്ന് കണ്ടുപിടിച്ചേ. ആരാടാ മക്കളെ? അമോണിയയുടെ കോൺജുഗേറ്റ് കോൺജുഗേറ്റ് ബേസ് എന്താ? അമോണിയയുടെ കോൺജുഗേറ്റ് ബേസും കോൺജുഗേറ്റ് ആസിഡും കാണാൻ പറഞ്ഞിട്ടുണ്ട്. കോൺജുഗേറ്റ് ബേസ് കാണുമ്പോൾ അമോണിയ നമ്മൾ ആസിഡ് ആയിട്ട് പരിഗണിക്കാം. എന്താ ആസിഡിന്റെ റോൾ? എന്താ ആസിഡിന്റെ റോള്? H+ കൊടുക്കലാണ്. അപ്പൊ അമോണിയ ഒരു H+ എടുത്ത് കളഞ്ഞേക്ക്. ആരെ കിട്ടുക? NH2-. അതിന്റെ പേരാണ് അമൈഡ് അയോൺ. എന്തായോൺ? അമൈഡ് അയോൺ. അതുപോലെ അമോണിയയുടെ കോൺജുഗേറ്റ് ആസിഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. കോൺജുഗേറ്റ് ആസിഡ് കാണേണ്ടത് ആർക്കാണ്? ബേസിനാണ്. അപ്പൊ അമോണിയ നമ്മൾ ബേസ് ആയിട്ട് പരിഗണിക്കണം.
ബേസിന്റെ പണി എന്താ? എച്ച് പ്ലസ് ആക്സെപ്റ്റ് ചെയ്യൽ. ആൻഡ് അമോണിയ എച്ച് പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്താൽ വി ഗെറ്റ് NH4+. അപ്പൊ NH4+ ആണ് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് അമോണിയ. ശ്രദ്ധിക്കുക, NH4+ ആണ് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് അമോണിയ. NH2- ആണ് കോൺജുഗേറ്റ് ബേസ് ഓഫ് അമോണിയ. റെഡി? മക്കളത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. എന്താ? അറീനിയസ് കോൺസെപ്റ്റ് പഠിച്ചു. ബ്രോൺസ്റ്റെഡ് ലൗറി കോൺസെപ്റ്റില് ആസിഡ് എന്ന് പറഞ്ഞാൽ H+ ഡോണർ, ബേസ് എന്ന് പറഞ്ഞാൽ H+ ആക്സെപ്റ്റർ. ഓക്കെ, ഒരാളുടെ കോൺജുഗേറ്റ് ആസിഡ് കാണാൻ പറഞ്ഞാൽ തന്ന ആളെ ബേസ് ആയിട്ട് പരിഗണിക്കൂ. ബേസ് ആരാ? H+ ആക്സെപ്റ്റർ. കിട്ടുന്ന ആളാണ് കോൺജുഗേറ്റ് ആസിഡ്. അതുപോലെ ഒരു സ്പീഷീസിന്റെ കോൺജുഗേറ്റ് ബേസ് കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന ആളെ ആസിഡ് ആയിട്ട് പരിഗണിക്കൂ. എന്നിട്ട് അതിൽ H+ എടുത്ത് കളഞ്ഞേക്ക്. റെഡി? യെസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. വാട്ട് ഈസ് ആസിഡ് കോൺജുഗേറ്റ് ബേസ് പെയർ? എ പെയർ ഓഫ് സബ്സ്റ്റൻസസ് which differ by only one H+ ion. ഒരു H+ ആണ് ആസിഡ് കോൺജുഗേറ്റ് ബേസ് പെയറിനിടയിലുള്ള വ്യത്യാസം. ഡിഫർ ബൈ ഓൺലി വൺ H+ ion. റെഡിയാ? ഉദാഹരണം HCl and Cl-. HCl and Cl- ആസിഡ് കോൺജുഗേറ്റ് ബേസ് പെയർ ആണ്. ഇവർക്കിടയിലുള്ള വ്യത്യാസം വെറും ഒരു H+ന്റെ വ്യത്യാസമാണ്. സോ എ പെയർ ഓഫ് സബ്സ്റ്റൻസസ് വിച്ച് ഡിഫർ ബൈ ഓൺലി വൺ H+ ion, അതിനെയാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയാം. റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദ ബേസ് H2O. ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കോൺജുഗേറ്റ് ആസിഡ് കാണുമ്പോൾ വാട്ടറിനെ ബേസ് ആയിട്ട് പരിഗണിക്കുക. ബേസ് ആരാ? H+ ആക്സെപ്റ്റർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡ് മക്കൾ പഠിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ആരാ ലൂയിസ് ആസിഡ്? ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ. ലൂയിസ് ആസിഡ് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ. ബേസ് ലൂയിസ് ബേസ് ഇലക്ട്രോൺ പെയർ ഡോണർ. 3 ഡെഫിനിഷനും പഠിച്ചോ. ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ, ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ഡോണർ. രണ്ടിനും 2 സെറ്റ് എക്സാമ്പിൾ. എക്സാമ്പിൾ സെറ്റ് 1, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾസ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾസ് ലൈക്ക്, പഠിക്കണേ, BF3, BCl3, AlCl3 എക്സെട്ര. ഇവരൊക്കെ ലൂയിസ് ആസിഡുകളാണ്. അതുപോലെ മോസ്റ്റ് ഓഫ് ദ കാറ്റയോൺസ്, കാറ്റയോണുകൾ ലൂയിസ് ആസിഡുകളാണ്. എക്സാമ്പിൾ H+ അയോൺ. കാറ്റയോണുകൾ ലൂയിസ് ആസിഡ് ആണ്. അതുപോലെ ലൂയിസ് ബേസിനുള്ള എക്സാമ്പിൾ, ലൂയിസ് ബേസിനുള്ള എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ. ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾ അത് മാത്രം പഠിക്കും മക്കൾ. റെഡിയാ? ലൂയിസ് ബേസിനുള്ള എക്സാമ്പിൾ സെറ്റ് 1, ലോൺ പെയറുള്ള മോളിക്യൂൾസ് ലൈക്ക് അമോണിയ, വാട്ടർ മോളിക്യൂള്, ഓക്സിജൻ മോൾ, there are 2 lone pairs. These are Lewis bases, electron pair donors. അതുപോലെ രണ്ടാമത്തെ സെറ്റ് മക്കൾ പഠിച്ചോ, ആനയോൺസ്. അപ്പൊ ഒരു ഗ്രൂപ്പ് തന്നിട്ട് ലൂയിസ് ആസിഡും ലൂയിസ് ബേസ് ആയിട്ട് വേർതിരിക്കാൻ പറയും. അപ്പൊ കാറ്റയോൺസിനെ ലൂയിസ് ആസിഡ് ആയിട്ടും ആനയോൺസിനെ ലൂയിസ് ബേസ് ആയിട്ടും എഴുതാം. മോസ്റ്റ് കാറ്റയോൺസ് ലൂയിസ് ആസിഡ്സ് ആൻഡ് ആനയോൺസ് ആർ ലൂയിസ് ബേസസ്. റെഡിയാണേ മക്കളെ? ആനയോൺസ് ലൂയിസ് ബേസിന് എക്സാമ്പിൾസ് OH- Cl- ഒക്കെ ലൂയിസ് ബേസിന് എക്സാമ്പിൾസ് ആണ്. ആനയോൺസ് ആർ ലൂയിസ് ബേസസ്. ഈ ഒരു സെറ്റ് ആക്കിക്കോ. കഴിഞ്ഞു. അത് കഴിഞ്ഞു. റെഡിയാ? റെഡി? യെസ്. അടുത്ത ഡിഫൈൻ ദ ടേം pH. എന്താണോ pH എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് അസിഡിറ്റി ഓർ ആൽക്കലൈനിറ്റി ഓഫ് എ സൊല്യൂഷൻ. എന്ത്? ഒരു സൊല്യൂഷൻ എത്രത്തോളം അസിഡിക് ആണ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണ് എന്നുള്ളതിന്റെ അളവാണ് pH. നെക്സ്റ്റ്, the concentration of hydrogen ion in a soft drink is 3 × 10⁻⁻12 molar. Calculate its pH and identify whether the solution is acidic or basic. എന്താ മക്കളെ pH കാണാനുള്ള ഫോർമുല? pH കാണാനുള്ള ഫോർമുല മക്കളെ കാൽക്കുലേറ്റർ എടുത്തു വെച്ചേ. നെഗറ്റീവ് ലോ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ. pH എല്ലാം കാണാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. കാൽക്കുലേറ്റർ അലൗഡ് ആണ്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്താ pH കാണാനുള്ള ഫോർമുല? -log കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ. എത്ര മക്കളെ ഈ ചോദ്യത്തില് ഹൈഡ്രജൻ അയോണിന്റെ അളവ് തന്നത്? ഈ ചോദ്യത്തില് ഹൈഡ്രജൻ അയോണിന്റെ അളവ് ഇതാ 3 × 10⁻⁻12. അതിവിടെ കൊടുത്താൽ മതി. നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. അപ്പൊ തന്നെ ആൻസർ ആണ്. റെഡിയാ? എത്ര വരും മക്കളെ? പറയട മക്കളെ. നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോണിന്റെ അളവ് എത്ര തന്നത്? 3 × 10⁻⁻12. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഈക്വൽ ടു അടിക്കുക. റെഡിയാ? എത്ര കിട്ടി? ആൻസർ 12 - log 3 എന്നാ വരിക.
log 3യുടെ വാല്യൂ 0.47 ആണ്. ആൻസർ ഇസ് 11.53, 11.52 സംതിങ് എല്ലാം കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ. സോ ദ ആൻസർ ഇസ് 11.53. pH more than 7, pH more than 7 at 25 degree. That means solution is basic. സൊല്യൂഷന്റെ ക്യാരക്ടർ പ്രഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷന്റെ ക്യാരക്ടർ ബേസിക് ആണ്. എന്തുകൊണ്ട് ബേസിക്കാ? pH more than 7 ആണ്. റെഡിയാ? ഈ കാൽക്കുലേഷൻ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ കിട്ടും. മൈനസ് ലോഗരിതം ഓഫ് 3 × 10⁻⁻12. pH നെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും ഉത്തരം കിട്ടും. ഹൈഡ്രജൻ അയോണ്ട് അളവ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അത് മൈനസ് ലോഗ് എന്ന് കാൽക്കുലേറ്റർ അടിക്കുക, മൈനസ് അടിക്കുക, ലോഗ് അടിക്കുക, ആ വാല്യൂ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഈക്വൽ ടു അടിക്കുക, ആൻസർ വന്നിരിക്കും. റെഡിയാണോ? യെസ്. സൊല്യൂഷൻ എന്താണ്? ബേസിക് ആണ്. സോ pHുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ള. റെഡിയാ? അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്? ദാ മക്കളെ, ആദ്യം തന്ന സോൾട്ട് ആരാ? CH3COONA, CH3COONA. ഇതിലാരൊക്കെയുള്ള മക്കളെ? ഏത് ആസിഡും ഏത് ബേസും ന്യൂട്രലൈസ് ചെയ്തപ്പോൾ ഇത് കിട്ടിയത്? ഏതാ ഇതിന്റെ പാരന്റ് ആസിഡ്? അസെറ്റിക് ആസിഡ്. ആരാ ഇതിന്റെ ബേസ്? NaOH. ഇവർ രണ്ടും കൂടെ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടപ്പോഴാണ് ആ സോൾട്ടിന്റെ ഫോർമേഷൻ. റെഡിയാ? സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ H+ ഇതിൽ OH- എടുത്ത് കളഞ്ഞാൽ ഇതാണ് സോൾട്ട്. ഏതാ സോൾട്ട്? CH3COONA. അപ്പൊ മക്കളെ, ഇത് ഏത് ടൈപ്പ് സോൾട്ട് ആണ്? അസെറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്, NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്. സോ ഈ സോൾട്ട് ദാറ്റ് ഈസ് എ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. വീക്ക് ആസിഡ് ആൻഡ് ആര് മക്കളെ പറഞ്ഞോ? സ്ട്രോങ് ബേസ്. സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. സെറ്റ് അല്ലേ? റെഡി? യെസ്. അപ്പൊ എക്സാമ്പിൾ ഏതന്നെയാണ്? ആൻസർ CH3COONA ആണ്. ക്ലിയർ അല്ലേ? റെഡിയാണോ? യെസ്. അപ്പൊ ഇതാണ്. ഇനി മക്കളെ, ഒരു സ്ട്രോങ് ആസിഡിന് ഒരു എക്സാമ്പിൾ പറഞ്ഞ മക്കളെ. HCl പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, HNO3 ബുദ്ധിമുട്ടില്ലല്ലോ. വീക്ക് ആസിഡ് രണ്ടെണ്ണം തന്നെ പഠിച്ചു വെക്കടാ. അസെറ്റിക് ആസിഡ്, അതുപോലെ HCN വീക്ക് ആസിഡ് ആണ്. സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ പറയട്ടെ. NaOH, KOH, ബേരിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ വീക്ക് ബേസ് ആണ്, സോറി സ്ട്രോങ് ബേസ് ആണ്. വീക്ക് ബേസിന് എക്സാമ്പിൾ NH4OH, അതുപോലെ സിങ്കിന്റെ ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ വീക്ക് ബേസുകളാണ്. സെറ്റ് അല്ലേ? റെഡിയല്ലേ? റെഡിയല്ലേ? ഇനി മക്കളെ, ഒരു സോൾട്ട് തന്നാൽ, ഉദാഹരണം NaCl. ഇതെങ്ങനെയുള്ള സോൾട്ടാ മക്കളെ? NaCl അയോൺസ് ആരൊക്കെയാ? Na+, NCl-. Na+ comes from NaOH. Na+ comes from NaOH, which is a strong base, and Cl- comes from HCl, which is a strong acid. അപ്പോൾ ഇത് ഏത് ടൈപ്പ് സോൾട്ടാ? സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. റെഡിയാണോ? അതുപോലെ വേറൊരു സോൾട്ട് ഞാൻ എഴുതട്ടെ. അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ഏത് ടൈപ്പ് സോൾട്ടാ മക്കളെ? ഏത് ടൈപ്പ് സോൾട്ട് ആണ് അമോണിയം ക്ലോറൈഡ്? അമോണിയം ക്ലോറൈഡ് അയോൺ, അമോണിയം അയോണും Cl- ആണ്. Ammonium ion comes from ammonium hydroxide, which is a weak base. Cl- comes from HCl, which is a strong acid. അപ്പോൾ അമോണിയം ക്ലോറൈഡ് ഏത് ടൈപ്പ് സോൾട്ട് ആണെന്ന് ചോദിച്ചാൽ that is a salt of strong acid and weak base. റെഡിയാണോ? റെഡിയല്ലേ? അപ്പൊ സോൾട്ടുകളുടെ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലായി. ഇത് പഠിച്ചാൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം ഇവിടെ മക്കളെ, ഈ സോൾട്ട് സൊല്യൂഷന് നാച്ചുറൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ടൈപ്പ് സോൾട്ട് തന്നാൽ ഒന്ന് സ്ട്രോങ്ങും ഒന്ന് വീക്കും ആണെങ്കിൽ സ്ട്രോങ്ങിന്റെ ക്യാരക്ടർ ആയിരിക്കും പഠിച്ചു വെച്ചോളൂ. ഒന്ന് സ്ട്രോങ്ങും ഒന്ന് വീക്കും ആണെങ്കിൽ സ്ട്രോങ്ങിന്റെ ക്യാരക്ടറാണ് സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പൊ എന്താ ക്യാരക്ടർ? അസിഡിക് ആണ്. ക്യാരക്ടർ എന്താണ്? അസിഡിക് ആണ്. എന്നാൽ അടുത്ത ടൈപ്പ് സോൾട്ട് വായിച്ച മക്കളെ, അടുത്ത ടൈപ്പ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് എന്താണ്? ബേസിക് ആണ്. എന്നാൽ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് എന്താണെന്നറിയോ? ന്യൂട്രൽ ആണ്. എന്നാൽ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ക്യാൻ ബി അസിഡിക് or basic or neutral, that depends on ionization constants. Note here, salt of weak acid and weak base can be acidic or basic or neutral, that depends on ionization constants. ആസിഡിന്റെയും ബേസിന്റെയും അയണൈസേഷൻ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യും. ഇതിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ Ka greater than Kb ആണെങ്കിൽ അസിഡിക്, Ka less than Kb ആണ് ബേസിക്, Ka equal to Kb ആണ് ന്യൂട്രൽ. തൽക്കാലം മക്കളെ ഇത് മൂന്നെങ്കിലും പഠിച്ചു വെക്കാം. റെഡിയാ? Salt of strong acid and weak base acidic.
salt of weak acid and strong base, natural solution basic. Salt of strong acid and strong base, natural solution neutral. And the salt of weak acid and weak base can be acidic or basic or neutral. That depends on ionization constants. All star. Okay, ready? അപ്പോൾ നോക്ക് NaCl salt of strong acid and strong base. അപ്പോൾ ഉപ്പുവെള്ളം ന്യൂട്രൽ ആണ്. അമോണിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ, അമോണിയം ക്ലോറൈഡ് വെള്ളത്തിൽ കലക്കിയാൽ അമോണിയം ക്ലോറൈഡ് ഏത് ടൈപ്പ് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. സൊല്യൂഷന്റെ ക്യാരക്ടർ സ്ട്രോങ്ങിന്റെ ക്യാരക്ടർ അസിഡിക്. റെഡി അല്ലേ? യെസ്. അടുത്ത മക്കളെ, എക്സ്പ്ലെയിൻ ദ ടേം കോമൺ അയോൺ എഫക്റ്റ്. എന്താണ് ഈ കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ സൊല്യൂഷനിലേക്ക്, ഉദാഹരണം അസറ്റിക് ആസിഡിന്റെ സൊല്യൂഷനിലേക്ക്, അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അസറ്റിക് ആസിഡിന്റെ സൊല്യൂഷനിലേക്ക്, അസറ്റിക് ആസിഡിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ അസറ്റിക് ആസിഡ് അയണൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അയോൺസ് ആണ് അസറ്റേറ്റും H+ഉം. ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു ഇക്വിലിബ്രിയം ഉണ്ട്. അതിലേക്ക്, ഈ സൊല്യൂഷനിലേക്ക് ഞാൻ സോഡിയം അസറ്റേറ്റ് ചേർത്താൽ, ആരെ ചേർത്താൽ? സോഡിയം അസറ്റേറ്റ് എന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ചേർത്താൽ, ശ്രദ്ധിക്കണം മക്കളെ, സോഡിയം അസറ്റേറ്റ് എന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ഞാൻ അസറ്റിക് ആസിഡിന്റെ സൊല്യൂഷനിലേക്ക് ചേർത്താൽ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആവുമ്പോൾ അത് 100% അയണൈസ് ചെയ്യും. അങ്ങനെ അയണൈസ് ചെയ്താൽ അസറ്റേറ്റും Na+ ഉണ്ടായല്ലോ, ശരിയല്ലേ? അസറ്റിക് ആസിഡിന്റെ സൊല്യൂഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൽ ഇക്വിലിബ്രിയം ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ സോഡിയം അസറ്റേറ്റ് ചേർക്കുന്നു, വിച്ച് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എ കോമൺ അയോൺ. സോഡിയം അസറ്റേറ്റ് ഇസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എ കോമൺ അയോൺ. റെഡിയാ? ഏതാ കോമൺ അയോൺ? അസറ്റേറ്റ്. ഇവന്റെ കയ്യിലുള്ള ഒരു അയോൺ ഇവന്റെയും കയ്യിലുണ്ട്, അതാണ് അസറ്റേറ്റ്. റെഡി? സോ കോമൺ അയോണിനെ ക്യാരി ചെയ്യുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ സൊല്യൂഷനിലേക്ക് ചേർത്തു. അപ്പൊ എന്താ സംഭവിക്കുക? ആ സൊല്യൂഷനിൽ അസറ്റേറ്റിന്റെ അളവ് വർദ്ധിക്കും, അല്ലെ? സൊല്യൂഷനിൽ അസറ്റേറ്റിന്റെ അളവ് വർദ്ധിക്കും. നോക്കേ, ഇയാളുടെ അളവ് അങ്ങ് കൂടി. അസറ്റിക് ആസിഡിന്റെ സൊല്യൂഷനിലേക്ക് സോഡിയം അസറ്റേറ്റ് ചേർത്തപ്പോൾ അസറ്റേറ്റിന്റെ അളവ് സൊല്യൂഷനിൽ നന്നായിട്ട് കൂടി. സോ പ്രോഡക്റ്റിന്റെ അളവ് കൂടിയാൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അതല്ലേ നമ്മൾ ലേഷറ്റ്ലിയർ പ്രിൻസിപ്പിൾ പഠിച്ചത്? ഇക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അയണൈസ് ചെയ്ത അസറ്റിക് ആസിഡ് അയോണൈസ് ചെയ്യാത്ത ഫോമിലേക്ക് മാറുന്നു. ദാറ്റ് മീൻസ് അയോണൈസേഷൻ ഓൾമോസ്റ്റ് നിലച്ചിരിക്കുന്നു, ഓൾമോസ്റ്റ് ഇല്ലാണ്ടായിരിക്കുന്നു. ഈ എഫക്റ്റിന്റെ പേരാണ് കോമൺ അയോൺ എഫക്റ്റ്. എന്താ പേര് മക്കളെ? പറ. കോമൺ അയോൺ എഫക്റ്റ്. ഈ ഒരു എക്സാമ്പിൾ പഠിച്ചോ, കോമൺ അയോൺ എഫക്റ്റിന്റെ ഡെഫിനിഷൻ പഠിച്ചോ. എന്താ കോമൺ അയോൺ എഫക്റ്റ്? ദ അയോണൈസേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് can be suppressed by the addition of a strong electrolyte containing a common ion. റെഡിയാ? എന്താ പറഞ്ഞേ? The ionization of a weak electrolyte can be suppressed by the addition of a strong electrolyte containing a common ion. ഒരു കോമൺ അയോൺ അടങ്ങിയിട്ടുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ചേർത്ത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ അയോണൈസേഷൻ സപ്രസ് ചെയ്യുന്നതിനെയാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. റെഡിയാണോ? എന്താ കോമൺ അയോൺ എഫക്റ്റ്? The ionization of a weak electrolyte can be suppressed by the addition of a strong electrolyte containing a common ion. ക്ലിയർ ആണോ? റെഡിയല്ലേ? യെസ്. അതിന് എക്സാമ്പിൾ ആണ് മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ് ചേർത്തപ്പോൾ സൊല്യൂഷനിൽ അസറ്റേറ്റിന്റെ അളവ് കൂടി, ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആയി. അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, അതിലേക്ക് സോഡിയം അസറ്റേറ്റ് ചേർത്തപ്പോൾ അസറ്റേറ്റിന്റെ അളവ് കൂടി, ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആയി. സെറ്റല്ലേ? ലാസ്റ്റ് ചോദ്യം, വാട്ട് ആർ ബഫർ സൊല്യൂഷൻ? ഗിവ് എൻ എക്സാമ്പിൾ. എന്താ മക്കളെ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ മക്കളെ എൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ സൊല്യൂഷന്റെ pH വാല്യൂ 2 ആണ്. അതിലേക്ക് കുറച്ച് ആസിഡ് ചേർത്താൽ, മക്കളെ ഇതിലേക്ക് കുറച്ച് ആസിഡ് ചേർത്താൽ എന്താ സംഭവിക്കുക? pH കുറയും. ബേസ് ചേർത്താൽ എന്താ സംഭവിക്കുക? pH കൂടും. എന്നാൽ സ്മോൾ ക്വാണ്ടിറ്റി ആസിഡോ ബേസോ ചേർത്താലും pH വാല്യൂ മാറുന്നതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള സൊല്യൂഷൻസ് ആണ് ബഫർ സൊല്യൂഷൻസ്.
എന്താ ബഫർ സൊല്യൂഷൻ? സ്മോൾ ക്വാണ്ടിറ്റി ആസിഡോ ബേസോ ചേർത്താലും pH വാല്യൂ മാറുന്നതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള സൊല്യൂഷൻസിന്റെ പേരാണ് ബഫർ സൊല്യൂഷൻസ്. Ready? The solution, a solution that resists the change in its pH value when a small quantity of acid or base is added to it. Ready? A solution which resists the change in its pH value when a small quantity of acid or base is added to it. Set അല്ലേ? ഇതിന്റെ പേരാണ് ബഫർ സൊല്യൂഷൻ. എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ മക്കൾ 2 എക്സാമ്പിൾ പഠിച്ചോ. ഒന്ന് മിക്സ്ചർ ഓഫ് പഠിച്ചടാ, മിക്സ്ചർ ഓഫ് acetic acid and sodium acetate. Mixture of acetic acid and sodium acetate. രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം, മിക്സ്ചർ ഓഫ് NH4OH and NH4Cl. റെഡി? ഈ ബഫറിന്റെ പേര് അസിഡിക് ബഫർ. അത് പറയാൻ കാരണം അതിന്റെ pH വാല്യൂ 7 താഴെ ആയതുകൊണ്ടാണ്. എന്നാൽ ഈ ബഫറിന്റെ പേര് ബേസിക് ബഫർ. എന്താ അങ്ങനെ പറയാൻ കാരണം? ആ ബഫറിന്റെ pH വാല്യൂ 7 കൂടുതലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് ബേസ് ഉപയോഗിച്ചുണ്ടാക്കിയ ബഫറാണ്. റെഡിയാ? അസിഡിക് ബഫർ എന്ന് പറയുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആസിഡ് വരുമ്പോൾ മാത്രമാണ് ബഫർ ആക്ഷൻ എന്ന്. എന്നാൽ ബേസ് വരുമ്പോഴും ആസിഡ് വരുമ്പോഴും ബേസ് വരുമ്പോഴും 2 ബഫറും ബഫർ ആക്ഷൻ കാണിക്കും. റെഡിയാണേ? റെഡിയല്ലേ മക്കളെ? അപ്പൊ ഇതാണ് അസിഡിക് ബഫർ ആൻഡ് ബേസിക് ബഫർ. സെറ്റാണോ? റെഡിയാണേ? അഞ്ജിത മിസ് റെഡി ആയിട്ട് വരുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ മിസ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ആണേ മക്കളെ? റെഡിയാണ്? മാക്സിമം ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യണേ. ഓക്കേടാ മക്കളെ? റെഡി 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 യെസ്. അപ്പോൾ മക്കളെ അടുത്ത ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ ആണ്. എനിക്കറിയാം സെക്കൻഡ് ടേമിലെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ റിഡോക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോളൂ. മിസ്സിന് 1 മിനിറ്റ് സമയം തരൂ. യെസ്. അപ്പോൾ റിഡോക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബാലൻസിങ് ആണ് മക്കളെ. നമ്മൾ ബാലൻസിങ് പഠിക്കും, 2 മെത്തേഡും പഠിക്കും. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും പഠിക്കുന്നുണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തേഡും പഠിക്കുന്നുണ്ട്. 2 മെത്തേഡ്സും പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിയുന്നത് വരെ സഹിച്ച് ക്ഷമിച്ച് ഡിറ്റർമിനേഷനോട് കൂടി ഇരിക്കുക. ഇതിനുശേഷം ഒരു ചാപ്റ്ററും കൂടി നമുക്ക് തീർക്കാനുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ആ ചാപ്റ്ററുമായിട്ട് റാഫി സാർ വരും. സോ ടൈം കളയുന്നില്ല മക്കളെ. റിഡോക്സ് റിയാക്ഷൻ ഫസ്റ്റ് ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സൾഫർ ഇൻ SO4 2-? മക്കളെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാലൻസിങ് ചെയ്യാനായിട്ട് പറ്റൂ. അത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആയിക്കോട്ടെ. എൻ്റെ മക്കൾക്ക് റിയാക്ഷൻ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്തറിയണം? ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാൻ അറിയണം. മക്കളെ, ഇതിലെ ഏതെങ്കിലും 2 ബാലൻസിങ് ഉണ്ട്. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ വെച്ചിട്ട് ബാലൻസ് ചെയ്യാൻ. സോ 2 മെത്തേഡും നമുക്ക് പഠിക്കണം. പഠിച്ചാൽ 3-4 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ് ബാലൻസിങ്ങിൽ നിന്ന്. ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാലൻസിങ് ആണ്. അത് തീർച്ചയായിട്ടും വന്നിരിക്കും. സോ എൻ്റെ മക്കള് ഓൾ സ്റ്റാർ ഒന്ന് പറഞ്ഞു തരൂ. SO4 2-ൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് പറഞ്ഞു തന്നെ. നമ്മൾ പഠിച്ചാണല്ലേ? +8 പറയുന്നുണ്ട്. കറക്റ്റ് ആണോ? ഒന്ന് ശ്രദ്ധിച്ചേ. SO4 2- ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 അല്ലേ? -2 തലയിൽ എഴുതുക മക്കളെ. സൾഫറിനെ നമുക്കറിയില്ല, സോ X എന്നിട്ടു. അടുത്ത സ്റ്റെപ്പിൽ X അങ്ങനെ താഴോട്ട് ഇറക്കി എഴുതി. ആൻഡ് -2നെ മക്കൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? താഴെ കിടക്കുന്ന 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്ന് ചെയ്തേ. -2നെ നിങ്ങൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. -2 × 4 = 0 എന്ന് എഴുതാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എന്തുകൊണ്ട് പറ്റില്ല അമ്നക്കുട്ടി? എന്തുകൊണ്ടാണ് പറ്റാത്തത്? കാരണം ഈ ഒരു അയോണിന്റെ മുഴുവൻ ചാർജ് എന്ന് പറയുന്നത് -2 ആണ്. അതുകൊണ്ടാണ് അതിന്റെ തലയിൽ -2 കിടക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -2 എന്ന് എഴുതുക മക്കളെ. X അങ്ങനെ എഴുതുന്നു. -2നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എൻ്റെ മക്കൾക്ക് -8 കിട്ടും. X - 8 = -2. X -2 ഈ =ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ -8 എന്തായിട്ട് മാറും കുഞ്ഞുങ്ങളെ? +8 ആയിട്ട് മാറും. സോ X -2 +8 ചെയ്താൽ എൻ്റെ മക്കൾക്ക് +6 കിട്ടും. സോ ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. എത്ര കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു? യെസ്, അന ഫാത്തിമ കറക്റ്റ് ആണ്. അശ്വിൻ മോനെ +6 ആണ് കേട്ടോ. യെസ്.
CPX ആൻസർ പറയടാ. യെസ് ഓക്കെ. അടുത്തത് മിയക്കുട്ടി. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ യെസ് തലൊക്കെ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കുറേ ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാൻ പോവാണ്. ഒരു രണ്ട് പേരുടെ മാത്രം മതി. ഓക്കെ, MnO2 വളരെ സിമ്പിൾ ആണ്. ഒന്ന് അസൈൻ ചെയ്തേ ഓക്സിഡേഷൻ നമ്പർ. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് അസൈൻ ചെയ്തേ. ഓക്സിജന്റെ തലയിൽ എപ്പോഴും -2 ആണ്. മാംഗനീസ് നമുക്കറിയില്ല, സോ എക്സ് ഇട്ടു. അടുത്ത സ്റ്റെപ്പിൽ എക്സ് അങ്ങനെ എഴുതി. -2നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എൻ്റെ മക്കൾക്ക് -2 × 2 ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇവരുടെ തലയിൽ മൊത്തം ചാർജ് ഒന്നും ഇല്ലല്ലേ, അയോൺസ് ഒന്നുമല്ല, സോ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ആൻഡ് എക്സ് -2നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് -4 കിട്ടും. എക്സ് -4 ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു -4 ഇപ്പുറത്ത് വന്നാൽ +4 ആകും. സോ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ +4. ഓക്കെ അല്ലേ മിയ? മോൾക്ക് ഓക്കെ ആണോ? യെസ്. അങ്ങനാണെങ്കിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമ്മൾ ബാലൻസിങ്ങിലേക്ക് പോവാണ് മക്കളെ. K2Cr2O7. ഓക്കെ, K2Cr2O7 ഇതിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങളൊന്ന് പറയൂ. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബാലൻസിങ്ങിലേക്ക് പോവാം. യെസ്, വേഗം പറയൂ. ഓൾ സ്റ്റാറെ പറഞ്ഞതാടാ. K2Cr2O7ൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മിസ്ക്ക് അറിയേണ്ടത്. നിങ്ങൾ നോക്കിയേ, പൊട്ടാഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. ഓക്സിജൻ്റെത് -2 ആ. ക്രോമിയത്തിൻ്റെത് നമുക്കറിയില്ല, സോ എക്സ് എന്ന് എടുത്തു. അടുത്ത സ്റ്റെപ്പിൽ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഈ +1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. -2നെ താഴെ കിടക്കുന്ന 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലേ മിയ? യെസ്. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുക? 1 × 2 പ്ലസ് എക്സ് × 2 പ്ലസ് -2 × 7 എല്ലാം കൂടി പ്ലസ് ചെയ്താൽ എൻ്റെ മക്കൾക്ക് ടോട്ടൽ 0 കിട്ടും. ആൻഡ് 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2, എക്സിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2x, -2നെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ -14 ഈസ് ഈക്വൽ ടു 0. ഇനി 2x 2ഉം -14ഉം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് 2ന് 14 കുറച്ചാൽ -12 കിട്ടും അല്ലേ? 2ന് 14 കുറച്ചാൽ -12 കിട്ടും, ഈസ് ഈക്വൽ ടു 0. അടുത്തത് 2x ഈസ് ഈക്വൽ ടു, എടാ -12നെ നമ്മൾ ഈസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +12 കിട്ടും. ആൻഡ് എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? എക്സ് എത്രയാ? 2x ഈസ് ഈക്വൽ ടു +12 ആണെങ്കിൽ എക്സ് എത്രയാ കുഞ്ഞുങ്ങളെ? ഓൾ സ്റ്റാറെ എക്സ് എത്രയാടാ? എക്സ് 6 ആണോ? +6 ആണോ? അല്ല, 12നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് എന്ന് പറയുന്നത് യെസ് +6 ആണ്. ശരിയാട്ടോ, ഓൾ സ്റ്റാറെ ശരിയാണ്. യെസ്, അപ്പോൾ +6 ആണ് കിട്ടുക. എക്സ് ഈസ് ഈക്വൽ ടു +6. സോ ഇവിടെ എത്രയാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്? +6 ആണ് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കുഞ്ഞുങ്ങൾക്ക് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാലൻസിങ് ചെയ്ത് തുടങ്ങിയാലോ? യെസ്, ബാലൻസിങ്ങിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2 മെത്തേഡും മിസ് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം പഠിപ്പിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ്. ശ്രദ്ധിച്ചിരിക്കണേ. എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്യാന്ന്, അയോണിക് ഇക്വേഷനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ആദ്യം കാണുന്നത്. ദെൻ എന്താണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. 2 മെത്തേഡും പഠിപ്പിച്ചിട്ടേ മിസ് നിങ്ങളെ വിടത്തുള്ളൂ. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ ചോദ്യം തീർച്ചയായിട്ടും വരും. ഈ ചോദ്യം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ആണ്, മിസ് എഴുതി ഒപ്പിട്ട് തരാം. സോ ബാലൻസിങ് ചെയ്യാൻ പഠിച്ചാൽ ഇതുപോലത്തെ ഏത് പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആണോ CPX? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, പെർമാംഗനേറ്റ് അയോണും ബ്രോമൈഡ് അയോണും റിയാക്ട് ചെയ്യാണ്. അപ്പോൾ പെർമാംഗനേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് KMnO4 ആണ്. അപ്പോൾ പെർമാംഗനേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം പോയിട്ട് വരുന്ന MnO4- നമ്മൾ പെർമാംഗനേറ്റ് അയോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ സന മിസ്സൊക്കെ ഒന്ന് പറഞ്ഞ ബ്രോമൈഡ് അയോൺ എന്ന് വെച്ചാൽ എന്താ? ബ്രോമൈഡ് അയോൺ എന്ന് വെച്ചാൽ Br- അല്ലെ? Br- ആണ് ബ്രോമൈഡ് അയോൺ. ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്യുന്നത് ബേസിക് മീഡിയത്തിലാണ്. കുഞ്ഞുങ്ങളെ, പ്രധാനപ്പെട്ട കാര്യമാണ്, ഇവർ റിയാക്ട് ചെയ്യുന്നത് ബേസിക് മീഡിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? മാംഗനീസ് ഡയോക്സൈഡ് ആണ് ഒന്ന്. മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ MnO2. MnO2ൻ്റെ കൂടെ ഒരാളെ കൂടെ കിട്ടും. ആരാണ്? ബ്രോമേറ്റിനെ കൂടെ കിട്ടും. എന്താ മക്കളെ? ബ്രോമേറ്റ് എന്ന് പറഞ്ഞാൽ BrO3-. സോ നമ്മൾ ഇക്വേഷൻ, സ്കെലിറ്റൽ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്കെലിറ്റൽ ഇക്വേഷൻ കിട്ടിയോ? MnO4- ബ്രോമൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് മാംഗനീസ് ഡയോക്സൈഡും ബ്രോമേറ്റും. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്കെലിറ്റൽ ഇക്വേഷൻ തരും, ചില സിറ്റുവേഷൻസിൽ സ്കെലിറ്റൽ ഇക്വേഷൻ തരില്ല. സോ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം.
ഇങ്ങനെ സനക്കുട്ടി ചിലപ്പോൾ ഇങ്ങനെ സ്കെലിറ്റൽ ഇക്വേഷൻ തരും, ചില സിറ്റുവേഷൻസിൽ തരാറില്ല. സോ സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതാൻ എൻ്റെ മക്കൾക്ക് അറിയാമായിരിക്കണം. ഓക്കെ, നമ്മളപ്പോൾ സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതി. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. വളരെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. ഈസി ആയിട്ട് മിസ് പറഞ്ഞു തരും, ശ്രദ്ധിച്ചിരിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓരോ ആൾക്കാർക്കും എൻ്റെ കുഞ്ഞുങ്ങൾ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 മിസ് ഇവിടെ എഴുതുകയാണ്. അസൈൻ ഓക്സിഡേഷൻ നമ്പർ. എന്താണ് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്യാൻ പോവാണ്. സിമ്പിൾ ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ CPXA, ഒന്ന് പറഞ്ഞ മിയ, ഒന്ന് പറഞ്ഞൊരു MnO4 മൈനസിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2. ഓക്കെ, MnO4 മൈനസ് ഓക്സിജൻ്റെത് -2 ആണ്. മാംഗനീസിൻ്റെത് നമുക്കറിയില്ല. സോ തലയിൽ X എന്നിട്ടു. ഇനി മക്കൾ ശ്രദ്ധിച്ചേ, തലയിലുള്ളതിനെ താഴെയുള്ളത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മാംഗനീസിൻ്റെ ഇവിടെ ഒന്നുമില്ല. സോ X അങ്ങനെ എഴുതുക. -2നെ എൻ്റെ കുഞ്ഞുങ്ങൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മക്കൾക്ക് എന്താ കിട്ടുക? ശ്രദ്ധിക്കുക, ഇവരുടെ തലയിലെ ചാർജ് മൈനസ് ആണ്. സോ -1 കിട്ടും അല്ലേ? -1 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു -1. അടുത്ത സ്റ്റെപ്പിൽ X അങ്ങനെ എഴുതുന്നു. -2നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ -8 വിച്ച് ഈസ് ഈക്വൽ ടു -1. അടുത്തത് X കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? -8നെ ഈസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സോ -8 +8 ആയിട്ട് മാറും. -1 +8 എന്ന് പറയുന്നത് +7 ആണ്. ക്ലിയർ അല്ലേ? സോ MnO4 മൈനസിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്. യെസ് റിഫ, കറക്റ്റ് ആണ് മോളെ, +7. സോ മാംഗനീസിന്റെ തലയിൽ മക്കൾ +7 ഇടുന്നു. ഓക്സിജന്റെ തലയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്തിടുന്നു? ഓക്സിജന്റെ തലയിൽ -2 ഇടുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയേ. ഓക്സിജന്റെ തലയിൽ -2, മാംഗനീസിന്റെ തലയിൽ +7. അടുത്തത് Br മൈനസ് മിയ, Br മൈനസിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ മോളെ? Br മൈനസ് എന്ന് പറഞ്ഞാൽ -1 അല്ലെ? Br മൈനസ് എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ ആ -1 ഇട്ട് കൊടുത്താൽ മതി, ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അടുത്തത് MnO2 നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ. MnO2 എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. മാംഗനീസിന്റെ എൻ്റെ മക്കൾ ഇപ്പൊ കണ്ടുപിടിച്ചു. എത്രയാ? മാംഗനീസിൻ്റെത് +4 ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തതേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ മക്കളെ, BrO3 മൈനസ്. വേഗം അസൈൻ ചെയ്തേ. BrO3 മൈനസിന്റെ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്തേ. BrO3 മൈനസ്. ശ്രദ്ധിക്കുക, ഓക്സിജന്റെ തലയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ -2 ഇടണം അല്ലേ? -2 അല്ലേ? എടാ ഓൾ സ്റ്റാറേ, മിസ് എങ്ങനെ -2 വന്നു? എവിടെ എങ്ങനെ -2 വന്നെന്നാടാ? ഓക്സിജന്റെ തലയിലാണോ? ഓക്സിജന്റെ ഇവിടുത്തെ ചാർജ് -2 ആണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, അറിഞ്ഞു വെക്കണം. ഓക്കെ, ചില എക്സെപ്ഷണൽ കേസുകൾ, OF2 ഒക്കെ ഒഴിച്ചുള്ള എക്സെപ്ഷണൽ കേസുകൾ ഒഴിച്ച് ഓക്സിജന്റെ തലയിൽ എപ്പോഴും -2 ആയിരിക്കും കേട്ടോ ഓൾ സ്റ്റാറേ. യെസ്, അപ്പോൾ ഓക്സിജന്റെ തലയിൽ മക്കൾ -2 ഇട്ടു. ബ്രോമിൻ്റെത് നമുക്കറിയില്ല, അറിയാത്ത കൊണ്ട് നമ്മൾ X എന്നെടുത്തു. അടുത്ത സ്റ്റെപ്പിൽ Xനെ താഴെയുള്ള ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ ഒന്നുമില്ല. സോ X അങ്ങനെ എഴുതി. ഇട്ടു. -2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ മക്കളെ. -2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് മക്കൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഈ അയോണിന്റെ മൊത്തം ചാർജ് മൈനസ് ആണ്. തലയിൽ മൈനസ് ഉണ്ടെങ്കിൽ മൊത്തം 0 എന്ന് എഴുതാൻ പറ്റില്ല, -1 എന്ന് എഴുതാനായിട്ട് പറ്റൂ അല്ലേ? ഓൾ സ്റ്റാറേ? യെസ്. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ X അങ്ങനെ എഴുതി. -2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് -6 കിട്ടും. X - 6 ഈസ് ഈക്വൽ ടു -1. X കണ്ടുപിടിക്കണമെങ്കിൽ ഈ -6 ഇവിടെ കിടന്നാൽ X കിട്ടുമോ മക്കളെ? കിട്ടുമോ മിയ? കിട്ടുമോ? ഇല്ല. X കണ്ടുപിടിക്കണമെങ്കിൽ -6 ഇപ്പുറത്തേക്ക് വരണം. ആൻഡ് -6 ഇപ്പുറത്തേക്ക് വന്നാൽ -6 +6 ആകും. സോ X ഈസ് ഈക്വൽ ടു -1 + 6 എത്ര? 5ാം ക്ലാസ് തൊട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാ. -1 + 6 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? -1 + 6 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ഇവിടെ ബ്രോമിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ബ്രോമിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 എന്നിടാം. ആൻഡ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എന്നിടാം. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞ് എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുക. ഇനി വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഒരു 3 സ്റ്റെപ്പ് കൂടെ കിട്ടിയാൽ എൻ്റെ മക്കളെ ബാലൻസിങ് കഴിഞ്ഞു മക്കളെ, ബാലൻസിങ് കഴിഞ്ഞു. സോ ശ്രദ്ധിക്കുക, ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയത്, ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞതെന്ന് കണ്ടുപിടിക്കുക.
എന്നതാ? ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയത്, ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആയതെന്ന് കണ്ടുപിടിക്കുക. ആർക്കാണ് ഇൻക്രീസ് ചെയ്തത് ഒന്ന് പറഞ്ഞു തന്നെ. യെസ് റിഫ, ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തത് മോളെ റിഫ? യെസ് സന, വേഗം പറയൂ, ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തത്? മാംഗനീസിൻ്റെത് +7 ആയിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അത് +4 ആയി. +7ൽ നിന്ന് +4ലേക്ക് പോവാന്ന് പറഞ്ഞാൽ 7ൽ നിന്ന് 4ലേക്ക് കുറയാന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആണ് അല്ലേ? സോ അതെന്താണ്? മാംഗനീസിൻ്റെത് ഡിക്രീസ് ആണ് മക്കളെ. എത്ര കുറഞ്ഞു? 7ൽ നിന്ന് 4 ആയിട്ട് മാറി, 7ൽ നിന്ന് 4 ആയി. സോ ഡിക്രീസസ് ബൈ 4 അല്ലേ? ഡിക്രീസസ് ബൈ 3. 7ൽ നിന്ന് 4 കുറച്ച് 3 ആണ്. സോ 3 ആയിട്ട് കുറഞ്ഞു. ക്ലിയർ അല്ലേ? മാംഗനീസിൻ്റെത് 3 കുറഞ്ഞു. ഇനി ആരുടേത് കൂടി? സന, യെസ് മോളെ, BR. BR ഇൻക്രീസ് ചെയ്തു, BRൻ്റെത് കൂടുവാണ് ചെയ്തത്. ബ്രോമിൻ്റെത് -1ൽ നിന്ന് +5 ആയിട്ട് മാറി. -1ൽ നിന്ന് +5 എന്ന് പറഞ്ഞാൽ എത്ര കൂടി? -1ൽ നിന്ന് +5 എന്ന് പറഞ്ഞാൽ എത്ര കൂടി മക്കളെ? ഓൾ സ്റ്റാറെ ഒന്ന് പറ. -1ൽ നിന്ന് +5 എന്ന് പറഞ്ഞാൽ എത്രയാടാ കൂടിയത്? നോക്കട്ടെ നിനക്ക് കൂട്ടാൻ അറിയാവോന്ന്. -1 0 1 2 3 4 5 അല്ലേ? 6 കൂടി. സോ ഇൻക്രീസ്ഡ് ബൈ 6. സോറി 6 അല്ലേ കൂടിയത്? യെസ് 6 കൂടി, ഇൻക്രീസ്ഡ് ബൈ 6. 6 കൂടി. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ് ഓൾ സ്റ്റാർ പറഞ്ഞു കറക്റ്റ് ആയിട്ട്, സനക്കുട്ടി പറഞ്ഞു കറക്റ്റ് ആയിട്ട്, യെസ് റിഫ പറഞ്ഞു ബ്രോമിനാണ് കൂടിയത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ മക്കൾക്ക് കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 3ഉം ഇവിടെ 6ഉം ആ മക്കളെ. ഇവിടെ 3ഉം ഇവിടെ 6ഉം ആ. അങ്ങനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ 3നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേപോലെ 6 കിട്ടുമെന്ന് നോക്കുക. ഈ 3നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേപോലെ 6 കിട്ടുമെന്ന് നോക്കുക. കാരണം നമുക്ക് ഇവിടെ 3 ആണെങ്കിൽ അവിടെ 6 പറ്റില്ല, ഇവിടെ 6 ആണെങ്കിൽ അവിടെയും 6, ഇവിടെ 5 ആണെങ്കിൽ അവിടെയും 5, അങ്ങനെ നമുക്ക് പറ്റൂ. സോ ഇവിടെ നമുക്ക് എന്താക്കി മാറ്റണം? 6 ആക്കി മാറ്റണം. 6 ആക്കി മാറ്റാൻ 3നെ നിങ്ങൾ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? പറയൂ മക്കളെ. റിഫ, ഏത് നമ്പർ വെച്ചാൽ മോളെ 3നെ മൾട്ടിപ്ലൈ ചെയ്യുക? 3നെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലത്തെ പോലെ തന്നെ 6 ആയിട്ട് മാറും. സോ നിങ്ങൾ 3നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 3നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ മക്കളെ എവിടെ പോയി മൾട്ടിപ്ലൈ ചെയ്യും? ആരുടെയാണ് വ്യത്യാസം വന്നത്? ബ്രോമിൻ്റെതാണ് വ്യത്യാസം വന്നത് അല്ലേ? ബ്രോമിൻ്റെതാണ് വ്യത്യാസം, സോറി മാംഗനീസിൻ്റെതാണ് വ്യത്യാസം വന്നത്. മാംഗനീസിൻ്റെത് 7ൽ നിന്ന് 4ലേക്ക് മാറി, 3 കുറവുള്ളൂ, 6 ആക്കാനാണ് നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ 2നെ നേരെ കൊണ്ടുപോയിട്ട് ഈ മാംഗനീസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മക്കൾക്ക് മനസ്സിലായോ? അയ്യോ നെക്സ്റ്റ് ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ എടുക്കുമോന്ന് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാഷിം സാറ് കരഞ്ഞു പോടാ. കാരണം ഹാഷിം സാർ ഇന്ന് ഫസ്റ്റ് എടുത്ത ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ. യെസ്, അപ്പോൾ നോക്കുക, ഈ 2നെ നേരെ കൊണ്ടുപോയി മാംഗനീസിൻ്റെ ഫ്രണ്ടിൽ ഇടുന്നു. 2MnO4- പ്ലസ് Br- ഗീവ്സ് MnO2 പ്ലസ് BrO3-. ക്ലിയർ ആണോ? 2 എവിടെ നിന്ന് വന്നെന്ന് ക്ലിയർ ആണല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. പുതിയ ഇക്വേഷനിൽ എങ്ങനെയാ വന്നത്? യെസ് മക്കളെ ശ്രദ്ധിക്കണേ, പുതിയ ഇക്വേഷൻ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചേ. 2MnO4- പ്ലസ് Br- 2MnO4- പ്ലസ് Br- gives MnO2 പ്ലസ് BrO3-. ഇതാണ് നമ്മളുടെ പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് ഇനി 3 സ്റ്റെപ്പ് കൂടെ ഉള്ളേ മോംകിട്ടെ. ഇനി 3 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. അപ്പം സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഏറ്റവും അവസാനത്തെ 3ാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഏറ്റവും അവസാനത്തുനിന്ന് 3ാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കി എല്ലാവരെയും എൻ്റെ മക്കൾ ബാലൻസ് ചെയ്യണം. ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കി ആരൊക്കെ ഇവിടെ ഉണ്ട്? ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് മാംഗനീസ് ഉണ്ട്. ഇവിടെ 2 മാംഗനീസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും എത്ര മാംഗനീസ് വേണം? 2 വേണം. പക്ഷേ ഇവിടെ 1 ഉള്ളൂ. സോ 2 ആക്കാൻ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു 2 വെച്ച് കൊടുക്കുക, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെയും 2 മാംഗനീസായി, ഇവിടെയും 2 മാംഗനീസായി. അടുത്തത് ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ഇവിടെ ബ്രോമിൻ ഉണ്ടല്ലേ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1. ഇവിടെയും എത്ര എണ്ണം? 1. സോ അതിനെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സോ നമുക്ക് ആകെ വ്യത്യാസം വന്നത് ഇവിടെ 2MnO2 വന്നു. ക്ലിയർ ആണോ മക്കളെ? കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആണോ?
ആ മോംകിടെ ക്ലിയർ ആണോ? യെസ്. അടുത്ത 2 സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞാൽ ബാലൻസിങ് കംപ്ലീറ്റ് ആയി. ശ്രദ്ധിക്കുക, ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗീവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ്. ഇതാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഇനി 2 സ്റ്റെപ്പിലെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ബാലൻസിങ് ഓഫ് അയോണിക് ചാർജസ്. എന്താ മക്കളെ? ബാലൻസിങ് ഓഫ് അയോണിക് ചാർജസ്. നമ്മൾ അയോണിക് ചാർജുകളെ ബാലൻസ് ചെയ്യാൻ പോവാം. ഓക്കെ, ബാലൻസിങ് ഓഫ് അയോണിക് ചാർജസ്, ചാർജുകളെ ബാലൻസ് ചെയ്യാൻ പോവാം. അപ്പൊ ചാർജുകളെ ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം ചാർജ് എഴുതി കൂട്ടിക്കോ, അതിനുശേഷം എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഓക്കെ ആണോ സന? യെസ്. അപ്പൊ ചാർജുകളെ ആരാണ് മിസ്സിക്ക് ഇത് ചാർജുകളെ ബാലൻസ് ചെയ്ത് ആദ്യം പറഞ്ഞു തരുന്നത്? നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിലെ ചാർജുകൾ ഒന്ന് കൂട്ടി നോക്കാം. എത്ര ചാർജ് ഉണ്ടെന്ന് കൂട്ടി നോക്കാം. യെസ്, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ MnO4 എന്ന് പറയുന്ന അയോണിന്റെ ചാർജ്, MnO4 എന്ന് പറയുന്ന അയോണിന്റെ ചാർജ് മൈനസ് ആണ്. മൈനസ് എന്ന് വെച്ചാൽ -1. അങ്ങനെ എത്ര MnO4 മൈനസ് ഉണ്ട് മക്കളെ? എത്ര MnO4 മൈനസ് ഉണ്ട്? 2 MnO4 മൈനസ് ഉണ്ട്. അപ്പോൾ ഒരാളുടെ ചാർജ് -1 ആണ്. 2 പേരുണ്ടെങ്കിൽ 2 × -1 -2. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 2 × -1 -2. ആൻഡ് ബ്രോമിൻ്റെ തലയിലെ ചാർജോ -1 ആണ്. ഒരു ബ്രോമിനേ ഉള്ളൂ. സോ ഒന്നും നോക്കണ്ട, -1 എന്ന് തന്നെ എഴുതിക്കോ. അങ്ങനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ചാർജുകൾ മക്കൾക്ക് എത്ര കിട്ടി? 2 MnO4 മൈനസിൻ്റെ -2ഉം Br മൈനസിൻ്റെ -1ഉം കൂടി സം ചെയ്താൽ മൊത്തം ചാർജ് -3 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനാണെങ്കിൽ ഇനി റൈറ്റ് സൈഡിലെ ചാർജ് കൂട്ടിക്കോ. റിഡോക്സ് ആണോ ഇതെന്ന് നീ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. യെസ്, നോക്കിയേ മോനെ, അടുത്തത് റൈറ്റ് സൈഡിലെ ചാർജ് കൂട്ടിക്കേ. MnO2ൻ്റെ തലയിൽ ഒരു ചാർജും ഇല്ല, 0 ആണ് ചാർജ്. ഓക്കെ, തലയിലെ ചാർജ് എന്താണ്? 0 ആണ്, 0 ആണ്, തലയിൽ ഒരു ചാർജും ഇല്ല. ആൻഡ് BrO3 മൈനസ് എത്രയാ ചാർജ്? BrO3 മൈനസ് എന്ന് പറഞ്ഞാൽ -1 ആണ് ചാർജ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ചാർജ് 0, ഇതിൻ്റെ ചാർജ് -1. അപ്പോൾ മൊത്തത്തിലുള്ള ചാർജ് എത്രയാ? 0യും -1 കൂടെ കൂട്ടിയാൽ മൊത്തം ചാർജ് -1. അപ്പോൾ നമുക്ക് റൈറ്റിലെയും ലെഫ്റ്റിലെയും ചാർജുകൾ കിട്ടി. എത്രയാ കിട്ടിയത് ചാർജുകൾ? ഒരിടത്ത് -1 എന്ന് കിട്ടി, ആൻഡ് ഒരിടത്ത് -1, ഒരിടത്ത് -3യും ചാർജ് കിട്ടി. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ മക്കളെ? യെസ് റിഫ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അങ്ങനാണെങ്കിൽ ഇനി എനിക്ക് -3യെയും -1നെയും കൂടെ ഈക്വൽ ആക്കണം, ചാർജുകളെ ഈക്വൽ ആക്കണം. ഇപ്പുറത്ത് -3 ആണെങ്കിൽ ഇപ്പുറത്തും -3 ആക്കണം. മക്കളെ ഇവിടെ ഞാൻ എന്താ ആഡ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞേ. എന്താ ആഡ് ചെയ്യേണ്ടത്? റിയാക്ഷൻ നടക്കുന്നത് എന്ത് മീഡിയത്തിലാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലാണ്. അപ്പോൾ എനിക്കിതിനെ ബാലൻസ് ചെയ്യാൻ എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എനിക്ക് H+നെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് OH- ആഡ് ചെയ്യാം. അപ്പോൾ H+നെ ഞാൻ എപ്പോഴും ആഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയോ? റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയം ആണെങ്കിൽ മിസ്ക്ക് H+നെ ആഡ് ചെയ്യാം. റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലാണെങ്കിൽ മിസ് എന്തിനെ ആഡ് ചെയ്യും? OH- ആഡ് ചെയ്യും. നമുക്ക് ക്ലിയർ ആണോ? റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയം ആണെങ്കിൽ നിങ്ങൾ H+ ആഡ് ചെയ്യുക. റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയം ആണെങ്കിൽ നിങ്ങൾ OH- ആഡ് ചെയ്യുക. ഓക്കെ അലൻ? യെസ്. അപ്പോൾ അലൻ മോൻ പറയുക, ഇവിടെ ഞാൻ ആഡ് ചെയ്യേണ്ടത് H+നെയാണോ OH- ഇവിടെ ഞാൻ ആഡ് ചെയ്യേണ്ടത് H+നെയാണോ OH- റിഫ മോളെ? യെസ്, ഇവിടെ ഞാൻ ആഡ് ചെയ്യേണ്ടത് OH- ആണ്. കാരണം റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലാണ്. ഓക്കെ ആണോ? ആൻഡ് ഇനി അറിയേണ്ടത് OH- ഞാൻ എവിടെയാണ് കൊണ്ടുവന്ന് ആഡ് ചെയ്യേണ്ടത്? റിയാക്ഷൻ്റെ ഈ സൈഡിലാണോ, പ്രൊഡക്റ്റ് സൈഡിലാണോ, അതോ റിയാക്റ്റൻ സൈഡിലാണോ? ഏത് സൈഡിലാണ് ആഡ് ചെയ്യേണ്ടത് OH- ഒന്ന് പറഞ്ഞേ മക്കളെ. യെസ്, CPX OH- ആണ്, അല്ലൻ OH- ആണ്, റിഫ OH- ആണ്. എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് മക്കളെ? ഇവിടെ -3 ആണ്, ഇവിടെ -1 ആണ്. ഞാൻ എഗെയിൻ ഇവിടെ OH- കൊണ്ട് ആഡ് ചെയ്താൽ ഇത് -4 ആകും. 2 OH- ആഡ് ചെയ്താൽ ഇത് -5 ആകും. സോ ഒരിക്കലും -1നോട് ഈക്വൽ ആവില്ല. അതേസമയം ഞാൻ ഇവിടെ OH- കൊണ്ടൊന്ന് ആഡ് ചെയ്താലോ, ഇവിടെ വീണ്ടും -1 ആകും, അപ്പോൾ -2 ആകും. 2 OH- ആഡ് ചെയ്താൽ ഇത് -3 ആകും.
ക്ലിയർ ആണോ? സോ എവിടെയാണോ നിങ്ങൾക്ക് മൈനസ് ആവശ്യമുള്ളത് അവിടേക്ക് കൊണ്ടുവന്ന് OH മൈനസിനെ ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് -1നെ -3 ആക്കണമെങ്കിൽ 2 മൈനസ് കൂടെ ആവശ്യമുണ്ട് അല്ലേ? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. -1ന്റെ കൂടെ -2 ചേരുമ്പോഴാണ് -3 കിട്ടുക. അപ്പോൾ -3 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം -2 വരണമെങ്കിൽ ഈ സൈഡിൽ പ്രൊഡക്റ്റ് സൈഡിൽ ഞാൻ 2 OH മൈനസിനെ ആഡ് ചെയ്യണം. മക്കളെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്താൽ ബാലൻസിങ് കംപ്ലീറ്റ് ആയി. സോ ഈ സൈഡിൽ ഞാൻ 2 OH മൈനസിനെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടെയും ചാർജ് -3 ആകും, ഇവിടെയും ചാർജ് -3 ആകും. സോ അതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് സൈഡിൽ ഞാൻ 2 OH മൈനസിനെ ആഡ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? സോ 2 OH മൈനസിനെ ആഡ് ചെയ്ത് -2 -1 മൊത്തം ചാർജ് -3 കിട്ടി. സോ പ്രൊഡക്റ്റ് സൈഡിലും -3, റിയാക്റ്റൻ സൈഡിലും -3, ചാർജുകൾ ബാലൻസ്ഡ് ആയി. ക്ലിയർ ആണോ? AG ടിപ്സ് ആൻഡ് സ്റ്റാറ്റസ് ഓക്കെ ആണോ മോനെ? സോ ഫൈനൽ ഇക്വേഷൻ എന്താണ്? 2MnO4- പ്ലസ് Br- ഗീവ്സ്, ഇവിടെ നമുക്ക് പുതുതായിട്ട് എന്തൊക്കെ കിട്ടി? 2MnO2 ഓൾറെഡി ഉണ്ട് ആൻഡ് BrO3- ഉണ്ട്. പ്ലസ് ഇപ്പോൾ ഒരാളും കൂടി വന്നു. ആരാ വന്നത്? 2 OH മൈനസും കൂടി വന്നു അല്ലേ? 2 OH മൈനസും കൂടി വന്നു. ആൻഡ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാലൻസിങ് ഓഫ് ഹൈഡ്രജൻ ആണ്. ബാലൻസിങ് ഓഫ് ഹൈഡ്രജൻ. നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ പോവാണ്. സോ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ചാർജുകളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് OH മൈനസോ H+ഓ ആണ് ആഡ് ചെയ്ത് കൊടുത്തത് അല്ലേ? യെസ്. അങ്ങനാണെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജനാണ് ഉള്ളത്. ശ്രദ്ധിച്ചേ മക്കളെ. 2 OH മൈനസ് എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ. ഇവിടെയോ റിയാക്റ്റൻ സൈഡിൽ 1 ഹൈഡ്രജൻ പോലും ഇല്ല. സോ എനിക്ക് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തായിരിക്കണം ആഡ് ചെയ്യേണ്ടത്? ഹൈഡ്രജൻ ഉള്ള ഒരു സ്പീഷീസ് ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടത്? ഒന്നും ആലോചിക്കേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യേണ്ടത് H2Oനെയാണ്. വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ അറിയേണ്ടത് എത്ര വാട്ടർ ആഡ് ചെയ്യും? സോ ഇവിടെയാണ് ഞാൻ വാട്ടർ ആഡ് ചെയ്യേണ്ടത്, കാരണം ഇവിടെയാണ് ഹൈഡ്രജൻ്റെ കുറവ്. എത്ര വാട്ടറിനെ ആഡ് ചെയ്യും? ജിഷ മോളെ എത്ര വാട്ടറിനെ ആഡ് ചെയ്യും? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ജിഷ മിസ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. H+ അല്ല റിഫ് മോളെ ആഡ് ചെയ്യേണ്ടത്, H2Oനെയാണ് ആഡ് ചെയ്യേണ്ടത്. എത്ര H2Oനെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ഇവിടെയും 2 ഹൈഡ്രജൻ കിട്ടാൻ വേണ്ടി ഞാൻ 2 H2Oനെ ആഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് 2 H2Oനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഞാനിവിടെ 2 H2Oനെ ആഡ് ചെയ്താൽ 2 × 2 4 ഹൈഡ്രജൻ ആയി പോകും. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 2ഉം ആവും. സോ എനിക്ക് 2 ഹൈഡ്രജനെ ആവശ്യമുള്ളൂ മക്കളെ. അപ്പോൾ മിസ് ഒരേ ഒരു വാട്ടർ മോളിക്യൂളാണ് ആഡ് ചെയ്യുക. ഒരേ ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ H2 2 ഹൈഡ്രജൻ കിട്ടി. ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്താൽ 2 ഹൈഡ്രജൻ കിട്ടി. സോ മക്കൾക്ക് ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി. ഇനി ബാലൻസ് ആവാനുള്ളത് ഓക്സിജൻ ആണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്സിജൻ ഓൾറെഡി ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, ഓക്സിജൻ ഓൾറെഡി ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ ആണോ? സെറ്റാണോ? ബാലൻസിങ് സെറ്റാണോ? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി കുറച്ച് സമയം കൂടി എടുക്കും കേട്ടോ. റാഫി സർ ഒന്ന് ക്ഷമിക്കണം, എനിക്ക് ഒരു മെത്തേഡും കൂടി പഠിപ്പിക്കാനുണ്ട്. യെസ്, അപ്പോൾ നോക്കുക. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലും എന്താ ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്കെലിറ്റൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു, സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓരോരുത്തർക്കും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തു. അലൻ, യെസ്, നമ്മൾ എല്ലാവർക്കും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആർക്കാണോ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തത്, ആർക്കാണോ ഡിക്രീസ് ചെയ്തതെന്ന് കണ്ടുപിടിച്ച് അത് രണ്ടും ഈക്വലൈസ് ചെയ്തു. ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഇവിടെ 2 എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വലൈസ് ചെയ്തു. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റെപ്പാണ്. എന്താണ്? അയോണിക് ചാർജസിൻ്റെ ബാലൻസിങ് ആണ്. അതിന് വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എൻ്റെ മക്കൾക്ക് H+ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് OH- ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുക? ചാർജസിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ H+ ആഡ് ചെയ്യോ OH- ആഡ് ചെയ്യോ എന്ന് എങ്ങനെ തീരുമാനിക്കും? റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയം ആണെങ്കിൽ OH- ആഡ് ചെയ്യുക. റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ആഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ OH- H+ഓ ആഡ് ചെയ്ത്
കൊടുക്കുന്ന ടൈമിൽ അവിടെ ഹൈഡ്രജൻ വരും അല്ലേ. അപ്പോൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ എവിടെയാണോ ഓൾസ്റ്റാറെ പോലെ എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടേക്ക് H2Oനെ വാട്ടറിനെ ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര ഹൈഡ്രജൻ വേണോ അത്രയും H2Oനെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഹൈഡ്രജൻ ആണ് വേണ്ടതെങ്കിൽ 1 H2Oനെ ആഡ് ചെയ്ത് കൊടുക്കുക. 4 ഹൈഡ്രജൻ വേണമെങ്കിൽ പകുതി 2 H2Oനെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ മക്കളെ? അതോടെ ഓക്സിജൻ ചെക്ക് ചെയ്താൽ ഓക്സിജനും ബാലൻസ്ഡ് ആയിരിക്കും. ബാലൻസ് ചെയ്ത ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, യെസ്, CpXRA, യെസ്, ക്ലിയർ മോനെ, ക്ലിയർ അല്ലേ? യെസ്. ഇപ്പോൾ കിടന്നാലേ 4 മണിക്ക് എണീക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 4 മാർക്കിൻ്റെ ബാലൻസിങ് ആ മിസ് പഠിപ്പിക്കുന്നത്. ഇനി 8 or 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ക്ലാസിഫിക്കേഷനുമായിട്ട് റാഫി സർ വരാനിരിക്കുന്നു. മക്കൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാലേ 7 ചാപ്റ്റേഴ്സ് നമുക്ക് സെറ്റ് ആവത്തുള്ളൂ. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളൊരു ഡിറ്റർമിനേഷൻ കാണിക്കുക മക്കളെ. നമുക്ക് ഇന്നൊരു ദിവസം പഠിച്ചാൽ നാളെ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും എക്സാം കഴിഞ്ഞാൽ സുഖമായിട്ട് വന്നിട്ട് കിടന്നുറങ്ങാം. പിന്നെ ഗ്യാപ്പുണ്ട്, എക്സാമിനിടയിൽ ഗ്യാപ്പുണ്ട്. സോ ഇന്നത്തെ ദിവസം നമ്മൾ പഠനത്തിനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കുകയാണ്. ജസ്റ്റ് ഒരേ ഒരു ക്വസ്റ്റ്യനും കൂടി പഠിച്ചാൽ റിഡോക്സ് റിയാക്ഷൻ കംപ്ലീറ്റ് ആകും. പക്ഷെ അത് നിങ്ങൾ മനസ്സ് ഇരുന്ന് പഠിക്കണേ. കുറച്ച് ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു മെത്തേഡും കൂടിയുണ്ട്. സോ ആ മെത്തേഡും കൂടി പഠിച്ചിട്ട് എൻ്റെ മക്കൾ പോകാവൂ. യെസ്, ഫുഡ് കഴിച്ചില്ലെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ വിഷമം മനസ്സിലാവും, പക്ഷെ ഞങ്ങളും ഫുഡ് കഴിച്ചിട്ടില്ലടാ. നിങ്ങൾക്ക് ലൈവ് എടുക്കാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് സെറ്റായിട്ട് ഫുഡ് കഴിച്ചാൽ മതി ഒരിഫ കുട്ടി. യെസ്, അപ്പോൾ നോക്കുക ക്വസ്റ്റ്യൻ ഇതാണ്. ദാ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. പക്ഷേ ബാലൻസ് ചെയ്യാൻ വേണ്ടി എൻ്റെ മക്കൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് മിസ് പഠിപ്പിച്ചതാണ്. ഹാഫ് റിയാക്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ആദ്യം സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതലാണ് ആദ്യത്തെ സ്റ്റേജ്. ബട്ട് സ്കെലിറ്റൽ ഇക്വേഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മക്കളെ. സോ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സ്കെലിറ്റൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കണം, റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. അത് നമുക്ക് ആവശ്യം വരും. ഓക്കെ, യെസ്. അടുത്ത സ്റ്റെപ്പ് ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യേണ്ട 5 സ്റ്റെപ്പേ ഉള്ളൂ. മിസ് എളുപ്പത്തിൽ പറഞ്ഞു തരാം കേട്ടോ. യെസ്, അപ്പോൾ ഓൾ സ്റ്റാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്യാൻ പോവാണ് മക്കളെ. മറ്റതുപോലെ ബുദ്ധിമുട്ടില്ല. ഇവിടെ എല്ലാവരുടെ തലയിലും ചാർജ് ഉണ്ട്. ആ ചാർജ് എടുത്തെഴുതിയാൽ മാത്രം മതി. സോ Fe2+ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 2+ ആണ്. ഓക്കെ, തലയിലെ ചാർജ് അതേപോലെ എടുത്തെഴുതിയാൽ മതി 2+. ആൻഡ് Cr2O7 2- അവിടെ നിൽക്കട്ടെ. Fe3+ൻ്റെ എത്ര? Fe3+ തലയിലെ ചാർജ് അങ്ങനെ എടുത്തെഴുതുക 3+. ആൻഡ് Cr3+, ക്രോമിയം 3+, തലയിലെ ചാർജ് അങ്ങനെ എടുത്തെഴുതുക 3+ ചാർജ്. സിമ്പിൾ ആയിട്ട് കഴിഞ്ഞില്ലേ? പക്ഷേ ടാസ്ക് തീർന്നില്ല. ഇനി നമ്മൾ ഇവിടെ Cr2O7 2- ചാർജും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. Cr2O7 2- ചാർജും കൂടെ എൻ്റെ മക്കൾ കണ്ടുപിടിച്ച് മിസ്സിക്ക് തരണം. ഓക്കെ, അപ്പോൾ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഒന്ന് കണ്ടുപിടിച്ച് തന്നെ. യെസ്, നമുക്ക് ഉറക്കമൊന്നും പറ്റില്ല, നമുക്കിത് പഠിച്ചിട്ടേ പോകാൻ പറ്റൂ. ഓക്കെ മക്കളെ നോക്കുക, ഓക്സിജന്റെ തലയിലെ ചാർജ് -2 ആ. ഈ കിടക്കുന്ന 2- കൺസിഡർ ചെയ്യല്ലേ, അതായത് മൊത്തത്തിലുള്ള അയോണിന്റെ ചാർജാ. അപ്പോൾ ഓക്സിജന്റെ തലയിൽ മക്കൾ -2 ഇട്ടു. ക്രോമിയത്തിൻ്റെത് നമുക്കറിയില്ല. സോ നമ്മൾ തലയിൽ X ഇട്ടു. അടുത്ത സ്റ്റെപ്പിൽ തലയിലുള്ളതും ആ താഴെ കിടക്കുന്നതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. Xനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് എന്ത് ആഡ് ചെയ്യണം അതിൻ്റെ കൂടെ? -2നെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എൻ്റെ മക്കൾക്ക് മൊത്തമുള്ള ചാർജ് ആയിട്ടുള്ള -2 കിട്ടും. മൊത്തത്തിൽ അതിൻ്റെ തലയിലുള്ളത് -2 ആണ്. ഹോൾ സ്റ്റാറേ. സോ -2 ഇട്ട് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ 2 × X 2x എഴുതുക. -2നെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എൻ്റെ മക്കൾക്ക് -14 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു -2. ആൻഡ് 2x ഈസ് ഈക്വൽ ടു 2x കണ്ടുപിടിക്കണമെങ്കിൽ -14 ഇവിടെ കിടന്നാൽ പറ്റുമോ? ഇല്ല. -14 ഇങ്ങോട്ടേക്ക് പോകണം. സോ -2 + 14 എന്ന് വരും. 2x ഈസ് ഈക്വൽ ടു -2 + 14 ചെയ്താൽ എത്രയാണ് കിട്ടുക? എത്രയാ സനമോളെ എത്രയാ കിട്ടുക? യെസ്, -2 + 14 എന്ന് പറയുന്നത് +12 ആണ്. സോ 2x ഈസ് ഈക്വൽ ടു +12 എന്ന് എൻ്റെ മക്കൾക്ക് കിട്ടിയെങ്കിൽ x എങ്ങനെയാ മക്കൾ കണ്ടുപിടിക്കുക? 12നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. സോ x എന്ന് പറയുന്നത് 6 ആണ്. ക്രോമിയത്തിൻ്റെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. പ്ലസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. +6 ആണ് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ എല്ലാവരുടെയും തലയിലെ ചാർജ് കിട്ടിയല്ലോ. ഓക്സിജന്റെ തലയിൽ -2, ക്രോമിയത്തിൻ്റെ തലയിൽ
+6. Fe3+ന്റെ തലയിൽ 3+, Cr3+ന്റെ തലയിൽ 3+. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കഴിഞ്ഞു ഓൾ സ്റ്റാറെ കഴിഞ്ഞു. ആൻഡ് അടുത്തത് പറയാ, അടുത്തത് ഇനി ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ നടന്നത്, അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. മക്കളെ എന്താണ്, ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ നടന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചു നോക്കിക്കോ Fe2+ Fe3+ ആയി. Fe2+ Fe3+ ആകുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് അല്ലെ. 2+ 3+ ആയി, 2 3 ആയി. മക്കളെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാ, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാടാ റിഫ, ഏതാ മോളെ, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? സന മോളെ ഏതാ, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആണ് അല്ലെ, ഓക്സിഡേഷൻ ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചതാ അല്ലെ. ആൻഡ് ഇവിടെ റിഡക്ഷൻ എവിടെയാ നടന്നത്, ക്രോമിയം +6 നിന്ന് +3 ആയിട്ട് മാറി. സോ ഈ സ്പീഷീസിനാണ് എന്ത് സംഭവിച്ചത്, റിഡക്ഷൻ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഓക്സിഡേഷൻ നടന്ന ആൾക്കാരെയും റിഡക്ഷൻ നടന്ന ആൾക്കാരെയും എൻ്റെ മക്കൾ ഐഡന്റിഫൈ ചെയ്തു. ഇതായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ ആണോ? വെരി ഗുഡ് സന. ഓക്സിഡേഷനും റിഡക്ഷനും. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിച്ചാൽ നമ്മൾ ഈ ഇക്വേഷനെ 2 ആക്കി മാറ്റുകയാണ്. ഓക്സിഡേഷൻ, ഈ ഒരു റിയാക്ഷനെ ഓക്സിഡേഷൻ ഹാഫ് എന്നും റിഡക്ഷൻ ഹാഫ് എന്നും 2 ആക്കി മാറ്റുന്നു. മക്കളെ ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും സിമ്പിളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ആരാണ് ഓക്സിഡേഷൻ ഹാഫ്, ആരാണ് റിഡക്ഷൻ ഹാഫ് എന്നറിയാൻ എളുപ്പമാണ്. Fe3+ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറയുന്നത് എന്താ, Fe2+ Fe3+ ആയിട്ട് മാറുന്നു. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ആ പ്രോസസ്സ്, അതാണ് ഓക്സിഡേഷൻ ഹാഫ്. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ ഹാഫ് എന്തായിരിക്കും റിഫ? റിഡക്ഷൻ ഹാഫ് എന്തായിരിക്കും മക്കളെ? ദാ നോക്കിക്കോ, ഇതെന്താ ഈ സ്കെയിൽ കയറി വരുന്നത്? ഓക്കെ മക്കൾ നോക്കിക്കോ, Cr2O7 2- Cr3+ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ ഹാഫിൽ നിങ്ങൾ എഴുതേണ്ടത് Cr2O7 2- Cr3+ ആയിട്ട് മാറുന്ന ആ ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ Cr2O7 2- gives Cr3+ എന്ന് പറയുന്നതാണ് എന്താ, റിഡക്ഷൻ ഹാഫ്. ഓൾ സ്റ്റാർ എ, റിഡക്ഷൻ ഹാഫ് മനസ്സിലായോ? റിഡക്ഷൻ ഹാഫ് സെറ്റായോ? അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മക്കൾ ചോദിക്കണം മക്കളെ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാ. ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച ആരൊക്കെ ഇക്വേഷനിലുണ്ടോ അവരൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാ. അപ്പോൾ നോക്കിയേ, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ബാലൻസ് ചെയ്യണേ. ഓക്സിഡേഷൻ ഹാഫിൻ്റെത് അവൻ്റെ കാര്യം, റിഡക്ഷൻ ഹാഫിൻ്റെത് അവൻ്റെ കാര്യം. ഇൻഡിവിജ്വൽ ആയിട്ട് ബാലൻസ് ചെയ്തോ. ഇവിടെ ഒരു Fe2+ ആണോ? അതെ. ഇവിടെ ഒരു Fe3+. അപ്പോൾ രണ്ടിടത്തും ഒരേ ആൾക്കാരാണ്, രണ്ടും 1 ആണ്, ബാലൻസ്ഡ് ആണ്, ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ Cr2 2 ക്രോമിയം, ഇവിടെയോ 1 ക്രോമിയം. അപ്പോൾ ബാലൻസ് ചെയ്യണോ? ഇവിടെ 1 ക്രോമിയേ ഉള്ളൂ, ഇവിടെ 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്തിട്ട് കൊടുക്കണം? ഇവിടെ 2 ഇട്ട് കൊടുക്കണം. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ മക്കൾ ചോദിക്കും, മിസ് ഇവിടെ 7 ഓക്സിജൻ എഴുതണ്ടേ? ഒന്നുമല്ല, ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കി എല്ലാവരെയും ബാലൻസ് ചെയ്യാനാണ് മിസ് നിങ്ങളോട് പറഞ്ഞത് അല്ലേ? ആണോ? അതെ. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് എല്ലാവരെയും നമ്മൾ ബാലൻസ് ചെയ്തു. Fe2+ Fe3+ ആയി. Cr2O7 2- gives 2 Cr3+ ആയി. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ ആരെ ബാലൻസ് ചെയ്യണം? ഓക്സിജനെയും. ബാലൻസിങ് ഓഫ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസിങ് ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. മക്കളെ നമ്മൾ ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യാനായിട്ട് പോവാ. നിങ്ങൾ റെഡിയാണോ? ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യാനായിട്ട് പോവാണ്. റെഡിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ മിസ്ക്ക് പറഞ്ഞു തരണേ, എങ്ങനെ മിസ് ഇക്വേഷൻ എടുത്ത്. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനിൽ മിസ് എങ്ങനെ ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യും? മക്കൾ പറഞ്ഞു തരൂ. യെസ്, ആ 10% കാണും സ്റ്റാറെ. യെസ്, പറയൂ. ഇവിടെ Fe2+ഉം Fe3+ഉം ഓക്സിജനും ഇല്ല, ഹൈഡ്രജനും ഇല്ല. സോ അവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. റിയാക്റ്റൻ സൈഡിൽ 7 ഓക്സിജൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഓക്സിജൻ ഇല്ല അല്ലേ?
ഓക്സിജൻ ഇല്ല. അപ്പോൾ ഇവിടെ 7 ഓക്സിജൻ ഉണ്ടെങ്കിൽ എങ്ങനെ 7 ഓക്സിജൻ ഇവിടെ കൊണ്ടുവരും? +7 ഒന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ മക്കൾക്ക് അറിയാം. സോ ഓക്സിജൻ വരണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. എത്ര വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും? ഇവിടെ 7 ഓക്സിജൻ ആണെങ്കിൽ ഇവിടെ 7 ഓക്സിജൻ കിട്ടാൻ എൻ്റെ മക്കള് 7 H2O ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ പുതുതായിട്ട് ചെയ്ത ആളെ മിസ് ബ്രാക്കറ്റ് ഇതിലിടാം. ഓക്കെ, എന്ത് ചെയ്തു? 7 H2O ആഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? 7 ഓക്സിജന്റെ കുറവുണ്ട്. 7 ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 7 ഓക്സിജൻ അല്ല ഇവിടെ ഉള്ളത്. 7 ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് 7 വാട്ടർ ആഡ് ചെയ്തു. സ്റ്റെപ്പ് ക്ലിയർ ആണോ? CPXന് ക്ലിയർ ആണോ? യെസ് അനാ? യെസ്. ഇനി വളരെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളേ, ശ്രദ്ധിച്ച് കേട്ടോ. 3ഓ 4ഓ സ്റ്റെപ്പിൽ തീരും. ഓക്കെ, അപ്പൊ ഇവിടെ 7 ഓക്സിജൻ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ പോവാ മക്കളെ. അടുത്ത സ്റ്റെപ്പിൽ മിസ് എന്താ ചെയ്യാൻ പോകുന്നത്? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് എന്ത് മീഡിയമാ? ഇത് അസിഡിക് മീഡിയമാ. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ ചെയ്യുന്നത്. സോ അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഇവിടെ എത്ര ഹൈഡ്രജനാ ഉള്ളതെന്ന് ആദ്യം കൗണ്ട് ചെയ്തേ. 7 H2O. 7 H2O എന്ന് പറഞ്ഞാൽ 7 × 2 14 ഹൈഡ്രജൻ. സോ ഇവിടെ 14 ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടെയും 14 ഹൈഡ്രജൻ വേണ്ടേ നമുക്ക്? 14 ഹൈഡ്രജനെ കിട്ടാൻ എൻ്റെ മക്കള് 14 H+ ആഡ് ചെയ്ത് കൊടുക്കണം. 14 CPX. വെരി ഗുഡ്. അപ്പൊ നീ ക്ലാസ് അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അപ്പൊ 14 ഹൈഡ്രജനെ കിട്ടാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എത്ര H+ ആഡ് ചെയ്ത് കൊടുക്കണം? 14 H+ ആഡ് ചെയ്ത് കൊടുക്കണം. മക്കൾക്ക് ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും നമ്മൾ എഴുതി. ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് എല്ലാവരെയും നമ്മൾ ബാലൻസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഓക്സിജനെയും ഹൈഡ്രജനെയുമാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഓക്സിജന്റെ കുറവുണ്ടോ ആ കുറവുള്ളിടത്ത് അത്രയും H2O ആഡ് ചെയ്തു. H2O ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഹൈഡ്രജൻ വന്നു. സോ അടുത്തത് ബാലൻസിങ് ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ അത്രയും H+ ആഡ് ചെയ്തു. റിഫ മോളെ ഓക്കെയാണോ? ഓക്കെയാണ്. യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് മക്കളെ 2 സ്റ്റെപ്പ് കൂടെയുള്ളേ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയോണിക് ചാർജസിന്റെ ബാലൻസിങ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബാലൻസിങ് ഓഫ് ചാർജസ്. ഓക്കെ, ചാർജസിനെ ബാലൻസ് ചെയ്യാൻ പോവാ. ബാലൻസിങ് ഓഫ് ചാർജസിനെ ബാലൻസ് ചെയ്യാൻ പോവാ. ചാർജസിനെ ബാലൻസ് ചെയ്യാൻ മക്കൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയാമോ? ഇലക്ട്രോൺസിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്തിനെയാണ്? ഇലക്ട്രോൺസിനെയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഏത് ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പറയാം. ഓക്കെ, റിഡക്ഷൻ ഹാഫ്. ഇത് ഇച്ചിരി മാറ്റി എഴുതുകയാണേ, നിങ്ങൾക്ക് വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓക്സിഡേഷൻ ഹാഫ്, ഇത് റിഡക്ഷൻ ഹാഫ്. 2 സ്റ്റെപ്പേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക. 2 സ്റ്റെപ്പേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക. ഓൾ സ്റ്റാറെ നമുക്ക് ആലോചിക്കാം കേട്ടോ. നീ ക്ലാസ് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് മിസ് കമന്റിന് റിപ്ലൈ പറയാം. യെസ്. അപ്പോൾ നോക്കുക, അടുത്ത സ്റ്റെപ്പിൽ Fe2+ Fe3+ ആയിട്ട് മാറുന്നു. ഇവിടെ 2+ ചാർജും ഇവിടെ 3+ ചാർജും. ചാർജുകൾ സെയിം ആണോ മക്കളെ? ചാർജുകൾ സെയിം അല്ല. ഒരിടത്ത് 2+ഉം ഒരിടത്ത് 3+ഉം. ഇവിടെ ഒരു പ്ലസ് ചാർജ് കൂടുതലാണ്. പ്ലസ് ചാർജ് കൂടുതലാകുമ്പോൾ എത്ര പ്ലസ് ചാർജ് കൂടുതൽ? 2ൽ നിന്ന് 3 എന്ന് വെച്ചാൽ ഒരെണ്ണാണ് കൂടുതൽ. സോ എൻ്റെ മക്കൾ ഇവിടെ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഓർത്തോളുക, ഓക്സിഡേഷൻ ഹാഫിൽ ഇലക്ട്രോണുകളെ ആഡ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് സൈഡിലാണ് മക്കളെ. എവിടെയാണ്? പ്രൊഡക്റ്റ് സൈഡിലാണ്. യെസ്. ഓക്സിഡേഷൻ ഹാഫിൽ എവിടെയാണ് നമ്മൾ ഇലക്ട്രോണുകളെ ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്രൊഡക്റ്റ് സൈഡിലാണ്. അതായത് ആരോ മാർക്കിന്റെ തലഭാഗത്താണ് ഇലക്ട്രോണുകളെ ആഡ് ചെയ്യേണ്ടത്. ഏത് ഇക്വേഷൻ എടുത്താലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. എത്ര ഇലക്ട്രോണുകളെ ആഡ് ചെയ്യണം? ഇവിടെ 2+, ഇവിടെ 3+. ഒരു ചാർജിന്റെ കുറവാണ്. സോ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക. സെറ്റ് അല്ലേ? സെറ്റാണോ മക്കളെ? സെറ്റാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അത് സെറ്റായി. Fe2+ഉം Fe3+ഉം സെറ്റായി. അടുത്തത് 2 സ്റ്റെപ്പ് കൂടെ. അടുത്തതിൽ ദാ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഇവിടെ എത്ര ഇലക്ട്രോണിനെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. ഓക്കെ, ഇവിടെ എത്ര ഇലക്ട്രോണിനെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. അപ്പം നിങ്ങൾ നോക്കുക, നമ്മൾ അപ്പുറത്ത് കണ്ടുപിടിച്ചു ക്രോമിയത്തിന്റെ തലയിലെ ചാർജ് +6 അല്ലേ? ആ +6 +3 ആയിട്ടാണ് മാറുന്നത്. മക്കളെ ശ്രദ്ധിച്ചേ, +6 +3 ആയിട്ടാണ് മാറുന്നത്. അതായത് എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. ഓക്കെ, എത്ര കുറഞ്ഞു? 6ൽ നിന്ന് 3 എന്ന് പറഞ്ഞാൽ, മക്കളെ 6ൽ നിന്ന് 3 എന്ന് പറഞ്ഞാൽ 3 കുറഞ്ഞത്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ ഒരു ക്രോമിയത്തിൻ്റെതാണ് +6 +3 ആയത്. മക്കളെ ഇവിടെ എത്ര ക്രോമിയുണ്ട്? 2 ക്രോമിയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ് കുറഞ്ഞത്? മൊത്തത്തിൽ 6 കുറഞ്ഞത്. എൻ്റെ മക്കൾക്ക് ഡൗട്ട് ഇല്ലല്ലോ?
മക്കൾക്ക് ഡൗട്ട് ഇല്ലല്ലോ? CPX മിസ്സിന് ഇട്ടിട്ട് പോവല്ലടാ. നോക്കുക, +6 +3 ആയിട്ട് മാറി. അപ്പം 3 കുറഞ്ഞത്. പക്ഷെ അത് ഒരു ക്രോമിയത്തിന്റെ കേസാണ്. 2 ക്രോമിയം വരുമ്പോൾ അവിടെ 6 ചാർജ് ആണ് കുറയുന്നത്. ഓക്കെ, 6 എണ്ണാണ് കുറയുന്നത്. സോ ചാർജ് ബാലൻസ് ചെയ്യാൻ മക്കളെ എത്ര ഇട്ട് കൊടുക്കണം എന്നറിയാമോ? 6 ഇട്ട് കൊടുക്കണം. എവിടെ 6 ഇട്ട് കൊടുക്കും? എവിടെ? ഈ റിയാക്റ്റൻ സൈഡിലാണോ പ്രൊഡക്റ്റ് സൈഡിലാണോ നിങ്ങൾ 6 ഇട്ട് കൊടുക്കുക എന്ന് ചോദിച്ചാൽ നോക്കുക, റിഡക്ഷൻ ഹാഫിൽ ഇലക്ട്രോണുകളെ ആഡ് ചെയ്യേണ്ടത് റിയാക്റ്റൻ സൈഡിലാണ്. സോ ഇവിടെ റിയാക്റ്റൻ സൈഡിൽ ഈ ആരോ മാർക്കിന്റെ വാൽഭാഗത്താണ് മക്കളെ 6 ഇലക്ട്രോൺ ഇട്ട് കൊടുക്കുക. 6 ഇലക്ട്രോൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുമില്ല, ലാസ്റ്റ് സ്റ്റെപ്പാണ്, ആലോചിച്ച് ചെയ്യുക. എവിടെയാണ്? നമ്മുടെ ഓക്സിഡേഷൻ ഹാഫിൽ പ്രൊഡക്റ്റ് സൈഡിലും റിഡക്ഷൻ ഹാഫിൽ റിയാക്റ്റൻ സൈഡിലുമാണ് ഇലക്ട്രോണുകളെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എത്ര ഇലക്ട്രോണുകളാണോ, എത്ര ചാർജുകളാണോ ബാലൻസ് ചെയ്യേണ്ടത്, അത്രയും ഇലക്ട്രോണുകളെയാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഫൈനൽ ഇക്വേഷൻ ഞാനൊന്ന് എടുത്തെഴുതാം, മക്കൾ ശ്രദ്ധിച്ചോളുക. ഫൈനൽ ഇക്വേഷൻ മിസ് ഒന്ന് എടുത്തെഴുതാം. ഒരു ബ്ലാങ്ക് പേജ് എടുത്തോട്ടെ. യെസ്, ഫൈനൽ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഫൈനൽ ഇക്വേഷൻ ശ്രദ്ധിക്കുക മക്കളെ, ഫൈനൽ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവാണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവാണ്. Fe2+ ഗീവ്സ് Fe3+ +1 ഇലക്ട്രോൺ എന്നുള്ളതാണ് എന്ത്? ഓക്സിഡേഷൻ ഹാഫ്. ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ് എന്ന് പറയുന്നത്, റിഡക്ഷൻ ഹാഫ് എന്ന് പറയുന്നത് ദ ഇക്വേഷൻ ശ്രദ്ധിക്കുക. Cr2O7 2- കഴിഞ്ഞോ? ഇല്ല. +14H+ +6 electron gives 2Cr3+ +7H2O. 2Cr3+ +7H2O. ഇതാണ് നമ്മൾ ഫൈനലി കണ്ടുപിടിച്ച നമ്മുടെ ഇക്വേഷൻ. അടുത്ത സ്റ്റെപ്പിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് മക്കളെ. ലാസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഇവിടെ 6 ഇലക്ട്രോണും ഇവിടെ 1 ഇലക്ട്രോണുമാണ്. സോ അത് നമുക്ക് പറ്റില്ല, ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ പോലെ തന്നെ ഇവിടെയും എത്ര ഇലക്ട്രോൺ വേണം? 6 ഇലക്ട്രോൺ വേണം. 6 ഇലക്ട്രോൺ വേണമെങ്കിൽ ഈ 1 ഇലക്ട്രോണിനെ 6 ആക്കണമെങ്കിൽ ഈ ഇക്വേഷനെ എൻ്റെ മക്കൾ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കുക. 1നെ 6 ആക്കണമെങ്കിൽ ഈ ഇക്വേഷനെ ഇക്വേഷനെ എൻ്റെ മക്കള് 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മൊത്തം ഇക്വേഷനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്ക് എത്രയാ കിട്ടുക? 6Fe2+ ഗീവ്സ് ആണ്. 6Fe2+ ഇവിടെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ 6Fe2+ ഗീവ്സ് 6Fe3+ +6 ഇലക്ട്രോൺ എന്നുള്ളതാണ് ഓക്സിഡേഷൻ ഹാഫിൻ്റെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ ആണോ? ആൻഡ് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 ഇക്വേഷനെയും കൂടെ ഇക്വേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ ഇക്വേഷനെയും കൂടി ഇക്വേറ്റ് ചെയ്താൽ എൻ്റെ മക്കൾക്ക് എന്ത് കിട്ടും? ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. സോ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ വരുന്ന 6 ഇലക്ട്രോണിനെയും നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ഈ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എല്ലാ ആൾക്കാരെയും ഒന്ന് ഒരുമിച്ചെടുത്ത് എഴുതിക്കേ. ഈ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എല്ലാവരെയും മക്കളൊന്ന് ഒരുമിച്ചെടുത്ത് എഴുതിക്കേ. നോക്കുക, ലെഫ്റ്റ് സൈഡിൽ വരുന്ന എല്ലാവരെയും ഒരുമിച്ച് എഴുതിക്കേ. Cr2O7 2- Cr2O7 2- +14H+ +6Fe2+ ഗീവ്സ് എത്രയാ കിട്ടുക? ഇനി റിയാക്ഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ എല്ലാം ഒന്ന് എടുത്ത് എഴുതിക്കേ. റൈറ്റ് സൈഡിൽ വരുന്നത് ആരൊക്കെയാ? 2Cr3+ +7H2O +6Fe3+. മക്കളെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് 2Cr3+ +7H2O +6Fe3+. കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കിക്കേ. കറക്റ്റ് ആണോ മക്കളെ? ഓക്കെ ആണോ? ചെക്ക് ചെയ്തേ. 6Fe2+ +14H+ Cr2O7 gives 2Cr3+ +6Fe3+ +7H2O. കഴിഞ്ഞേ റാഫി സർ കഴിഞ്ഞു കേട്ടോ. അപ്പം നോക്കുക മക്കളെ, ഇതാണ് റിയാക്ഷൻ. നോക്കുക, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്.
ഓക്കെ നോക്കുക. മുഹമ്മദ് റോഷൻ ശ്രദ്ധിച്ചേടാ. യെസ് റിഫക്കുട്ടി ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ബാലൻസിങ്. 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. ആൻഡ് കഴിഞ്ഞിട്ടില്ല എൻ്റെ മക്കളെ, വെയിറ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ റാഫി സർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളൊന്നും പോരുത്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, കുറേ നേരമായിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുക എന്നൊക്കെ അറിയാം. പക്ഷേ അവസാനം വരെ ഇരിക്കുന്നവർക്കായിരിക്കും ഫൈനൽ ആയിട്ടുള്ള സക്സസ് നോർക്കുക. സോ റാഫി സർ സ്റ്റാൻഡ് കളയട്ടെ. അതെ, സ്റ്റാൻഡ് കളയണ്ട, നമുക്ക് പിന്നെ ഇവിടെ എടുക്കാൻ വേണ്ടി വരും. നിങ്ങൾ നമ്മുടെ കൂടെ ഉറങ്ങാതെ നിൽക്കുക അല്ലേ? അതെ. അപ്പൊ ബൈ മക്കളെ. അഥവാ ഉറക്കം വരികയാണെങ്കിൽ ഒരു സെക്കൻഡ് ഞാനൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞോട്ടെ. ഞാൻ എവിടെയും പോകുന്നില്ല, പക്ഷെ ഒരു ഓൾ ദി ബെസ്റ്റ് പറയേണ്ടതായിട്ടുണ്ട്. കാരണം മോർണിംഗ് ക്ലാസ് എടുക്കുന്നത് ആർട്ടി സാർ ആണ്. സോ അടിപൊളിയായിട്ട് എക്സാം എഴുതുക, മുഴുവൻ ക്ലാസ്സും കേൾക്കുക, നന്നായിട്ട് ഈ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് മക്കൾ കിടന്ന് ഉറങ്ങിക്കോളൂ. 6 മണിയുടെ ക്ലാസ്സിന് വന്നോളൂ. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ബൈ. വളരെ സെലക്റ്റീവായ കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. നേരത്തെ 1-2 കുട്ടികൾ എന്താ പറയുക ചാറ്റിങ്ങിൽ കണ്ടിരുന്നു. എന്താ ചോദിക്കുന്നത്? മിസ് പ്രാർത്ഥിക്കുമോ, അതല്ലെങ്കിൽ സാറ് പ്രാർത്ഥിക്കുമോ, മിസ് പ്രാർത്ഥിക്കുമോ, മാർക്ക് വേണം. വേറെ ചില കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് നിൽക്കുന്നു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രാർത്ഥന നിങ്ങളെ കൂടെയുണ്ട്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കും കൂടി വേണം കേട്ടോ. ഈ ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും. ഞാൻ നിങ്ങൾക്ക് സൈൻ ചെയ്ത് തരുന്നതായിരിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മൾ കാണുന്നത്? ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മക്കളെ, ചിലപ്പോൾ നിങ്ങൾ ഈ രാത്രി 12 മണിക്ക് ഉറക്കത്തിൽ ആൽപ്പി എന്നൊക്കെ കേൾക്കുന്നുണ്ടാവും. ഈ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എന്താൽപ്പി അങ്ങനെയൊക്കെ ഞാൻ ഇരുന്നിരുന്നത്. ആലപ്പി കണ്ണൂർ എക്സ്പ്രസ് ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 4 ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് പോവില്ല. കാരണം നിങ്ങളെ മനസ്സിൽ വരേണ്ടത് സിമ്പൽ ഇതാണ്, ഡെൽറ്റ EGH. ഈ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയാണ്. അലപ്പിയും എൻതാൽപ്പിയും എന്നല്ല, എൻതാൽപ്പിയാണ്. EG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ ആണ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അതൊരു എനർജിയാണ്. ഗെയിൻ, ഇലക്ട്രോൺ ഗെയിൻ, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചാൽ നെഗറ്റീവ് അയോണായി മാറുന്നു, എല്ലാവർക്കും അറിയാം. X- ഗ്യാസ് ആകും. ഇതിന് വേണ്ട എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇതിന് എനർജി വേണ്ട. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ എനർജി റിലീസാകും. അതുകൊണ്ട് ഇതിൻ്റെ സൈന് ഒരു നെഗറ്റീവാണ്. ഇതിൻ്റെ ഇക്വേഷനാണ്. ഇത് ഡെഫിനിഷൻ ആക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഐസൊലേറ്റഡ് ആറ്റം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിക്ക് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നു, എനർജി റിലീസാകുന്നു. അതാണ് X- ഗ്യാസ് ആവുന്നു. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ഞാൻ വെറുതെ ഒന്ന് പറയട്ടെ, എൻ്റെ ഡെഫിനിഷൻ കാണിച്ചു തരാം. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് when an electron is added to an outermost shell of an isolated gaseous atom. മറക്കണ്ട, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുക. ഒരു ക്ലാസ് റൂമിലേക്ക് ഒരു കുട്ടി വരിക, ബാക്കത്തെ ബെഞ്ചിൽ ഇരിക്കുക, ഒറ്റക്കുള്ള ഒരു ക്ലാസ് റൂം, അതിലോട്ടൊരു കുട്ടി വരുന്നു, ബാക്കത്തെ ബെഞ്ചിൽ ഇരിക്കുന്നു, അപ്പോൾ റിലീസ് ആവുന്ന എനർജി. ഡെഫിനിഷൻ കണ്ടോ? when an electron is added to a neutral gaseous atom, isolated gaseous atom, to convert into negative ion ആയി മാറുന്നു. The enthalpy change accompanying the process is defined as electron gain enthalpy. ഇനി അങ്ങനെ വേണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ആൻ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഒരിക്കലും അത് മാറിപ്പോവരുത്. ഒരു ആറ്റത്തിൻ്റെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഐസൊലേറ്റഡ് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ റിലീസ് ആകുന്ന എനർജി. ക്ലിയർ ആണല്ലോ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ അതോടൊപ്പം തന്നെ അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ മക്കൾ എൻ്റെ മൈൻഡിൽ വേണം. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ അത് അബ്സോർബ് ചെയ്യുന്ന എനർജി. അതിൻ്റെ സൈന് പോസിറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. ഒന്ന് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ റിലീസ് ആവുന്ന എനർജി, മറ്റ് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ ആവശ്യമാകുന്ന എനർജി.
അടുത്തൊരു കോൺസെപ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പൊ അത് തന്നെയല്ല ഇവിടെയും സംഭവിച്ചത് എന്നൊരു സംശയം. മക്കൾ മനസ്സിലാക്ക്, അത് തന്നെയല്ല ഇവിടെയും സംഭവിച്ചത്. ഇലക്ട്രോണെ ഗെയിൻ ചെയ്തു, അപ്പൊ നെഗറ്റീവ് അയോണായി മാറി. അപ്പൊ ഇതും തമ്മിൽ എന്താ വ്യത്യാസം? മക്കളെ വളരെ സിമ്പിളാണ്. രണ്ട് ആറ്റത്തിനിടയിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടെങ്കിൽ, ആ കോവാലന്റ് ബോണ്ടത്തെ ഇലക്ട്രോണിനെ ഒരാൾ നന്നായിട്ട് വലിക്കും. ഇതിനെ ഞാൻ എക്സ് ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരാൾ ഭയങ്കര കമ്പവലി. ഈ കമ്പവലി പറയുമ്പോൾ എനിക്ക് സ്കൂളിലൊക്കെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ കമ്പവലി മത്സരം ഉണ്ടാവും. എന്നിട്ട് എൻ്റെ സ്കൂളിൽ അങ്ങനെ മത്സരം നടക്കുന്ന സമയത്ത് ഞാൻ മാറി നിൽക്കുക. അപ്പോൾ എൻ്റെ വിദ്യാർത്ഥികൾ അധ്യാപകരെ വലിച്ചു കൊണ്ടുപോവുക. ഇത് ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന കയറിൽ ഒറ്റ പിടുത്തായിരുന്നു. പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വലിയായിരുന്നു. അപ്പൊ എല്ലാവരും ബാവു ബലി, എൻ്റെ പേര് ബാവു എന്നാ സ്കൂളിൽ വിളിക്കാറ്, ബാവു ബലി. അപ്പൊ ഈ ബോണ്ടത്തെ ഇലക്ട്രോണിനെ നന്നായിട്ട് വലിക്കാൻ കഴിയുന്ന ആള് ബാഹുബലി, അവനാണ് നല്ല ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്. അപ്പൊ എന്താ കോൺസെപ്റ്റ്? മറ്റത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആറ്റം ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ്, ഇത് ബോണ്ടിലെ ഇലക്ട്രോണിനെ ഒരാൾ വലിക്കുകയാണ്. ഇതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ലൈവിലുണ്ടോ? ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു അട്രാക്ട് ദ പെയർഡ് ഷെയർ ഓഫ് ഇലക്ട്രോൺ. കോവാലന്റ് ബോണ്ടത്തെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ്. എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് ടു അട്രാക്ട് ഷെയർഡ് ഇലക്ട്രോൺ ടു ഇറ്റ്സെൽഫ് ഇറ്റ്സ് കോൾഡ്. അഥവാ കെമിക്കൽ ബോണ്ടിലെ, കെമിക്കൽ കോമ്പൗണ്ട് എന്നോ കെമിക്കൽ ബോണ്ട് എന്നോ എന്തും പറയാം, കെമിക്കൽ കോവാലന്റ് ബോണ്ട്. അപ്പൊ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അഥവാ ഒരു കോവാലന്റ് ബോണ്ടിലെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. മറക്കണ്ട, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ക്ലിയർ ആക്കുക. ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിലുകളെ കുറിച്ച് ചോദിക്കും. ഹൗ മെനി, നെയിം എനി വൺ സ്കെയിൽ. അപ്പം തന്നെ മക്കൾ മൈൻഡിൽ വരണം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. നല്ല വലിക്കുന്ന ഒരാളെ പോളിംഗ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ പോളിംഗ് സ്കെയിലാന്ന് ഓർത്ത് വെക്കുക. പോളിംഗ് സ്കെയിലുണ്ട്, മുല്ലിക്കൻ ജാഫെ സ്കെയിലുണ്ട്, ആൽഫ്രഡ് റോഷോ സ്കെയിലൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, പൊളി എന്ന് ഓർത്തിച്ചാൽ മതി. പോളിംഗ് സ്കെയിൽ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്ന ഒരു പൊളി സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ. മറക്കൂലല്ലോ? ഓക്കെ. അപ്പൊ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പൊളി സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ. ആരും പോകല്ല, ന്യൂ ഇയർ ഒന്നും ആയിട്ടില്ല, ആരും പോവല്ല. ഓക്കെ, ആരും പോവല്ല. ഓക്കെ, യെസ്, പോളിംഗ് സ്കെയിൽ ആൻസർ വന്നല്ലോ. മക്കൾ കട്ടക്ക് കൂടെ നിൽക്കി, ഈ ചാപ്റ്റർ ക്ലിയർ ആക്കി തരാം. ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, പീരിയോഡിക് ടേബിൾ ഏറ്റവും നല്ല ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, അവന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് വലിക്കാൻ പറ്റിയ ആരുമില്ല. പീരിയോഡിക് ടേബിൾ മോസ്റ്റ് വലിക്കാരൻ, ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ ഹീസ്, അയ്യോ ഇങ്ങനെ എഴുതിപ്പോയി, ഇത് തിരിക്കണം, എഫ്, ഫ്ലൂറിൻ. മക്കൾ മനസ്സിലാക്കണ്ട, മക്കൾ ടെൻഷൻ ആവണ്ട, അതിന് മായ്ക്കണ്ട. അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് 4 ആണ്. അപ്പൊ ഇത് 4 എന്നുള്ളത് 4 ആക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ വേണ്ട, കിടന്നോടത്ത് കിടന്നു ഉരുള്, അത്രേ ഉള്ളൂ, അല്ലാതെ മായ്ക്കുന്ന പരിപാടിയില്ല. അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് 4 ആണ്. ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ. ക്ലിയർ അല്ലേ? അപ്പൊ പോളിംഗ് സ്കെയിൽ പ്രകാരം ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും എത്ര എന്നുള്ള മനസ്സിലായി. കളിക്കുന്ന കളിയാണോ മക്കളെ, കുളിക്കുന്ന കോളം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്, ഗിവ് റീസൺ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പണ്ട് നമ്മളൊരു സുഹൃത്ത് പഠിച്ചു പോയിട്ടോ. ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പഠിച്ചു പോയി, അതിന്റെ റീസൺ പഠിച്ചില്ല. ക്വസ്റ്റ്യനിൽ ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്, ഗിവ് റീസൺ. പഠിച്ച സാധനം ക്വസ്റ്റ്യനിൽ വന്നു, പഠിക്കാത്ത സാധനം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കിയതും അലോങ് പീരീഡ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസ്, ദാറ്റ് മീൻസ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് അലോങ് പീരീഡ്. അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. അതിന്റെ റീസൺ എന്താ? അലോങ് പീരീഡ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്. എൻ്റെ മക്കൾ, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്. ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് ഗ്രൂപ്പും പീരീഡ് ഓർത്ത് വെക്കാം. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും സൈസും തമ്മിലുള്ള ബന്ധം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പും പീരീഡിലും ആൻസർ കിട്ടും.
ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും സൈസും ഇൻവേഴ്സിലിയ. ഹൈവ അരെ സോറി ഞാൻ വേറെ രാജ്യത്താണെന്ന് വിചാരിച്ചോയി. 12 മണിയായില്ലേ, ഭാഷ മാറിപ്പോയി. ഐ എം സോറി. ഞാൻ കേരളത്തിലോട്ട് വരാം. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും സൈസും ഇൻവേഴ്സിലിയ. അപ്പൊ അലോങ് പീരീഡ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്, ദെർഫോർ സൈസ് ഡിക്രീസ്. അപ്പൊ ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും? ഗ്രൂപ്പിൽ നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ്, സോ സൈസ് ഇൻക്രീസ്. ഇതിപ്പോ പീരീഡാ ചോദിച്ചത്. ഗ്രൂപ്പ് ചോദിച്ചാൽ നമ്മൾ എഴുതും. ഗ്രൂപ്പ് ചോദിച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ചോദിച്ച് ഇമ്മേ ഗ്രൂപ്പ് ചോദിച്ച് ആഷിം സാർ ഞാൻ പീരീഡിലെ സൈസ് കുറയുന്നു പറഞ്ഞപ്പോ ഗ്രൂപ്പ് ചോദിച്ചാൽ എഴുതുന്നു പറഞ്ഞപ്പോ ഗ്രൂപ്പ് ചോദിച്ചു ആഷിം സാർ. ഓക്കെ, അപ്പൊ ആറ്റോമിക് റേഡിയസ് അതെ വളരെ ഉഷാറാണ് സാറേ. ഓക്കെ, എന്നാ പോവാന്നൊക്കെ പറയുന്നുണ്ട്. പോവല്ലടാ. പിന്നെ നമ്മളിവിടെ നിക്കണം മോനെ, നമുക്ക് എന്താ വീടില്ല മോനെ. ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. ദ റീസൺ ഡൗൺ ടു ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഷെല്ലിന്റെ എണ്ണം കൂടുമ്പോൾ ഔട്ടർ മോസ്റ്റിൽ അനുഭവപ്പെടുന്ന ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും, ഡിക്രീസ്. അപ്പോൾ മക്കൾ പറ, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും സൈസും ഇൻവേഴ്സിലാണ്. അപ്പൊ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോൾ സൈസ് ഇൻക്രീസ്, ബിക്കോസ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അതിന് സെഡ് ഇഫക്റ്റീവ് എന്നൊക്കെ പറയും. അത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടേ ഞാൻ പറയുള്ളൂ. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് മക്കളെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ്, സോ സൈസ് ഇൻക്രീസ്. 15 കുട്ടികൾ നമ്മളെ കൂടെയുണ്ട്, ആക്റ്റീവായിട്ട് നിൽക്കുക. ഞാൻ ഉണ്ട് സാറേ, മതി. സോനു തോമസ്, ഗുഡ്. പവർ, ഞാൻ പോവാ. എന്താ ഞാൻ പോവാ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, എനിക്ക് അത്ര അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല എനിക്ക്. അപ്പൊ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു, സോ സൈസ് കൂടുന്നു. ഡൗൺ ടു ഗ്രൂപ്പ്, ക്ലിയർ അല്ലേ? അപ്പൊ അലോങ് പീരീഡ് സൈസ് കുറയുന്നതും ഡൗൺ ടു ഗ്രൂപ്പ് സൈസ് കൂടുന്നതും ക്ലിയർ അല്ലേ? സോനു തോമസ് ഒന്ന് കമന്റ് വിടും. ക്ലിയർ അല്ലേ? പീരീഡിലെയും ഗ്രൂപ്പിലെയും സൈസ് ഓർഡർ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വെച്ച് പറഞ്ഞൂടെ? ഒന്ന് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നിടും, ബാക്കി ഞാൻ ഏറ്റും. പിന്നെ 100% നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം ഞാനിതാ സൈൻ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ക്വസ്റ്റ്യൻ ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. 100% IUPAC നെയിം എഴുതാനാ. IUPAC നെയിം ഓഫ് 112 വളരെ സിമ്പിളാ. സിമ്പിൾ ഇവിടെ ഇട്ട് കഴിഞ്ഞു കേട്ടോ സൈന്. 0 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ അബ്രിവേഷൻ അറിയണം. 0 നിൽ, 1 അൺ, 2 ബൈ. അത് കാണാതെ ബൈഹാർട്ട് ചെയ്യണം. ഇതാണത്. 0 നിൽ, 1 നിൽ എൻ, 1 അണ് യു, 2 ബൈ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1-ന് അൺ ബൈ. ഇനി IUM ചേർക്കണം. അവിടെ ഒരു ഐ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരു ഐയും കൂടി ഇടേണ്ട ആവശ്യമില്ല. സോ അൺ BM. കറക്റ്റ് ആൻസർ സോനു തോമസ് പറഞ്ഞിട്ടുണ്ട്. ദ കണ്ടീഷൻ ഓഫ് ഏഗൺ. ഓക്കെ അൺ BM. സിമ്പിള് അണ്ണിന്റെ യു ബൈന്റെ ബി, സിമ്പിൾ UUB. ഇതേപോലെ ഏത് ആറ്റോമിക് നമ്പർ 100-നേക്കാളും കൂടിയ ഏത് എലമെന്റ് തന്നാലും തെറ്റാതെ ഇതറിയാമെങ്കിൽ സിമ്പിളായിട്ട് എഴുതാവുന്നുള്ളൂ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. അതെ, ഈ 112 ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, 114 ആവാം. കോഡിയം. ഇവിടെ BM എന്ന് പറഞ്ഞാൽ മതി. ബൈ IUM എന്ന് പറയണ്ട. ഒരു കുട്ടി ക്ലാസ്സിൽ ബൈ ഇവിടെ കുടുങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്നോട് ചെന്തടാ സാറ് ബൈയം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു കോഡിയം പറയും. 114 പറയടാ. കോഡിയം. അപ്പൊ ശരിയായി. നമ്മളോടാണോ കളി? അപ്പൊ ആറ്റോമിക് നമ്പർ 100-നേക്കാൾ കൂടി എലമെന്റ്സ് നോമൻക്ലേച്ചറുകൾ പഠിക്കണം. 101 അണ്ണിയം, 102 അണ്ണിൽ അണ്ണിയം, 102 അണ്ണിൽ ബിയം, 103 അണ്ണിൽ ട്രിയം, 104 അണ്ണിൽ കോഡിയം, UNQ. ക്ലിയർ ആണല്ലോ? അടുത്തത്
Which of the following represents the general outer electronic configuration of group 15? എൻ്റെ മക്കൾ എസ് ബ്ലോക്കിൻ്റെ കോൺഫിഗറേഷൻ NS1 to 2. ഗ്രൂപ്പ് 1 ആണെങ്കിൽ NS1, ഗ്രൂപ്പ് 2 ആണെങ്കിൽ NS2. പി ബ്ലോക്കിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ NS2 NP1 to 6 ആണ്. അതിൽ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ 3 ഇലക്ട്രോൺ ആണ് ഗ്രൂപ്പ് 13, ഔട്ടർ മോസ്റ്റ് സെല്ലിൽ 4 ഇലക്ട്രോൺ ആണ് ഗ്രൂപ്പ് 14, ഔട്ടർ മോസ്റ്റ് സെല്ലിൽ 5 ഇലക്ട്രോൺ ആണെങ്കിൽ NS2 NP3, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണെങ്കിൽ ഇറ്റ് ഈസ് ഗ്രൂപ്പ് 15. അപ്പോൾ ഗ്രൂപ്പ് 15ന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP3, എസിൽ 2 ഇലക്ട്രോൺ, പിയിൽ 3 ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ. ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലി നിക്കോജൻസ് എന്നൊക്കെ പറയും. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് 15 ക്ലിയർ ആണോ? ബാക്കി ഞാൻ പറയട്ടെ. NS2 ഏതായിരിക്കും? ഗ്രൂപ്പ് 2 ആയിരിക്കും. NS2 NP4 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, ഗ്രൂപ്പ് 16 ആയിരിക്കും. NS2 NP6 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, സോ ഇറ്റ് ഈസ് ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ഗ്രൂപ്പ് 15ന്റെ കോൺഫിഗറേഷൻ NS2 NP3. ഗുഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി? ഔട്ടർ മോസ്റ്റ് സെല്ലിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ നല്ല അയോണൈസേഷൻ എൻതാൽപ്പി ആർക്കാണ്? അത് പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റിൽ ടോപ്പിൽ കിടക്കുന്ന ആള്. ഇറ്റ് ഈസ് നോബിൾ ഗ്യാസ് ആയിരിക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോബിൾ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ഫ്ലോറിനാണ്. ഹയസ്റ്റ് അയണൈസേഷൻ താൽപ്പി ഫ്ലോറിനാണ് അവിടെ. ഓക്കെ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലോറിൻ അല്ല, ക്ലോറിൻ ആണ്. എക്സെപ്ഷനലി ക്ലോറിൻ ആണ്. ഫ്ലോറിൻ ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ. അലോങ് പീരീഡ് അയോണൈസേഷൻ താൽപ്പി ഇൻക്രീസ്, ഡൗൺ ടു ഗ്രൂപ്പ് ഡിക്രീസ്. അപ്പോൾ വലത് ഭാഗത്ത് ടോപ്പിലുള്ള ആളായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, depending upon the type of atomic orbital being filled with electron, the elements are classified into 4 blocks. Name the 4 blocks. സബ്ഷെല്ലുകൾ തന്നെയാണ്, ബ്ലോക്കുകളായിട്ട് ഓർത്ത് വെച്ചാൽ മതി. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്. സബ്ഷെല്ലുകളുടെ പേര് തന്നെയാണ് ബ്ലോക്ക്. ലാസ്റ്റ് ഏത് സബ്ഷെല്ല് കയറുന്നു എന്ന അടിസ്ഥാനത്തിലാണ്. എഫ് ബ്ലോക്ക്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമയമില്ല മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും കൂടെ നിൽക്കും. ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ആൻ എലമെന്റ് ഹാവിംഗ് ആറ്റോമിക് നമ്പർ 25. സോ നമ്മൾ കോൺഫിഗറേഷൻ എഴുതണം. 1s2, 2s2, 2p6, 3s2 12 ഇലക്ട്രോണായി, 3p6 18 ഇലക്ട്രോണായി, 3p6 4s2 20ആയി, 3d5 25ആയി. സോ ഗ്രൂപ്പ് പീരീഡ് ഈസ് ഈക്വൽ ടു ഷെൽ നമ്പർ. ഇതറിയാത്ത ആരുമില്ല. പീരിയഡിക് നമ്പർ ഷെൽ നമ്പർ. അപ്പൊ ഇതിൽ എത്ര പീരീഡ് ഉണ്ട് നോക്കുന്നു. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4ാമത്തെ ഷെല്ല. അപ്പൊ 4 പീരീഡ് ഉണ്ട്. പീരിയഡിക് നമ്പർ ഷെൽ നമ്പർ 4. ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു ദി ഏതാ ബ്ലോക്ക്? ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കാണാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ഐഡിയ ഉണ്ട്. എസ്സത്തെയും NSലെയും N-1 ഡിത്തെയും ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ നമുക്ക് ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. സോ ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു 5 + 2 = 7. ഡി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ കാണാൻ NSലെയും N-1 ഡിത്തെയും ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക, ഗ്രൂപ്പ് നമ്പർ കിട്ടും. പി ബ്ലോക്കിലെ ഗ്രൂപ്പ് കാണാൻ പീത്തെ ഇലക്ട്രോണിനോട് 12 ആഡ് ചെയ്യുക. എൻ്റെ മക്കൾ പറയാം. എസ് ബ്ലോക്കത്തെ ഗ്രൂപ്പ് നമ്പർ കാണാൻ, എസ് ബ്ലോക്കിൽ ഗ്രൂപ്പ് നമ്പർ കാണാൻ NSX, ഈ എക്സ് ആണ് ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ കാണാൻ NS2 NPX, ഗ്രൂപ്പ് നമ്പർ കാണാൻ X + 12 ചെയ്താൽ മതി. ഡി ബ്ലോക്കിൽ ഗ്രൂപ്പ് നമ്പർ കാണാൻ
NSX n-1 dy ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു x+y ചെയ്താൽ മതി. x+y ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. പി ബ്ലോക്കിൽ പീത്ത് ഇലക്ട്രോണിനോട് 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഡി ബ്ലോക്കിൽ എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോൺ കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ 2 + 5 7 ആണ് ഗ്രൂപ്പ് നമ്പർ. പീരീഡ് നമ്പർ കാണാൻ ഷെൽ നമ്പർ എത്ര ഷെൽ ഉണ്ട് നോക്കിയാൽ മതി. പീരിയഡിക് നമ്പർ ഷെൽ നമ്പർ, പീരിയഡിക് നമ്പർ ഷെൽ നമ്പർ, ഷെൽ നമ്പർ പീരിയഡിക് നമ്പർ, പീരിയഡിക് നമ്പർ ഷെൽ നമ്പർ. വാട്ട് ഈസ് മീൻ ബൈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? പേരിൽ തന്നെയുണ്ട്, ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആയ കൂട്ടത്തെയാണ്. ദേ ആർ ദ സ്പീഷീസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതിൻ്റെയൊക്കെ ഉത്തരം പരീക്ഷ കിട്ടൂലെങ്കിൽ അവിടെ നിലത്താണ് കിടന്നുകൊണ്ട് വേറൊന്നും ചെയ്യണ്ട. സെലക്ട് ദ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഫ്രം ദ ഫോളോവിങ്. അപ്പോൾ എല്ലാത്തിലും ഇലക്ട്രോൺ എണ്ണം കാണുക. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ 7, O2 - 6, ഓക്സിൻ്റെ ആറ്റോമിക് നമ്പർ 8 + 2 10, F 9 + 1 10, Mg 2 + 12 - 2. മാഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12, അതിന്ന് 2 പോവും, +2 ചാർജ് വന്നു. അലൂമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13, അതിന്ന് 3 മൈനസ് ചെയ്യണം, +3 ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ നഷ്ടപ്പെട്ടു എന്നാണ്. കാറ്റിയോൺ ആകുക എന്ന് പറഞ്ഞാൽ ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺ പോയി അലൂമിനിയത്തിൽ നിന്ന്. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11, അതിന്ന് 1 കുറഞ്ഞു. അപ്പോൾ കണ്ടോ 8 + 2 10, 9 + 1 10, 12 - 2 10, 13 - 3 10, 11 - 1 10. സോ ഈ കാണുന്നവരെല്ലാം നൈട്രജൻ അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും ഐസോ ഇലക്ട്രോണിക് വിത്ത് 10 ഇലക്ട്രോൺസ്. These are isoelectronic with 10 electrons. Isoelectronic with 10 electrons. Clear അല്ലേ? ക്ലിയർ അല്ലേ? കാറ്റിയോൺ ആവുമ്പോൾ ഇലക്ട്രോണിനെ മൈനസ് ചെയ്യണം, ആനിയോൺ ആവുമ്പോൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. എത്ര നെഗറ്റീവ് ഉണ്ടോ അത്രയ്ക്കും ഇലക്ട്രോൺ ആഡ് ചെയ്യണം, എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയ്ക്കും ഇലക്ട്രോണിനെ ആറ്റോമിക് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് അവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം കിട്ടും. അതിൽ സെയിം ഇലക്ട്രോൺ വരുന്ന ആളുകളാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ക്ലിയർ? ക്ലിയർ? യെസ്, ആൻസർ പറഞ്ഞു, അവരെല്ലാവരും പറഞ്ഞു. ഓക്കെ, ബെറീലിയം, മഗ്നീഷ്യം, ലിഥിയം, സോഡിയം. ഓക്കെ, അടുത്തത് predict the formula of the stable binary compounds would have formed by the following elements: lithium, oxygen. ലിഥിയം ആൻഡ് ഓക്സിജൻ. ലിഥിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളത്, ഓക്സിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഓക്സിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അത് 8 ആവണമെങ്കിൽ 2 ലിഥിയം വേണം, Li2O. ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഓക്സിജൻ 2 ലിഥിയവുമായി കൂടിച്ചേരും. ലിഥിയത്തിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് +1 ആണ്, ഓക്സിജൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് -2 ആണ്. അപ്പോൾ ലിഥിയം 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, ഓക്സിജൻ 1 ഇലക്ട്രോൺ സ്വീകരിക്കുന്നു, വീണ്ടും ലിഥിയം 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, ഒരു ഓക്സിജൻ തന്നെ 1 ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. സോ ഫോർമുല Li2 ആണ്. അലൂമിനിയം ആൻഡ് അയഡിൻ, അലൂമിനിയവും അയഡിനും Al3+ഉം I-ഉം. സോ നമ്മളത് ചെയ്യുന്ന സമയത്ത് Al3+ഉം I-ഉം, Al3, അലൂമിനിയം അയോഡൈഡ്. ഓക്കെ, അടുത്തത് ഗിവ് ദ റീസൺ ഫോർ ദ ഫോളോവിങ്. ഓക്സിജൻ ഹാസ് ലോവർ അയോണൈസേഷൻ എൻതാൽപ്പി ദാൻ നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ. ഓക്സിജന് നൈട്രജനേക്കാളും ഫ്ലൂറിനേക്കാളും അയോണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. അത് കറക്റ്റാണ്. ഈ ഓക്സിജനും നൈട്രജനും ഫ്ലൂറിനൊക്കെ സെക്കൻഡ് പീരീഡിലാണ്. സെക്കൻഡ് പീരീഡിൽ എലിമെൻറ്റുകൾ ലിഥിയം, അലോങ് പീരീഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ്, ലിഥിയം, ബെറീലിയം. പക്ഷേ എക്സെപ്ഷൻ കേസ് ബോറോണ് കുറവ്, കാർബൺ, നൈട്രജൻ. എക്സെപ്ഷൻ കേസ് ഓക്സിജന് കുറവ്, കൂടുതൽ. അപ്പോൾ ഇവിടെ 2 എക്സെപ്ഷൻ കേസ് വന്നത്, 2 എക്സെപ്ഷണൽ കേസ് വന്നത് ബോറോണും ഓക്സിജനുമാണ്. ഓക്സിജന് നൈട്രജനെയും ഫ്ലൂറിനേക്കാളും കുറയാനുള്ള കാരണം എന്താണ്? ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ 2s2 2p4. സോ 2p4 എന്ന് പറയുമ്പോൾ പി ഓർബിറ്റലിൽ 4 ഇലക്ട്രോൺ, അഥവാ 4ാമത്തെ ഇലക്ട്രോൺ അവിടെ പെയറിങ് നടന്നിരിക്കുകയാണ്.
ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവും. നാലാമത്തെ ഇലക്ട്രോണുടെ പെയറിംഗ് നടന്നതുകൊണ്ട് അവർ തമ്മിൽ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവും. ആ ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്താൽ എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ മോർ സ്റ്റേബിൾ ആയി. അപ്പോൾ ദ ആൻസർ ഈസ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഇൻ ഓക്സിജൻ. ആൻഡ് ഓൾസോ ബൈ ലോസ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്യുന്നതുകൂടെ ബൈ ലോസ് ഇലക്ട്രോൺ അറ്റൈൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ആ ഇലക്ട്രോണെ ലോസ് ചെയ്താൽ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിരിക്കും. സോ ഇറ്റ് റിക്വയർ ലെസ് അയോണൈസേഷൻ എനർജി ടു റിമൂവ് ദാറ്റ് ഇലക്ട്രോൺ. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ചെറിയ അയോണൈസേഷൻ എനർജി മതി എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഓക്സിജന്റെ അയോണൈസേഷൻ എൻതാൽപ്പി നൈട്രജനേക്കാളും എക്സെപ്ഷണലി കുറവാണ്, ഫ്ലൂറിനേക്കാളും എന്തായാലും കുറവാണ്. അലോങ് പീരീഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് എന്നായിരുന്നു. ഓക്കെ, who introduced the periodic law of elements for the first time? State the law. Yes, ആദ്യമായിട്ട് പീരിയഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് പേര് മെന്റലീവ് ആണ്. മെന്റലീവ് ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മെന്റലീസ് പീരിയഡിക് ലോയും മോഡേൺ പീരിയഡിക് ലോയും തമ്മിലുള്ള വ്യത്യാസം, മെന്റലീസ് പീരിയഡിക് ലോയിൽ ആറ്റോമിക് മാസ് ആണെങ്കിൽ മോഡേൺ പീരിയഡിക് ലോയിൽ അത് ആറ്റോമിക് നമ്പർ ആണ്. അത്രേ ഉള്ളൂ. മെന്റലീസ് പീരിയഡിക് ലോയിൽ ആറ്റോമിക് മാസ് ആണ്. യെസ്, പെർഫെക്റ്റ് ക്ലാസ്. തിരുവനന്തപുരം മെന്റലീവ്. യെസ്, കറക്റ്റ് ആൻസർ. 12 മണിക്ക് ഇങ്ങനെ ആൻസർ വരികയാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, നിങ്ങളുടെ ലെവൽ വേറെയാണ്, മാസ് ആയിരിക്കും. അപ്പൊ മെന്റലീസ് പീരിയഡിക് ലോയും മോഡേൺ പീരിയഡിക് ലോയും ചോദിച്ചാൽ ഒരു ടെൻഷനും വേണ്ട. മെന്റലീവ്സ് ആറ്റോമിക് മാസ് ആണ്. മെന്റലീവ് ഇങ്ങനെ ആറ്റോമിക് മാസ് കൊണ്ട് മെന്റൽ അടിച്ച് നടക്കാന്ന് വിചാരിക്കുക. തലക്ക് ഭയങ്കര ആറ്റോമിക് മാസ്, മെന്റലീവ് ഭയങ്കര മാസ് കൂടിയിരിക്കുക. മെന്റലീസ് പീരിയഡിക് ലോ ആറ്റോമിക് മാസ് ആണ്. മോഡേൺ പീരിയഡിക് ലോ ആറ്റോമിക് നമ്പർ ആണ്. സോ മെന്റലീസ് പീരിയഡിക് ലോ പറയുന്നത് പ്രോപ്പർട്ടീസ് ആർ ദ പീരിയഡിക് ഫംഗ്ഷൻ ഓഫ് ദർ ആറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ ആറ്റോമിക് മാസ്. പ്രോപ്പർട്ടീസ് ആർ ദ പീരിയഡിക് ഫംഗ്ഷൻ ഓഫ് ആറ്റോമിക് വെയിറ്റ്. എന്നാൽ മോഡേൺ പീരിയഡിക് ലോ പ്രോപ്പർട്ടീസ് ആർ ദ പീരിയഡിക് ഫംഗ്ഷൻ ഓഫ് ദയർ ആറ്റോമിക് നമ്പേഴ്സ്. ക്ലിയർ അല്ലേ? ഇത് അങ്ങനെ ചോദിച്ച 1 മാർക്കിനെ ചോദിക്കുള്ളൂ. അപ്പൊ അക്കോർഡിംഗ് ടു മെന്റലീസ് പീരിയഡിക് ലോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയഡിക് ഫംഗ്ഷൻ ഓഫ് ആറ്റോമിക് വെയിറ്റ്. Modern periodic law states that properties of elements are the periodic function of atomic numbers. എവിടെ എന്താ ചാറ്റിങ്ങിൽ വരാത്തത്? ഹായ് സാർ എന്ന് വിട്ട്. താങ്ക് യു സാർ. ലവ് സാർ. ഹാർട്ട് വിടടാ, ഹാർട്ട് വിട്. ഈ 12 മണിക്ക് എന്റെ കൂടെ നിക്കടാ. ഹാർട്ട് വിടടാ, വിട്. ഹേർട്ട്. യെസ്, ഒന്ന് കമന്റ് ഇടാ. എന്റെ സന്തോഷത്തിന് മക്കൾ കൂടെ നിൽക്കും മക്കള്. എങ്കിൽ ഞാൻ നല്ലൊരു കഥ പറഞ്ഞുതരാം, എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അടുത്തത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ഫ്ലൂറിൻ, എക്സ്പ്ലെയിൻ. യെസ്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാനിത് സൈൻ ചെയ്തു തരുന്നു. എന്തിനാണ് ആ ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം? യെസ്, ആ ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിഗ്രീസ് ആണെന്നാണ് കോൺസെപ്റ്റ്. അപ്പൊ ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനാണ് വരേണ്ടത്. പക്ഷേ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനാണ് കൂടുതൽ. അത് എക്സെപ്ഷണലാണ്. അതിന് ഫ്ലൂറിന് കുറയാൻ കാരണം ഫ്ലൂറിൻ സ്മോൾ സൈസാണ്. സ്മോൾ സൈസാണ്. ഹൈ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ട്. അതുകൊണ്ട് ലെസ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ. അതുകൊണ്ട് ഫ്ലൂറിന് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാൻ ടെൻഡൻസി ക്ലോറിനേക്കാളും കുറവാണ്. ഫ്ലൂറിൻ വെരി സ്മോൾ സൈസാണ്, കോമ്പാക്റ്റ് സൈസ്, സ്മോൾ സൈസാണ്. അപ്പോൾ അവിടെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവും. സോ ലെസ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ ദാൻ ക്ലോറിൻ. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. ക്ലോറിൻ ലാർജ് സൈസാണ്, ലെസ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ആണ്. സോ മോർ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ ദാൻ ഫ്ലൂറിൻ. ഓക്കെ, അപ്പോൾ ഫ്ലൂറിന് കുറയാനുള്ള കാരണം സ്മോൾ സൈസ്, ഹൈ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത ക്ലോറിൻ ഈസ് ലാർജ് സൈസ് ദാൻ ഫ്ലൂറിൻ, ലെസ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ദാൻ ഫ്ലൂറിൻ,
മോർ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ ദാൻ ഫ്ലൂറിൻ. ഓപ്പോസിറ്റ് ആക്കി എഴുതുക. ഫ്ലൂറിന് കുറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആൻസർ നോക്കിക്കോളൂ. Electron gain enthalpy of fluorine is less negative than chlorine. This is because when an electron is added to fluorine, it enters into the smaller second shell. Fluorine is small size. Due to smaller size, the electron suffer more repulsion. നല്ല റിപ്പൾഷൻ ഉണ്ടാകും. ബട്ട് ഫോർ ക്ലോറിൻ ദ ഇൻകമിംഗ് ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു തേർഡ് ഷെൽ, സോ ദ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഈസ് ലോ. ഹെൻസ് ക്ലോറിൻ ആഡ്സ് ഇലക്ട്രോൺ മോർ ഈസിലി ദാൻ ഫ്ലൂറിൻ. അതന്നെയല്ലേ ഞാൻ പറഞ്ഞേ. ക്ലോറിന്റെ സൈസ് ഫ്ലൂറിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. ക്ലോറിന്റെ സൈസ് ഫ്ലൂറിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇന്റർ ഇലക്ട്രോൺ റിപ്പൾഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ഫ്ലൂറിനേക്കാൾ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ക്ലോറിനാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ഗിവ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ. ട്രാൻസിഷൻ മെറ്റൽ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേജ്. കളേർഡ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. നിറമുള്ള പച്ച മഞ്ഞ നല്ല ബൾബുകൾ നിറമുള്ള കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. ഓക്കെ. അക്കൗണ്ട് ദ ഫോളോയിങ്. അയോണൈസേഷൻ enthalpy ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. നേരത്തെ പറഞ്ഞു. സെക്കൻഡ് പീരിയഡ് എലമെന്റ് ഷോ അനോമലസ് ബിഹേവിയർ. അതിന് കാരണം സ്മോൾ സൈസ്. സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള കാരണം സ്മോൾ സൈസ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. അവയിൽ ഡി ഓർബിറ്റൽ ഇല്ല. ആൻസർ ഇവിടെ ഉണ്ട്. സ്മോളർ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ലാർജ് ചാർജ് ബൈ റേഡിയസ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഏതെങ്കിലും രണ്ട് റീസൺ എഴുതിയാൽ മതി അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള റീസൺ. ഓക്കെ. എക്സ്പ്ലെയിൻ ദ ജനറൽ പീരിയോഡിക് ട്രെൻഡ് ഓഫ് ഫസ്റ്റ് അയോണൈസേഷൻ enthalpy അലോങ് പീരിയഡ് ആൻഡ് ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അലോങ് പീരിയഡ് അയോണൈസേഷൻ enthalpy ഇൻക്രീസ്. ഡൗൺ ടു ഗ്രൂപ്പ് അയോണൈസേഷൻ enthalpy ഡിക്രീസ്. Along the explain general periodic trend first ionization enthalpy along period ionization first ionization enthalpy increase. Down to group കഴിഞ്ഞ മക്കളെ down to group first ionization enthalpy decrease. Along period effective nuclear charge increase, ionization enthalpy increase. Down to group effective nuclear charge decrease, ionization enthalpy decrease. Size increase. Down to group size increase. ഈ ചാപ്റ്ററിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെ? അയോണൈസേഷൻ enthalpy, ഇലക്ട്രോൺ ഗെയിൻ enthalpy, ഇലക്ട്രോ നെഗറ്റിവിറ്റി, അതേപോലെ IUPAC നോമൻക്ലേച്ചർ, മോഡേൺ പീരിയഡിക് ലോ, മെൻഡലീസ് പീരിയഡിക് ലോ, അതേപോലെ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നത്, ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്, പീരീഡ് കണ്ടുപിടിക്കുന്നത് എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എക്സെപ്ഷൻ കേസുകൾ. ഫ്ലൂറിൻ ഇലക്ട്രോൺ ഗെയിൻ enthalpy ക്ലോറിനേക്കാളും കുറവാണ്. ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ enthalpy ഉള്ള എലമെൻറ്റ് ക്ലോറിനാണ്. ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായ എലമെൻറ്റ് ഫ്ലൂറിനാണ്. ഫ്ലൂറിനാണ് ബോണ്ടത്തെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ്. ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ഇൻ പീരിയോഡിക് ടേബിൾ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് നിങ്ങളെ സ്വാധീനിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. നാളത്തെ മോർണിംഗ് വൈബിൽ RT സാറ് വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ ഓഫ് ആറ്റവും അതേപോലെ ഓർഗാനിക് കെമിസ്ട്രിയൊക്കെയുമായിട്ട് രാവിലെ 6 മണിക്ക് തന്നെ സാർ എത്തിയിരിക്കും. അപ്പോൾ രാവിലെ നേരത്തെ നിങ്ങൾ ലൈവിൽ വരിക. അടിപൊളിയായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. 6 മണിയല്ലേ മിസ് രാവിലെ? യെസ്, 6 മണിക്ക് RT സാർ ഓർഗാനിക്കും സ്ട്രക്ചർ ഓഫ് ആറ്റവും ബോണ്ടിങ്ങും ഒക്കെ ആയിട്ട് വരുമായിരിക്കും. നിങ്ങൾ അടിപൊളിയായിട്ട് ലൈവിൽ ഉണ്ടാവുക. എല്ലാവരും സെറ്റല്ലേ? ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ലീവ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കുക. ബൈ, ഗുഡ് നൈറ്റ്.